ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. കേൾക്കാനും കാണാനൊക്കെ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? ഓക്കെ, എനിക്കറിയാം എല്ലാവരും ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലിന്റെ ഗംഭീരമായിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്നറിയാം. കുറെ ആളുകൾക്കൊക്കെ ഉള്ളിൽ ഇപ്പോഴും ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. ആദ്യമേ പറയാനുള്ള ഒരു കാര്യം, ടെൻഷൻ വേണ്ട എന്നുള്ളതാണ്. നമ്മൾ ടെൻഷന്റെ ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നേ ഇല്ല. കാരണം ഒരു തരത്തിലും നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടെൻഷൻ ആകേണ്ട കാര്യമില്ല. ഏതറാ സ്ക്രീൻ റിങ്ങാ? ഓക്കെ റെഡി. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം മക്കളെ, ടെൻഷൻ അടിക്കേണ്ട ആരും, കാരണം നമ്മളെല്ലാവരും നിങ്ങളുടെ ഒപ്പമുണ്ട്. ഓക്കെ, നിങ്ങൾ ആൾറെഡി നിങ്ങളുടേതായിട്ടുള്ളൊരു റിവിഷൻ സ്ട്രാറ്റജി ഉണ്ട്. ആ റിവിഷൻ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനൊപ്പം നമ്മുടെ വൺ ഷോട്ട് സീരീസും അതുപോലെയുള്ള യൂട്യൂബിൽ വരുന്ന നമ്മുടെ ചാനലിൽ വരുന്ന ട്രിക്സും ട്രിപ്സും ഒക്കെ നിങ്ങൾ നോക്കുക. അതനുസരിച്ച് മുന്നോട്ട് പോകുക. അത്രേ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. കാരണം മാക്സിമം പരീക്ഷകൾ എഴുതുക എന്നുള്ളതാണ് ഒരു കോമ്പറ്റീറ്റീവ് പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് മുന്നേ നീറ്റ് പോലെ ഒരു കോമ്പറ്റീറ്റീവ് പരീക്ഷ ക്രാക്ക് ചെയ്ത ആളുകളോട് ചോദിച്ചാൽ അറിയാം, നീറ്റിൽ നല്ല സ്കോർ കിട്ടിയ ആളുകളോട് ചോദിച്ചാൽ അറിയാം, മാക്സിമം നമ്പർ ഓഫ് പരീക്ഷകൾ എഴുതുകയും മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്ത ആളുകൾക്കാണ് എപ്പോഴും നല്ല സ്കോർ കിട്ടുക, നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, യെസ്. ഓക്കെ, റെഡി. യെസ്. ഓക്കെ, ഫീനിക്സുകാരുണ്ട്, നമ്മുടെ ധീര 1കാരുണ്ട്, ധീര 2.0കാരുണ്ട്, അങ്ങനെ കുറെ ആളുകളുണ്ട്. മോട്ടിവേഷൻ പ്ലീസ്. ആദിത്യ, ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് 2024 നിങ്ങൾ ആഗ്രഹിച്ച മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങളൊരു ഡോക്ടറുടെ വെള്ളക്കോട്ടും സ്റ്റെതസ്കോപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ കയറി ചെല്ലുന്ന ഒരു ചിത്രം നിങ്ങൾ ആലോചിച്ച് നോക്കാം. അതിലും വലിയ മോട്ടിവേഷൻ തരാൻ ലോകത്ത് ആർക്കും പറ്റൂല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് സ്വയം മോട്ടിവേറ്റഡ് ആകാൻ അത് മതി. മറ്റൊരാൾക്കും നിങ്ങളെ അത്രത്തോളം മോട്ടിവേറ്റഡ് ആക്കാൻ പറ്റില്ലടാ മക്കളെ. ഞാൻ പറയുന്നത് സത്യമാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കിട്ടുന്ന ഒരു രോമാഞ്ചം ഉണ്ടല്ലോ, അതിനോളം വരുന്ന മോട്ടിവേഷൻ ഒന്നും ഒരാൾക്കും നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കില്ല. സോ മക്കളെ, നമ്മൾ തുടങ്ങുന്നു. സ്ട്രക്ചർ ഓഫ് ദി ആറ്റം എല്ലാ ദിവസവും വൺ ഷോട്ട് സീരീസ് ഉണ്ട്, കൃത്യമായി നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ അതിനനുസരിച്ച് നിങ്ങൾ റിവിഷൻ മുന്നോട്ട് പോകുന്നുണ്ട്. മക്കളെ, സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന കെമിസ്ട്രിയിലെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, GIB 1 അതായത് കഴിഞ്ഞ GIBക്കും ഇതേ ചാപ്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ, ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. എന്നാലും ഞാൻ വേഗം അതൊന്ന് റിവൈസ് ചെയ്യാം. പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പറയാം, അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ ചാപ്റ്റർ ഇന്ന് നമ്മൾ ഈ വരുന്ന ഒരു മണിക്കൂർ സമയം കൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ മൊത്തത്തിൽ ഇന്ന് റിവൈസ് ചെയ്തെടുക്കാൻ പോകുന്നു. റെഡി? യെസ് മക്കളെ. അപ്പൊ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്കിനെ, ചാപ്റ്ററിനെ ഞാൻ ചില സബ് ടോപ്പിക്കുകളാക്കി കുഞ്ഞു ഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ആറ്റം മോഡലുകളും ഡ്യുവൽ നാച്ചർ ഓഫ് റേഡിയേഷൻ വരുന്ന ആദ്യത്തെ ഭാഗമാണ്. ആറ്റം മോഡൽസ് ആൻഡ് ഡ്യുവൽ നാച്ചർ ഓഫ് റേഡിയേഷൻ. ഇവിടെ നമ്മൾ പ്രധാനമായും നോക്കി പോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും ആദ്യം നിങ്ങൾക്ക് അറിയേണ്ടത് സബറ്റോമിക് പാർട്ടിക്കിളുകളായ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ചാർജ് നിങ്ങൾക്കറിയണം, മാസ് നിങ്ങൾക്കറിയണം. ഓക്കെ, ചാർജ് പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാകും, അതിൽ വലിയ ഡൗട്ടുകളൊന്നും ഉണ്ടാവില്ല ആർക്കും. മാസിന്റെ കാര്യം മക്കളെ എപ്പോഴും ഓർത്തു വെക്കുക. ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് 9.1 × 10⁻⁻31 കിലോഗ്രാം ആണ്. അതേസമയം പ്രോട്ടോണിന്റെ മാസും ന്യൂട്രോണിന്റെ മാസും ആൾമോസ്റ്റ് ഈക്വൽ ആണ്. 1.673 അല്ലെങ്കിൽ 1.675 × 10⁻⁻27 കിലോഗ്രാം ആണ്. നിസ്സാരമായ കാര്യങ്ങളാണ്. പക്ഷേ ഇത് വെച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന സംഗതിയാണ്. ഓക്കെ, റെഡി? മക്കളെ നോക്കണേ, അവിടെ ഓർത്തു വെക്കേണ്ട ഒരു സംഗതി എന്താണെന്നറിയോ? ഒരു പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു ന്യൂട്രോണിന്റെ മാസ് തന്നെയാണ്. അത് 1840 ടൈംസ് ഇലക്ട്രോണിന്റെ മാസ് ആണ് എന്നൊരു റിലേഷൻഷിപ്പ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്റെ മക്കൾ ഒന്ന് ഓർത്തു വെക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ അത് വെച്ചുകൊണ്ടായിരിക്കും പ്രോബ്ലങ്ങളെ നമ്മൾ സോൾവ് ചെയ്യേണ്ടി വരിക. മക്കളെ ഒന്ന് ഓർത്തു വെച്ചോ, ഒരു പ്രോട്ടോണിന്റെ മാസും ന്യൂട്രോണിന്റെ മാസും ഏകദേശം ഒരുപോലെയാണ്, ഏകദേശം ഈക്വൽ ആണ്. അത് ഇലക്ട്രോണിന്റെ മാസിന്റെ 1840 ഇരട്ടിയാണ്. ഓക്കെ അല്ലേ? അവിടെ നമ്മൾ എക്സാക്ട്ലി നമ്മൾ പറയുകയാണെങ്കിൽ മക്കളെ, ശരിക്കും അത് ഓക്കെ
എക്സാക്ട്ലി നമ്മൾ പറയുകയാണെങ്കിൽ മക്കളെ അത് 1837 ടൈംസ് ആണ്. പക്ഷെ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 1840 ടൈംസ് എടുക്കാം. നിങ്ങൾ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് 1840 ടൈംസ് എടുത്താൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. 1837 എടുക്കണ്ട, എക്സാക്ട് വാല്യൂ എടുക്കണ്ട. ഓക്കെ മക്കളെ, റെഡി മക്കളെ. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഡുവൽ നാച്ചർ ഓഫ് റേഡിയേഷൻ പറയുന്നിടത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം പറയുന്നുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ റേഡിയേഷനുകൾ ഓർത്തു വെക്കണം നമ്മൾ. ഗാമ റേസ്, എക്സ്റേ, UV, വിസിബിൾ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്സ് ആൻഡ് റേഡിയോ വേവ്സ്. അതായത് GXUV-IMR എന്ന് ഓർത്തു വെച്ചാൽ മതി. അതല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് ഓർത്തു വെക്കാം RMIVUXG, തിരിച്ചും ഓർത്തു വെക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പം അങ്ങനെ നിങ്ങൾ ഓർത്തു വെക്കണം. ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഓർഡർ ഉണ്ടല്ലോ, GXUV-IMR എന്ന് പറയുന്ന ഓർഡർ മക്കളെ, ഇവരുടെ വേവ് ലെങ്ത്തിന്റെ ഓർത്തു വെക്കുന്ന പ്രധാനപ്പെട്ട സംഗതി, ഇത് വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ആണ്, അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ഡിക്രീസിംഗ് ഓർഡർ ആണ് എന്ന കാര്യം മറന്നു പോകരുത്. അപ്പൊ ഈ കൂടുതൽ ഏറ്റവും കുറവ് വേവ് ലെങ്ത് വരുന്നത് ഗാമയ്ക്കാണെന്നും ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് റേഡിയോ വേവ്സിനാണെന്നും, അതേസമയം ഏറ്റവും മാക്സിമം ഫ്രീക്വൻസി ഉള്ളത് ഗാമയ്ക്കാണെന്നും ഏറ്റവും കുറവ് ഫ്രീക്വൻസി ഉള്ളത് അഥവാ റേഡിയോ വേവ്സിനാണെന്നും ഓർത്തു വെക്കുക. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ഓക്കെ ആണല്ലോ മക്കളെ, റെഡി ആണല്ലോ? യെസ്, ഓക്കെ റെഡി. അപ്പൊ ആ ഭാഗം ഓർത്തു വെക്കുക. പിന്നെ വിസിബിൾ സ്പെക്ട്രം ആണ്, വിബ്ജിയോർ എന്ന് പറയുന്ന വിസിബിൾ സ്പെക്ട്രം ഓർത്തു വെക്കാൻ ആർക്കും ഒരു പ്രശ്നവും ഇല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ടൈഗർ ബേബീസ് അതിന്റെ ഒരു മികച്ച ഒരു ട്രിക്ക് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അതേപോലെ ഫോളോ ചെയ്യാം. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ്. കാരണം നിങ്ങൾ ഈ കോഡുകൾ ഉണ്ടല്ലോ മക്കളെ, കോഡുകൾ നിങ്ങൾക്കൊരു ടീച്ചർ ഒരു കോഡ് ഉണ്ടാക്കി തരുന്നതിനേക്കാൾ നല്ലത് നിങ്ങളൊരു കോഡ് ഉണ്ടാക്കുന്ന. കാരണം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കോഡ് ഉണ്ടാക്കാം. അപ്പൊ അത് ഓർത്തു വെക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക്, നിങ്ങൾ ഉണ്ടാക്കുന്ന കോഡ്. റെഡി അല്ലേ? ഓക്കെയാണ്, റെഡിയാണ് മക്കൾ. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, ഡ്യുവൽ നാച്ചർ ഓഫ് റേഡിയേഷനുമായി ബന്ധപ്പെട്ട ചില ഇക്വേഷൻസ് ആണ്. കാരണം ന്യൂമറിക്കൽസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ ഭാഗത്തു നിന്നുള്ള ഇക്വേഷനുകൾ ഓർത്തു വെക്കണം. അതിലൊന്ന് ശ്രദ്ധിക്കുക മക്കളെ, ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ന്യൂ ഈസ് ഈക്വൽ ടു, ഇക്വേഷനുകളാണ് പറയാൻ പോകുന്നത്. ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ന്യൂ ഈസ് ഈക്വൽ ടു C/λ, ഒരു ഇക്വേഷൻ. ഓക്കെ അല്ലേ? റെഡി അല്ലേ മക്കളെ? 2, അഥവാ ഇനി വേവ് നമ്പറിന്റെ ടേമിലാണെങ്കിൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു C ഇൻറ്റു വേവ് നമ്പർ, C ഇൻറ്റു ന്യൂ ബാർ. ഒരു ഫോട്ടോണിന്റെ എനർജി കാണാൻ E ഈസ് ഈക്വൽ ടു hν എന്ന് എടുക്കാമെന്നും, അതല്ലെങ്കിൽ ഒരു ഫോട്ടോണിന്റെ എനർജി കാണാൻ E ഈസ് ഈക്വൽ ടു നമുക്ക് hc/λ എന്ന് എടുക്കാമെന്നും, അതല്ല വേവ് നമ്പറിന്റെ ടേമിലാണെങ്കിൽ hc ഇൻറ്റു ന്യൂ ബാർ എന്ന് എടുക്കാമെന്നും നമുക്കറിയാം. റെഡി അല്ലേ മക്കളെ? അപ്പൊ ഒരു ഫോട്ടോണിന്റെ എനർജി ആണിത്. hν ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി ഇറ്റ് ഇസ് hν, ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത് ഇറ്റ് ഇസ് hc/λ, ഇൻ ടേംസ് ഓഫ് വേവ് നമ്പർ ഇറ്റ് ഇസ് hc ന്യൂ ബാർ. ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഉണ്ട് മക്കളെ. എന്താണെന്നറിയോ നിങ്ങൾക്ക്? hc എന്ന് പറയുന്നതിന്റെ വാല്യൂ ഓരോ പ്രോബ്ലത്തിലും നിങ്ങൾ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ വാല്യൂ കോൺസ്റ്റന്റ് ആണ് എന്നും എച്ചും സിയും കോൺസ്റ്റന്റ് ആണ് എന്നും അത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ബൈഹാർട്ട് ചെയ്തു വെച്ചാൽ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ വേഗത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ hc-യുടെ വാല്യൂ എത്രയാണെന്ന് ഞാൻ പറയാം മക്കളെ. 2 × 10⁻⁻25 ആണ്. ഇതൊന്ന് ഓർത്തു വെക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലങ്ങളിൽ ഈ ഒരു ഭാഗം പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ ഓരോ പ്രോബ്ലത്തിലും h/c കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. 2 × 10⁻⁻25 ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? ആണ്. ഇനി മക്കളെ ഈ പറഞ്ഞത് ഒരു ഫോട്ടോണിന്റെ എനർജിയുടെ കാര്യമാണ്. അപ്പൊ സപ്പോസ് ഒരു റേഡിയേഷന്റെ ടോട്ടൽ എനർജി കാണാനാണ് നിങ്ങളോട് പറയുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, n × hν എന്ന് എടുക്കേണ്ടി വരും, അഥവാ n × hc/λ എന്ന് എടുക്കേണ്ടി വരും, അഥവാ n × h × c × ന്യൂ ബാർ എന്ന് എടുക്കേണ്ടി വരും ഫോർ ദ ടോട്ടൽ എനർജി ഓഫ് എ റേഡിയേഷൻ. ഇതൊരു ഫോട്ടോണിന്റെ എനർജിയാണ്, ഒരു ക്വാണ്ടത്തിന്റെ എനർജിയാണ്. ഇത് ആ റേഡിയേഷന്റെ ടോട്ടൽ എനർജിയാണ്. വേർ n ഈസ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ്. n എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്യുന്ന, എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണിന്റെ എണ്ണമാണ്. നിങ്ങൾക്കത് അറിയാം, വേറെ ഡൗട്ടുകളൊന്നും അവിടുന്ന് വരാനില്ല. അപ്പൊ ഇത്രയും ഇക്വേഷൻസ് ഞാൻ പറഞ്ഞത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിൽ നിന്നായിരുന്നു. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. റെഡി അല്ലേ? ക്ലിയർ. ഇനി അതിൽ പറയേണ്ടത് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് വെച്ചുകൊണ്ടാണ്. മക്കളെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് വെച്ചുകൊണ്ട് ഓർത്തു വെക്കേണ്ട ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇജക്റ്റഡ് ആകുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജി നിങ്ങൾക്ക് അറിയണം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു
നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു മക്കളെ എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ, അല്ലെങ്കിൽ അതിനു മുമ്പ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എനർജി ഓഫ് ദി ഇൻസിഡന്റ് റേഡിയേഷൻ മൈനസ് ത്രഷോൾഡ് എനർജി അഥവാ വർക്ക് ഫംഗ്ഷൻ. റെഡി അല്ലേ? അഥവാ ഇതിനെ നമുക്ക് ഫ്രീക്വൻസിയുടെ ടേമിൽ എഴുതാം, എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ. ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദി ഇൻസിഡന്റ് റേഡിയേഷൻ ആണ്, ന്യൂ സീറോ എന്ന് പറയുന്നത് ത്രഷോൾഡ് ഫ്രീക്വൻസി ആണ്. റെഡിയാണല്ലോ മക്കളെ? And in terms of wavelength also, you can calculate the kinetic energy of photoelectron as kinetic energy is equal to hc into 1 by lambda minus 1 by lambda 0. മക്കളെ ഓർത്തു വെക്കേണ്ട സംഗതി E0 എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടത്താൻ ആവശ്യമായ മിനിമം എനർജി ആണെങ്കിൽ, ന്യൂ സീറോ എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള മിനിമം ഫ്രീക്വൻസി ആണെങ്കിൽ, ലാംഡ 0 എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടത്താൻ ആവശ്യമായ മാക്സിമം വേവ് ലെങ്ത് ആണ് എന്ന് തിരിച്ചറിയണം. നിങ്ങൾ മാക്സിമം വേവ് ലെങ്ത് ആണ് എന്ന് തിരിച്ചറിയണം. ഓക്കെ, വർക്ക് ഫംഗ്ഷന് പകരം E0ക്ക് പകരം W0 എന്നോ ഫൈ എന്നോ ഒക്കെ എഴുതാം, ഒരു പ്രശ്നവുമില്ല. അത് വർക്ക് ഫംഗ്ഷൻ ആണ്, ത്രഷോൾഡ് എനർജി ആണ് എന്ന് നിങ്ങൾ ഓർത്തു വെച്ചാൽ മാത്രം മതി. W0 എന്ന് എഴുതുന്നവരുണ്ട്, ഫൈ എന്ന് എഴുതുന്നവരുണ്ട്, E0 എന്ന് എഴുതുന്നവരുണ്ട്. ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഈ പറഞ്ഞ പോയിന്റുകളൊന്ന് എന്റെ മക്കൾ ഓർത്തു വെക്കണം. റെഡി അല്ലേ മക്കളെ? നമുക്ക് മുന്നോട്ട് പോകാലോ. അപ്പൊ ഇത് വെച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ മക്കളെ, ഹിയർ ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ചോദ്യം ഇതാ, നിങ്ങൾ നോക്കൂ. എനിക്കൊപ്പം നിങ്ങളും ചെയ്യണം കേട്ടോ, എനിക്കൊപ്പം നിങ്ങളും ചെയ്യണം മക്കളെ. ഓക്കെ, യെസ്. ദ ഫ്രീക്വൻസി ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ is 24 into 10 raised to 14 hertz. The wave number associated with it is, തന്നിരിക്കുന്നത് എന്താ? തന്നിരിക്കുന്നത് ഫ്രീക്വൻസിയാണ്. ഓക്കെ, തന്നിരിക്കുന്നത് ഫ്രീക്വൻസിയാണ്. റെഡി? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ? വേവ് നമ്പർ ആണ് മക്കളെ. എങ്ങനെയാണ് ഫ്രീക്വൻസിയിൽ നിന്ന് വേവ് നമ്പർ നമ്മൾ കാണാം? ഫ്രീക്വൻസിയും വേവ് നമ്പറും തമ്മിൽ എന്താണ് ബന്ധം? നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണെന്ത്? വേവ് നമ്പർ എന്ന് പറയുന്നത് 1 by ലാംഡയാണ്. 1 by ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by c by ന്യൂ ആണ്, അഥവാ ഇറ്റ് ഇസ് ഈക്വൽ ടു ന്യൂ ബൈ സി ആണ് മക്കളെ. ഫ്രീക്വൻസിയെ വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വേവ് നമ്പർ കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 24 into 10 raised to 14 divided by c. The value of c is 3 into 10 raised to 8 ആണ്. So 24 and 3 8 ആയിട്ട് മാറും. So 8 into മക്കളെ 10 raised to 6 എന്ന ആൻസർ വരും. ആൻഡ് the unit is meter inverse. കാരണം നോക്കൂ, സിയുടെ വാല്യൂ നമ്മൾ എടുക്കുന്നത് 3 into 10 raised to 8 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ടാണ്. സോ നമുക്ക് വേവ് നമ്പർ കിട്ടുക മീറ്റർ ഇൻവേഴ്സിലാണ്. Therefore option 2 is the right answer മക്കളെ. Option 2 is the right answer. യെസ്. അപ്പൊ എന്നേക്കാൾ വേഗത്തിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്ന് അർത്ഥം. That's good. നല്ല സൂചനയാണത്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ, യെസ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ. അടുത്ത ചോദ്യം ഇതാ, കൈനറ്റിക് എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇസ് ഇ. ഒരു ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ഇ ആണ് എങ്കിൽ, വെൻ ദ വേവ് ലെങ്ത് ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ ലാംഡ ആണ് എങ്കിൽ, ആ കൈനറ്റിക് എനർജി ഡബിൾ ആക്കാൻ മക്കളെ, ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ഡബിൾ ആക്കാൻ നിങ്ങൾ കൊടുക്കേണ്ട ഇൻസിഡന്റ് വേവ് ലെങ്ത് എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ആദ്യം കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ എടുക്കാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു മക്കളെ തന്നിരിക്കുന്ന വേവ് ലെങ്ത് അല്ലേടാ. അപ്പൊ വേവ് ലെങ്ത്തിന്റെ ടേമിൽ നമ്മൾ കൈനറ്റിക് എനർജി എഴുതാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇ മൈനസ് E0. റെഡി അല്ലേ? അഥവാ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഇ എന്നതിന് പകരം hc by ലാംഡ എടുക്കാം മൈനസ് E0. അപ്പൊ മക്കളെ ശ്രദ്ധിക്കണേ നിങ്ങൾ. ആദ്യത്തെ കേസിലെ കൈനറ്റിക് എനർജിയെ KE1 എന്നെടുത്താൽ hc by ലാംഡ 1 ഈസ് ഈക്വൽ ടു E0 എന്നും, രണ്ടാമത്തെ കേസിലെ കൈനറ്റിക് എനർജിയെ KE2 എന്നെടുത്താൽ hc by ലാംഡ 2 മൈനസ് E0 എന്ന് എഴുതും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, സാർ എന്താണ് E0 മാറ്റി എഴുതാത്തത്? സാർ എടാ ഒരേ മെറ്റലാണ്. അതുകൊണ്ട് തന്നെ മക്കളെ E0 എന്ന് പറയുന്നത്, വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ത്രഷോൾഡ് എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് ഇൻ ബോത്ത് ദ കേസസ്. കാരണം ഒരേ മെറ്റൽ ആണല്ലോ. ആണ്. എന്റെ മക്കൾ ശ്രദ്ധിക്കണേ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ ത്രഷോൾഡ് എനർജി, കൈനറ്റിക് എനർജി ഡബിൾ ആക്കാൻ എത്ര വേവ് ലെങ്ത് കൊടുക്കണം? മക്കളെ ശ്രദ്ധിക്കണേ. അപ്പൊ ആദ്യത്തെ ഇക്വേഷനെ ഞാൻ ഇ, കാരണം കൈനറ്റിക് എനർജി ആദ്യം ഇ ആണല്ലോ, ഇ ഈസ് ഈക്വൽ ടു
HC by lambda 1 minus E0. This is equation number 1. And 2E, രണ്ടാമത്തെ കേസിൽ അത് ഡബിൾ ആകണം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 2E is equal to HC by lambda 2 minus E0നെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുത്താൽ, മക്കളെ ശ്രദ്ധിക്കണേ, 2 നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ 2E minus E is equal to HC into 1 by lambda 2 minus 1 by lambda 1. റെഡിയാണല്ലോ? നിങ്ങൾ ലാംഡയുടെ കാര്യങ്ങൾ, അതായത് ഇക്വേഷൻ ആൻസർ 2 ആണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അത് അങ്ങനെ തന്നെയാണോ എന്ന് ഒറ്റയടിക്ക് നിങ്ങൾ എങ്ങനെയാ തീരുമാനിച്ചെന്ന് എനിക്കറിയില്ല. ഇത് മക്കളെ ശ്രദ്ധിക്കുക, ഫോട്ടോ ഇലക്ട്രോണുകളാണ്. ഫോട്ടോ ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് 2 ആൻസർ വന്നത് എന്ന് നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്യുക, എങ്ങനെയാണ് 2 ആൻസർ വന്നതെന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? റെഡി അല്ലേ മക്കളെ? ആണ്. അതായത് E is equal to മക്കളെ, E is equal to എന്താ വരിക? നല്ലോണം ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ, HC by lambda 2 മൈനസ് HC by lambda 1. ഒരിത്തിരി നമ്മൾ ചെയ്യണേ. ഓക്കെയാണ്. റെഡി മക്കളെ? നോക്കൂ, ശ്രദ്ധിച്ചു നോക്കണേടാ. യെസ് മക്കളെ, നിങ്ങൾ ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ടു ഐഡിയ വെച്ച്, ആ ഐഡിയ ഇവിടെ അപ്ലിക്കബിൾ ആണോ? ഇത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ അല്ലേ? ആ ഐഡിയ ഇവിടെ അപ്ലിക്കബിൾ ആണോ മക്കളെ? നല്ലോണം ആലോചിച്ച് നോക്കൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻസിഡന്റ് ലൈറ്റിന്റെ വേവ് ലെങ്ത് ആണ്, നിങ്ങളുടെ ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് അല്ല. എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഡുവൽ നാച്ചർ വെച്ചാ കാൽക്കുലേറ്റ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഡീബ്രോളി ഇക്വേഷൻ വെച്ചാൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതല്ലല്ലോ ഇവിടെ നമ്മളോട് ചോദിച്ച ലാംഡ ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് അല്ലേ? ഇജക്റ്റഡ് ആകുന്ന ഇലക്ട്രോണിന്റെ ലാംഡ അല്ല മക്കളെ. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയി. എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എവിടെയാ തെറ്റിപ്പോയെന്ന്. എനിക്ക് മനസ്സിലായോ? മിസ്റ്റേക്ക് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, റെഡി. എന്നാൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ മക്കളെ, ശ്രദ്ധിക്കൂ. ഓക്കെ, നമുക്ക് ലാംഡ 2 ആണല്ലോ അറിയേണ്ടത്. അപ്പൊ HC by lambda 2 എന്ന് പറയുന്നത് E plus HC by lambda 1 അല്ലേ? ആണ്. അടുത്ത പേജ് എടുക്കുകയാണേ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു വന്ന കാര്യം, HC by lambda 2 മക്കളെ നോക്കൂ, HC by lambda 2 എന്ന് പറയുന്നത് E plus HC by lambda 1 ആണ്. റെഡി? അതായത് this is equal to E into lambda 1 plus HC by lambda 1. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ മക്കളെ വരിക? E into lambda 1. റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി ലാംഡ 2 അല്ലേ നിങ്ങൾക്ക് വേണ്ടത്? ലാംഡ 2 വേണ്ട. അപ്പൊ ലാംഡ 2വിനെ ഇങ്ങോട്ടും ഇതിനെ ഇങ്ങോട്ടും ഞാൻ എടുത്താൽ ലാംഡ 2 എന്ന് പറയുന്നത് HC into lambda 1 by E lambda 1 plus HC എന്ന് കിട്ടും. മക്കളെ, ലാംഡ 1ന് പകരം ലാംഡ എടുക്കാനല്ലേ പറയുന്നത്? അപ്പൊ HC lambda by E lambda plus HC എന്ന് കിട്ടും. ഇതാണ് ആൻസർ വരിക. ആൻസർ നേരത്തെ പറഞ്ഞ എല്ലാവരും അതിവിദഗ്ധമായി പറ്റിക്കപ്പെട്ടു എന്നുള്ളതല്ലാതെ വേറൊന്നും പറയാനില്ല. ശ്രദ്ധിക്കണം നിങ്ങൾ മക്കളെ. നിങ്ങൾ മറ്റേ ഇക്വേഷൻ ഉണ്ടല്ലോ, നിങ്ങൾ ഉപയോഗിച്ചത് ലാംഡ ഈസ് ഈക്വൽ ടു H by സ്ക്വയർ റൂട്ട് ഓഫ് 2m കൈനറ്റിക് എനർജി ആണെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു സാർ ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കൈനറ്റിക് എനർജി ആണല്ലോ അല്ലെ? ഇതാണ് നിങ്ങൾ എടുത്തത് മക്കളെ. ഇത് എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആണോ ഇത്? ഇത് നിങ്ങൾ എപ്പോഴാണ് എടുക്കുക? ഇത് നിങ്ങൾ എടുക്കേണ്ടത് നിങ്ങളുടെ ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത്തും ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിയും ചോദിക്കുമ്പോഴാണ്. പക്ഷെ ചോദിച്ചത് അതല്ല, ചോദിച്ചത് ഇൻസിഡന്റ് ലൈറ്റിന്റെ വേവ് ലെങ്ത് ആണ് മക്കളെ. അതിവിദഗ്ധമായി നിങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കി ആൻസർ ചെയ്യണം. റെഡിയാണോ? ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, റെഡി. ആർക്കും ഡൗട്ടുകളൊന്നുമില്ല? പറഞ്ഞ കാര്യങ്ങളെല്ലാം പക്കയാണ്. യെസ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? ഓക്കെ, റെഡി മക്കൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുകയാണ് ഞാൻ. പോകുന്നു. സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? നോക്കൂ, സാരമില്ല കേട്ടോ. ഓക്കെ, അത്ര ലെങ്തി ഒന്നുമല്ല അത്. അതിന് മാത്രം ലെങ്തി എന്ന് പറയാവുന്ന ഒരു ചോദ്യം ഒന്നും അല്ല അത് മക്കളെ. അടുത്ത ചോദ്യം നോക്കൂ. എ മെറ്റൽ ഹാസ് എ വർക്ക് ഫംഗ്ഷൻ hν0. വർക്ക് ഫംഗ്ഷൻ hν0 എന്ന് പറയുമ്പോൾ ത്രെഷോൾഡ് എനർജി hν0 ആണ്. A photon of 2hν0 falls on the surface. 2hν0 wavelength ഉള്ള 2hν0 എനർജി ഉള്ള ഫോട്ടോൺ ആണ് അതിന് മുകളിൽ വീഴുന്നതെങ്കിൽ ഇലക്ട്രോൺ comes out with a velocity of 4 into 10⁻⁶ meter per second. അവിടെ പുറത്തു വരുന്ന ഫോട്ടോ ഇലക്ട്രോണിന്റെ വെലോസിറ്റി 4 into 10⁻⁶ meter per second ആണ്. If photon energy is increased to 5 into hν0, the maximum velocity of photo electron will be. അപ്പൊ 2hν0ക്ക് പകരം 5hν0 ആണ് നിങ്ങൾ കൊടുത്തെങ്കിൽ
മക്കളെ മാക്സിമം വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എത്രയാവുന്നതാണ് ചോദ്യം. മാക്സിമം വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എത്രയാവുന്നതാണ് ചോദ്യം. നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് hν മൈനസ് hν0 ആണ്. അതായത് ഹാഫ് mv² എന്ന് പറയുന്നത് hν മൈനസ് hν0 ആണ്. അതായത് ആദ്യത്തെ കേസിൽ ഹാഫ് mv² എന്ന് പറയുന്നത് hν പകരം എത്രയാണ് നമ്മൾ കൊടുക്കുന്നത്? 2hν0 കൊടുക്കുന്നു. hν പകരം 2hν0 കൊടുക്കുന്നു. അപ്പൊ 2hν0 മൈനസ് hν0 ആൻഡ് ദാറ്റ് ഇസ് hν0 എന്ന് കിട്ടും. ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. മക്കളെ രണ്ടാമത്തെ കേസിൽ എത്രയാണ് വരിക? ഹാഫ് mv² ഇസ് ഈക്വൽ ടു 2hν0ക്ക് പകരം നമ്മൾ എത്രയാ കൊടുക്കുന്നത്? 5hν0 ആണ് ഇൻസിഡന്റ് ലൈറ്റിന്റെ എനർജി മൈനസ് hν0 ദാറ്റ് ഇസ് 4hν0 വരുന്നു. ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻസ് ആണ്. ചോദ്യം കണ്ടപ്പോൾ വളരെ പ്രശ്നമുള്ള ചോദ്യമാണെന്നല്ലേ നിങ്ങൾക്ക് തോന്നിയത്? ഇനി ചോദ്യത്തിൽ എന്താ ചോദിച്ചേ? എടാ ആദ്യത്തെ കേസിലെ ഇലക്ട്രോണിന്റെ വെലോസിറ്റി തന്നിട്ട് രണ്ടാമത്തെ കേസിലെ ഇലക്ട്രോണിന്റെ വെലോസിറ്റി ആ ചോദ്യം. അപ്പൊ നമുക്കിവിടെ v1² ഇവിടെ v2². ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇക്വേഷൻ 2 ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ 2 ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മക്കളെ നിങ്ങൾ നോക്കൂ, v2² ബൈ v1² അല്ലേ LHS ഉണ്ടാകുക. കാരണം ഹാഫ് എമ്മും ക്യാൻസൽ ആകും. സോ v2² ബൈ v1² അല്ലേ LHS ഉണ്ടാകുക ആണ്. RHS നിങ്ങൾ ആലോചിച്ച് നോക്കും മക്കളെ, എന്താ ബാക്കിയുള്ളത്? മൈനസ് hν0 ക്യാൻസൽ ആകും. ഐ മീൻ 4hν0 മൈനസ് hν0 ആണ് അല്ലേ. സോ 4hν0 ബൈ hν0. hν0യും ക്യാൻസൽ ആകുന്നു. ഞാൻ എഴുതിയതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ല, v1² കറക്റ്റാ. hν0യും ക്യാൻസൽ ആകും. അപ്പൊ ഇത് എന്താകും മക്കളെ? 4 ആകും. ദാറ്റ് മീൻസ് v2² എന്ന് പറയുന്നത് 4 into v1² ആകും. അപ്പൊ v2 എന്ന് പറയുന്നത് 2 into v1 ആകും. അതായത് v2 എന്ന് പറയുന്നത് 2 into v1 എത്രയാ? 4 into 10⁶ ആകും. 8 into 10⁶ ആകും. ചോദ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണല്ലോ എന്ന്. പക്ഷെ വളരെ സിമ്പിൾ ആയ ചോദ്യമാണ് മക്കളെ. ഈ ഇക്വേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കതിൽ വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. മക്കളെ മുന്നോട്ട് പോകാൻ തന്നെ ഞങ്ങൾ പറയുന്നത്. റെഡി അല്ലേ? ഓക്കെ ആണല്ലോ അല്ലെ? മുന്നോട്ട് പോയിക്കൂടെ നമുക്ക്? റെഡി മക്കളെ. ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കേണ്ട എല്ലാ ടോപ്പിക്കുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്കസ് ചെയ്യേണ്ട നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഡിസ്കസ് ചെയ്യേണ്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ പോകുന്നത് ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിലേക്കാണ്. ബോർസ് മോഡൽ ഓഫ് ആറ്റം ആൻഡ് ഹൈഡ്രജൻ സ്പെക്ട്രം. ഈ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ ന്യൂമറിക്കലുകൾ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ബോർസ് മോഡൽ ഓഫ് ആറ്റം ആൻഡ് ഹൈഡ്രജൻ സ്പെക്ട്രം. അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക നിങ്ങൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ 5 ലൈനുകളും ആ ലൈനുകളുടെ N1 N2 വാല്യൂസ് അവർ ഏത് റീജിയണിലാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഏത് റീജിയണിലാണ് ഇവർ വരിക എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. പിന്നെ നമ്മൾ ഓർക്കേണ്ടത് ഇക്വേഷൻസ് ആണ്. പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല, ഇക്വേഷൻസ് ആണ് ഓർക്കേണ്ടത് മക്കളെ. പ്രധാനപ്പെട്ട ഇക്വേഷനുകളിൽ ഒന്ന് റേഡിയസ് ഓഫ് ദി ഓർബിറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് 0.53 into n² by z അല്ലെ. രണ്ടാമത്തെ ഇക്വേഷൻ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ കാണാനുള്ള ഇക്വേഷൻ ആണ് vn is equal to 2.19 into 10⁶ into z by n. വെലോസിറ്റി കാണാൻ. ഇനി നമ്മൾ അവിടെ ഓർത്തു വെക്കേണ്ടത് എനർജി കാണാനുള്ള ഇക്വേഷൻസ് ആണ് മക്കളെ. ഇലക്ട്രോണിന്റെ എനർജി കാണാൻ 4 ഇക്വേഷൻസ് ഓർത്തു വെക്കണം എന്ന് എല്ലാവർക്കും അറിയാം. ഏതൊക്കെയാണ് 4 ഇക്വേഷൻസ്? എല്ലാറ്റിലും എനർജി നെഗറ്റീവ് ആണെന്ന് അറിയാം. ഒന്നില് 13.6 ആണ്, ഒന്നില് 1312 ആണ്, ഒന്നില് മക്കളെ 2.18 into 10⁻⁻18 ആണ്, ഒന്നില് 313.6 ആണ്. ഇതിന്റെ എല്ലാം അടുത്ത ഭാഗം സെയിമാ. എന്താ അടുത്ത ഭാഗം സെയിമാ? z² by n². എല്ലാറ്റിലും z² by n² ആണെന്ന് ഓർത്ത് വെക്കുക. എല്ലാറ്റിലും ഈ 4ന്റെയും അടുത്ത ഭാഗം z² by n² ആണ്. ഓക്കെ. ഇനി ആദ്യത്തെ കേസിൽ എനർജി എന്ത് യൂണിറ്റിലാണ് കിട്ടുക? ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റത്തിലാണ്. രണ്ടാമത്തെ കേസിൽ അത് കിലോ ജൂൾസ് പെർ ആറ്റത്തിലാണ്. മൂന്നാമത്തെ കേസിൽ അത് ജൂൾസ് പെർ മോളിലാണ്. അയ്യോ, ഒരു ചെറിയ പ്രശ്നമുണ്ട് മക്കളെ, ഒരു ചെറിയ പ്രശ്നമുണ്ടടാ. കിലോ ജൂൾസ് പെർ മോളിലാണ്, ജൂൾസ് പെർ ആറ്റത്തിലാണ്, ആൻഡ് കിലോ കലോറി പെർ മോളിലാണ് യൂണിറ്റ്. അവിടെ നിന്ന് തന്നെ നമ്മൾ ഓർത്തു വെക്കണം ഡെൽറ്റ n കാണാൻ. അതായത് ഒരു ഇലക്ട്രോൺ ഒരു എനർജി ലെവലിൽ നിന്ന് മറ്റൊരു എനർജി ലെവലിലേക്ക് മക്കളെ ജമ്പ് ചെയ്യുന്ന സമയത്ത്
ഒരു എനർജി ലെവലിൽ നിന്ന് മറ്റൊരു എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് എത്രയാ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. റിലീസ്ഡ് ആകുന്ന അബ്സോർബ്ഡ് ആകുന്ന എനർജിയുടെ ഇക്വേഷൻ അറിയണം മക്കളെ. എല്ലാം പോസിറ്റീവ് ആണ്. 13.6 1312 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2.18 × 10⁻⁻18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആൻഡ് 13.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റെഡി അല്ലേ? ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാ, എന്തുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് മക്കളെ? ഇൻറ്റു, ശ്രദ്ധിക്കുക, 1/n1² മൈനസ് 1/n2² ഇൻറ്റു z² കൊണ്ട്. യൂണിറ്റുകൾ ഇതേ യൂണിറ്റുകളാണ് എന്ന് പ്രത്യേകം പറയണോ? ആദ്യത്തെ യൂണിറ്റ് ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റത്തിലായിരിക്കും കിട്ടുക. രണ്ടാമത്തെ ഇക്വേഷൻ ആണെങ്കിൽ കിലോ ജൂൾസ് പെർ മോളിലായിരിക്കും കിട്ടുക. മൂന്നാമത്തെ ഇക്വേഷൻ ആണെങ്കിൽ ജൂൾസ് പെർ ആറ്റത്തിലായിരിക്കും കിട്ടുക. നാലാമത്തെ ആണെങ്കിൽ മക്കളെ കിലോ കലോറി പെർ ആറ്റത്തിലായിരിക്കും കിട്ടുക. കിലോ കലോറി പെർ ആറ്റം. അപ്പൊ ഇതാണ് സംഗതി ശരിക്കും. ഇത് നിങ്ങൾ ഓർത്തു വെക്കുക. വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇത് നിങ്ങൾ ഓർത്തു വെക്കണം. അപ്പൊ മക്കളെ, ഇലക്ട്രോണുകളുടെ എനർജി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് ചോദിക്കുക അയണൈസേഷൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതേപോലെ ഒരു ഇലക്ട്രോണിന്റെ ഒരു ആറ്റത്തിന്റെ അയണൈസേഷൻ എനർജി കാണാൻ നമുക്ക് 3 ഇക്വേഷൻസ് യൂസ് ചെയ്തോ. നിങ്ങൾ 3 മതി, വേണമെങ്കിൽ 4 എടുക്കാം. 3 മതി. കിലോ കലോറി വേണമെങ്കിൽ കിലോ കലോറി കൂടി എടുക്കാം. എടുത്തോ, 4 എടുത്തോ. എങ്ങനെയാണ് മക്കളെ? ഒന്നിൽ 13.6 ആണ് എടുക്കേണ്ടത്, മറ്റേതിൽ 1312 ആണ് എടുക്കണം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ആ ഒരു ടെക്നിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട്. അടുത്ത 2.18 × 10⁻⁻18 ആണ് എടുക്കേണ്ടത്. ആൻഡ് ഫൈനലി 313.6 എടുക്കണം. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇൻറ്റു z² ചെയ്താൽ മതി. ഇൻറ്റു z². Z ഈസ് ദി അറ്റോമിക് നമ്പർ. റെഡി അല്ലേ? Z ഈസ് ദി അറ്റോമിക് നമ്പർ. മറക്കരുത് മക്കളെ, മറക്കരുത്. അപ്പൊ യൂണിറ്റുകൾ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ആദ്യത്തെ ഇലക്ട്രോൺ വോൾട്ട് പെർ ആറ്റത്തിലായിരിക്കും കിട്ടുക. രണ്ടാമത്തെ ഇക്വേഷൻ ആണെങ്കിൽ മക്കളെ കിലോ ജൂൾസ് പെർ മോളിൽ കിട്ടും. മൂന്നാമത്തെ ഇക്വേഷൻ ആണെങ്കിൽ ജൂൾസ് പെർ ആറ്റത്തിൽ കിട്ടും. നാലാമത്തെ ഇക്വേഷൻ ആണെങ്കിൽ കിലോ കലോറി പെർ മോളിൽ കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ എനർജി കാണാനുള്ള ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഈ നമ്പറുകൾ തന്നെയാണ് ബാക്കി എല്ലാ കേസുകളിലും നമ്മൾ ഉപയോഗിക്കുക. ഓക്കെയാണ്. കിലോ കലോറി പെർ മോൾ ആണല്ലോ. ഇവിടെ എഴുതിയപ്പോൾ മോള് പോയിട്ട് മോനായോ? ഇല്ല, ആറ്റമായല്ലേ? റെഡി. സോ ഇറ്റ്സ് കിലോ കലോറി പെർ മോൾ. ഡോണ്ട് വറി, കിലോ കലോറി പെർ മോൾ. മക്കളെ, ഇനി നമ്മൾ പഠിക്കേണ്ടത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ചില കാര്യങ്ങളാണ്. ഒന്ന്, ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈനുകളുടെ വേവ് നമ്പർ കാണാൻ അറിയണം, വേവ് ലെങ്ത് കാണാൻ അറിയണം, ആൻഡ് ഫ്രീക്വൻസി കാണാൻ അറിയണം. വേവ് നമ്പർ, വേവ് ലെങ്ത്, ഫ്രീക്വൻസി. വേവ് നമ്പർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 109677 ഇൻറ്റു 1/n1² മൈനസ് 1/n2² ഇൻറ്റു z² ആണ്. ഇതിൽ നിങ്ങൾ ചെയ്താൽ സെന്റിമീറ്റർ ഇൻവേഴ്സിലുള്ള വേവ് നമ്പർ കിട്ടും. ആണ്. ഓക്കെ. ലാംഡ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മക്കളെ 91.2/z² ഇൻറ്റു 1/n1² മൈനസ് n1² n2² ബൈ n2² മൈനസ് n1² ചെയ്താൽ മതി. നാനോമീറ്ററിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇങ്ങനെ ചെയ്താൽ. ഫ്രീക്വൻസി കാണാൻ മക്കളെ 3.29 ഇൻറ്റു 10⁻15 ഇൻറ്റു 1/n1² മൈനസ് 1/n2² ഇൻറ്റു z² ചെയ്താൽ മതി. ഹേർട്സിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സിലായിരിക്കും കിട്ടുക. ഈ 3 ഇക്വേഷൻസും ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ്. ഇനി സ്പെക്ട്രോവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം മക്കളെ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കാണാനായിരിക്കും. നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കാണാൻ നമ്മുടെ കയ്യിൽ 2 ഇക്വേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ. ഒരു ഇക്വേഷൻ നോക്കിയിട്ട് അത് വെച്ച് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല 3 ഇക്വേഷൻസും സെപ്പറേറ്റ് പഠിച്ചു വെക്കുന്നതാണ് എളുപ്പം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഏത് രീതിയിൽ വേണം ചെയ്താലും കറക്റ്റ് ആൻസർ കിട്ടും. റെഡി മക്കളെ, നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻ കാണാൻ 2 ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് n ഇൻറ്റു n-1/2 ചെയ്യാം, അല്ലെങ്കിൽ n2 - n1 ഇൻറ്റു n2 - n1 + 1/2 ചെയ്യാം. ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ എടുക്കുക ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുമ്പോഴാണ്. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കേണ്ടത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാത്ത കേസുകളിലാണ്. ഓക്കെ ആണോ? റെഡിയാണോ മക്കളെ? അത് ഡൗട്ട് ഒന്നും ആർക്കും ഇല്ലല്ലോ? പറഞ്ഞ കാര്യങ്ങൾ പക്കയാണല്ലോ? മുന്നോട്ട് പോകാൻ തന്നെയല്ലേ നിങ്ങൾ പറയുന്നത്? സി ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ടോപ്പിക് മക്കളെ. ആദ്യത്തെ ചോദ്യം, ഈ ഇക്വേഷനുകളൊക്കെ വെച്ചുകൊണ്ടുള്ള ആദ്യത്തെ ചോദ്യം ഇതാ. ഇനി ഹൈഡ്രജൻ ആറ്റം ഇലക്ട്രോൺ ഡി എക്സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ താഴേക്ക് വരുന്നു, ഹയർ ലെവലിൽ നിന്ന് താഴേക്ക് വരുന്നു.
ഫ്രം എ തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. എവിടുന്ന? തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പൊ നിങ്ങൾ അറിയണം തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n=4 ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ n=1 ആണ്. ഫ്രീക്വൻസി ആണ് മക്കളെ കാണേണ്ടത്. അപ്പോൾ ഫ്രീക്വൻസി കാണാൻ ഞാൻ തന്ന ഇക്വേഷൻ എന്താ? 3.29 into 10⁻15 into 1/n1² minus 1/n2² into z². ഓർത്തു വെക്കുക, n2 should be greater than n1. n1 n2 വാല്യൂസ് എടുക്കുമ്പോൾ n2 എപ്പോഴും n1നേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം എന്ന് ഓർത്തു വെക്കുക. സ്ലൈഡിന്റെ ഒരു ഭാഗം കാണുന്നില്ലേ മക്കളെ? സ്ലൈഡിന്റെ ഒരു ഭാഗം കാണുന്നില്ലേടാ? ആരാ പറയുന്നത്? നീറ്റ് ആസ്പിരന്റ് പറയുന്നു സ്ലൈഡിന്റെ ഒരു ഭാഗം കാണുന്നില്ല. മക്കളെ എല്ലാവർക്കും അങ്ങനെയാണോ? ഒന്ന് പറയോ നിങ്ങള്? ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യാലോ? നോക്കിക്കോ മക്കളെ. ദിസ് ഇസ് ഈക്വൽ ടു 3.29 into 10⁻15 into 1/n1². അപ്പൊ n1 ലോവർ വാല്യൂ അല്ലേ? 1/1² minus 1/4² into 1². ഹൈഡ്രജൻ ആറ്റം ആണ്. അറ്റോമിക് നമ്പർ 1 ആണ് മക്കളെ. സിംപ്ലിഫൈഡ് 3.29 into 10⁻15 into ഈ ഭാഗം നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ 1 minus 1/16 ആവും. 1 minus 1/16. 1 minus 1/16 എന്ന് പറഞ്ഞാൽ 15/16 ആ വരിക മക്കളെ. 15/16. 3.29ഉം 16ഉം ഏകദേശം ക്യാൻസൽ ആയാൽ അപ്രോക്സിമേറ്റ്ലി 5 വരും. അപ്പൊ 15/5 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എത്രയാ? 3 ആ. 3 into 10⁻15 എന്ന ആൻസർ വരുന്നുണ്ടോ? ഉണ്ട് സാർ. ഓപ്ഷൻ 3 ഈസ് റൈറ്റ് ആൻസർ. കുറെ ആളുകൾ ഓപ്ഷൻ 4 എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. എന്തിന്റെ ബേസിസിലാണ് നിങ്ങൾ ഓപ്ഷൻ 4ലേക്ക് വന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എവിടെയാണ് തെറ്റിപ്പോയതെന്ന് മനസ്സിലായോ മക്കളെ? എവിടെയാ തെറ്റിപ്പോയതെന്ന് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, റെഡിയാണ്, ഡൗട്ട് ഇല്ല. ഈ ചോദ്യം കണ്ടോ മക്കളെ നിങ്ങൾ? അടുത്ത ചോദ്യം. എടാ, ഈ ഒരു പിക്ചറിൽ നിന്ന് സപ്പോസ് ദാറ്റ് എ ഹൈപ്പോതെറ്റിക്കൽ ആറ്റം ഗിവ്സ് ഏതൊക്കെ കളറാ തരുന്നത്? റെഡ് തരുന്നു, ഗ്രീൻ തരുന്നു, ബ്ലൂ തരുന്നു, വയലറ്റ് തരുന്നു ഇൻ ലൈൻ സ്പെക്ട്രം. ഏതോ ഒരാറ്റം ഈ കളറുകളെല്ലാം തരുന്നുണ്ട് അതിന്റെ ലൈൻ സ്പെക്ട്രത്തിൽ. വിച്ച് ജംപ് അക്കോർഡിംഗ് ടു ദ ഫിഗർ വുഡ് ഗിവ് ഓഫ് ദ റെഡ് സ്പെക്ട്രൽ ലൈൻ? ഇതിൽ ഏതാണ് റെഡ് സ്പെക്ട്രൽ ലൈൻ തരിക എന്നാണ് ചോദ്യം. റെഡ് സ്പെക്ട്രൽ ലൈൻ മക്കളെ നിങ്ങൾ മനസ്സിലാക്കണേ. ഈ തന്നിരിക്കുന്ന റേഡിയേഷൻസ് എല്ലാം വിസിബിൾ റേഡിയേഷൻസ് ആണ്. അപ്പൊ വിസിബിൾ റേഡിയേഷൻസ് ആകണമെങ്കിൽ അത് ബാമർ സീരീസ് ആയിരിക്കണം. ബാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ലെവലിൽ നിന്ന് സെക്കൻഡ് ലെവലിലേക്ക് തിരിച്ചു വരുന്നതാണ്. സെക്കൻഡ് ലെവലിലേക്ക് തിരിച്ചു വരുന്ന ഒരേ ഒരു ട്രാൻസിഷനേ ഉള്ളൂ. സോ ഇറ്റ്സ് ഓപ്ഷൻ 4. മക്കൾക്ക് മനസ്സിലായോ? മക്കൾക്ക് ക്ലിയർ ആയോടാ? അത് നിങ്ങൾക്ക് അതിൽ ഡൗട്ടുകൾ ഇല്ലല്ലോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണല്ലോ? മുന്നോട്ട് പോകാൻ തന്നെയല്ലേ നിങ്ങൾ പറയുന്നത്? ഓക്കേടാ മക്കളെ? യെസ്. സി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യമാണ് ഇവിടെ മക്കളെ. സി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ എ ഹൈഡ്രജൻ ആറ്റം if the energy of an electron in the ground state is -13.6, then that in second excited state മക്കളെ second excited state എന്ന് പറയുന്നത് n=3 ആണ്. n=3 ആണ്. റെഡി ആണ്? ഇനി ചോദ്യം n=3 ഇരിക്കുന്ന ഇലക്ട്രോണിന്റെ എനർജിയാണ്. അപ്പൊ En = നമ്മുടെ ഓപ്ഷൻസ് എല്ലാം ഇലക്ട്രോൺ വോൾട്ടിലാണ്. അപ്പൊ -13.6 into z²/n² ആണ് ചെയ്യേണ്ടത്. ആൻഡ് ദാറ്റ് ഇസ് -13.6 into z എത്രയാ മക്കളെ? ഹൈഡ്രജൻ അല്ലേ? 1²/n എത്രയാ? 3 അല്ലേ? അപ്പൊ 3². അപ്പൊ 13.6/3². 13.6/3² എന്ന് പറഞ്ഞാൽ -13.6/9. -13.6/9 നിങ്ങൾ ചെയ്താൽ -1.5 ഇലക്ട്രോൺ വോൾട്ട് എന്ന ആൻസർ കിട്ടും. ഉത്തരം എവിടെ? ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. എ. റെഡി? ക്ലിയർ മക്കളെ? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, റെഡിയാണ്? ഡൗട്ടുകൾ ഇല്ല എന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത്? ഓക്കെ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടെ. സി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഇതാ നോക്കൂ. അടുത്ത ചോദ്യം ഇതാ മക്കളെ. യെസ്. The ionization enthalpy of hydrogen atom is 1.312 into 10⁻6 joules per mole ആണെങ്കിൽ energy required to excite an electron in an atom from n=2 to n=1 to n=2. ഈ അയണൈസേഷൻ എൻതാൽപ്പി എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾ പേടിക്കുന്ന അറിയാവുന്നതുകൊണ്ടാണ് ആ വാല്യൂ തന്നിരിക്കുന്നത്. ആ വാല്യൂ കൊണ്ട് തൽക്കാലം നമുക്കിവിടെ ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ നോക്കേണ്ടത് n=1 നിന്ന് n=2 ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട എനർജി എത്രയാ? അപ്പൊ ΔE = ഓപ്ഷൻസ് എല്ലാം ജൂൾസ് പെർ മോളിലാണ് മക്കളെ. ജൂൾസ് പെർ മോളിലാണ് ആണല്ലോ. ജൂൾസ് പെർ മോളിൽ കാണാൻ നമുക്ക് അറിയില്ല. പകരം നമുക്കറിയാവുന്ന കിലോ ജൂൾസ് പെർ മോളിൽ കാണാനാണ്. അപ്പൊ കിലോ ജൂൾസ് പെർ മോളിൽ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1312 into
1/n1² മൈനസ് 1/n2² എടുത്താൽ മതി. റെഡിയാണല്ലോ. ഹൈഡ്രജൻ ആയതുകൊണ്ട് Z1 ആണ്. ഓക്കെ അല്ലേ മക്കളെ? ആണ്. എന്നിട്ട് ഈ കിലോ ജൂൾ പെർ മോൾ നമുക്ക് എന്ത് ചെയ്യാം? ജൂൾസ് പെർ മോളിലേക്ക് മാറ്റാട്ടോ മക്കളെ. തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇത് കിലോ ജൂൾസ് പെർ മോളിലാണ്. നിങ്ങൾ 2.18 × 10⁻⁻18 എടുത്ത് ചെയ്താൽ ജൂൾസ് പെർ ആറ്റം ആണ് കിട്ടുക. അതല്ല വേണ്ടത് കേട്ടോ. അതുകൊണ്ട് കിലോ ജൂൾസ് പെർ മോളിൽ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ജൂൾസ് പെർ മോളിലേക്ക് മാറ്റാം മക്കളെ. ദിസ് ഈസ് ഈക്വൽ ടു 1312 ഇൻറ്റു ലോവർ വാല്യൂ n1 ഹയർ വാല്യൂ n2 കൊടുത്താൽ 1/1² മൈനസ് 1/2². 1312 ഇൻറ്റു മക്കളെ എത്രയാണ് കിട്ടുക? നിങ്ങൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ 3/4 എന്നല്ലേ കിട്ടുക? ഈ ഭാഗം ആണ് 3/4. നിങ്ങൾ ചെയ്താൽ മക്കളെ എത്ര കിട്ടും? നല്ലോണം ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. 3/4 ചെയ്താൽ എത്രയാണ് നിങ്ങൾക്ക് കിട്ടുക? 3/4 ചെയ്ത് കഴിഞ്ഞാൽ 1312 4 പോവോ? 13 3 ടൈംസ് അല്ലെ? ബാക്കി 1 11 2 ടൈംസ്, ബാക്കി 3 32 എത്രയാണ്? 32 മക്കളെ എത്ര ആൻസർ വരും? 4 ഇവിടെ വരുന്നത് 28 ആണ്. 28 അല്ലേ വരുന്നേ? 28 വരും. ഓക്കെയാണ്. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ദിസ് ഈസ് ഈക്വൽ എത്ര വരിക? 328 × 3 328 × 3 24, ബാക്കി 2 6 × 8 9 984 എന്ന് വരും. 984 കിലോ ജൂൾസ് പെർ മോൾ ആണ്. ഇതിനെ ജൂൾസ് പെർ മോളിലേക്ക് മാറ്റാൻ, കിലോ ജൂൾ നിന്ന് ജൂളിലേക്ക് മാറ്റാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ജൂൾസ് പെർ മോളിലേക്ക് മാറും അത്. 984 × 10⁻³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ 9.84 × 10⁵ അല്ലേ വരിക? ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ഡൗട്ട് ഇല്ലല്ലോ അല്ലെ? മുന്നോട്ട് പോകാം എന്ന് തന്നെയല്ലേ നിങ്ങൾ പറയുന്നത്? ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം. സി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സി ദ വേവ് ലെങ്ത് of an emission line obtained for lithium 2+ during an electronic transition of n2 equal to 2 and n equal to 1. R is a Rydberg constant ആണെങ്കിൽ വേവ് ലെങ്ത് ആണ് കാണേണ്ടത്. വേവ് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അത് വെച്ചുകൊണ്ട് ചെയ്താൽ നമുക്കൊരു ഫൈനൽ നമ്പർ അല്ല കിട്ടേണ്ടത്. 10⁻³ അല്ലേ? അല്ല അഞ്ജലി, കിലോ ജൂൾ നിന്ന് ജൂളിലേക്ക് മാറ്റാൻ 10⁻³ ആണ്. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. മാറിപ്പോകാൻ പാടില്ല. ഓക്കെ മക്കളെ, അതുകൊണ്ട് തന്നെ 2 ഇക്വേഷൻ നിങ്ങൾക്ക് എടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ന്യൂ ബാർ കണ്ടിട്ട്, ശ്രദ്ധിക്കുക, ന്യൂ ബാർ കണ്ടിട്ട് അതിൽ നിന്ന് വേവ് നമ്പർ കാണാം. അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം നമുക്ക്. ഇൻറ്റു Z² അല്ലെ? ആണ്. ആൻഡ് മക്കളെ നോക്കൂ, ദിസ് ഈസ് ഈക്വൽ ടു R ഇൻറ്റു n1 എത്രയാ? 1. അപ്പൊ 1/1² മൈനസ് 1/2² ഇൻറ്റു ഏത് ആറ്റം ആടാ? ലിത്തിയം അല്ലേ? അപ്പൊ അറ്റോമിക് നമ്പർ 3 ആണ്. അപ്പൊ 3². ഇങ്ങനെയല്ലേ വരിക? ആണ് മക്കളെ. ദിസ് ഈസ് ഈക്വൽ ടു R ഇൻറ്റു ഈ ഭാഗം നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ എത്രയാ വരുന്നത്? 3/4 ആ വരിക ഇൻറ്റു 3². 3/4 ഇൻറ്റു 3². കറക്റ്റ് ആണല്ലോടാ? ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ ഇത് വേവ് നമ്പർ ആണ്. വേവ് നമ്പർ ഈസ് ഈക്വൽ ടു R ഇൻറ്റു 3 × 9 27/4 എന്ന് വരും. മക്കളെ, ഇത് വേവ് നമ്പർ അല്ലേ? നമുക്ക് വേവ് ലെങ്ത് അല്ലേ വേണ്ടത്? അത് 1 വേവ് നമ്പർ അല്ലേ? അതായത് ഇതിന്റെ റെസിപ്രോക്കൽ അല്ലേ എടുക്കേണ്ടത്? അതായത് 4/27R എന്നല്ലേ നമുക്ക് ഉത്തരം കിട്ടുക? 4/27R എന്നൊരു ആൻസർ ഉണ്ടോ? ഉണ്ട് സാർ. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി. ക്ലിയർ മക്കളെ? മുന്നോട്ട് പോകാമല്ലോ നമുക്ക്. ആർക്കും അതിൽ ഡൗട്ടുകളൊന്നും ഇല്ലാലോ? മുന്നോട്ട് പോകാൻ തന്നെയല്ലേ നിങ്ങൾ പറയുന്നത്? യെസ് മക്കളെ. അടുത്ത ടോപ്പിക് ഡുവൽ നാച്ചർ ഓഫ് മാറ്റർ ആൻഡ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഡുവൽ നാച്ചർ ഓഫ് മാറ്ററിൽ നിന്നും അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിലും എന്താണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്? എന്താണ് ഓർത്തു വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇക്വേഷൻസ് ആണ് ഓർത്തു വെക്കേണ്ടത്. റെഡി അല്ലേ? അപ്പൊ ഇക്വേഷൻസ് എടുക്കുന്ന സമയത്ത് നോക്കൂ, വേവ് ലെങ്ത് ഓഫ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ഇസ് ഈക്വൽ ടു h/mv എന്നെടുക്കാം. അല്ലെങ്കിൽ വേവ് ലെങ്ത് കാണാൻ h/p where p is a momentum എന്നെടുക്കാം. അല്ലെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു h/√of 2m into kinetic energy എന്നെടുക്കാം. അല്ലെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു h/√of 2m into q into v എന്നെടുക്കാം. ke എന്നത് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ആണ്. ഓക്കെ, q എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. v എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഇരിക്കുന്ന പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ ഏത് ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് ലാംഡ കാൽക്കുലേറ്റ് ചെയ്യാം? ഇതാണ് നിങ്ങൾ ആദ്യത്തെ ചോദ്യത്തിൽ ഒരിടത്ത് എടുത്തിട്ട് നിങ്ങൾക്ക് പാളിപ്പോയത്. കാരണം ഇത് ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത് കാണാനാണ്. അവിടെ ചോദിച്ച ഇൻസിഡന്റ് ലൈറ്റിന്റെ വേവ് ലെങ്ത് ആയിരുന്നു. മക്കളെ, നിങ്ങൾക്ക് പണി കിട്ടിയത് അതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? റെഡി അല്ലേടാ മക്കളെ? ആണ്. ഇനി ഓർത്തു വെക്കേണ്ട ഒരു കാര്യം മക്കളെ, ഇവിടെ ഇത് ഡുവൽ നാച്ചർ ഓഫ് മാറ്റർ ആണ്. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ ഏത് ഇക്വേഷനാണ് നിങ്ങൾ എടുക്കുക?
ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു h/4π എടുക്കാം. അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഈക്വൽ ടു h/4π എടുക്കാം. അല്ലെങ്കിൽ മക്കളെ ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി, ഇങ്ങനെയാണ്. ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നത് h/4π എന്ന് എടുക്കാം. അപ്പൊ എപ്പോഴും ഞാൻ പറയാറുണ്ട്, h/4π എന്ന് പറയുന്നതിന്റെ വാല്യൂ ആ സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കരുത്. പകരം എന്ത് ചെയ്യണം നിങ്ങൾ? പകരം അത് നേരത്തെ ഓർത്തു വെക്കണം മക്കളെ. 5.28 ഇൻറ്റു അല്ലെങ്കിൽ 5.25 ഇൻറ്റു എങ്ങനെ എടുത്താലും ഓക്കെയാണ്. കാരണം നമുക്ക് അപ്രോക്സിമേഷൻ ആണല്ലോ. ഇൻറ്റു 10⁻⁻35 എടുക്കാം. ചില ചോദ്യങ്ങളിൽ h/4π m കൂടി എടുക്കേണ്ടി വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ഓർത്തു വെച്ചോ 5.8 ഇൻറ്റു 10⁻⁻5 ആയിരിക്കും. ഈ രണ്ട് വാല്യൂസ് ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? h/4π വരുന്ന കേസുകളിലും h/4π m വരുന്ന കേസുകളിലും, m മക്കളെ ഇലക്ട്രോൺ ആകുമ്പോഴാണ് മാസ് ഓഫ് ഇലക്ട്രോൺ വരുന്ന കേസിൽ മാത്രമാണ്. എല്ലാ കേസിലും നമുക്ക് ഇത് എടുക്കാൻ പറ്റില്ല. ഇത് പക്ഷെ എല്ലാ കേസിലും എടുക്കാം. മക്കൾക്ക് മനസ്സിലായോ? പറഞ്ഞ കാര്യങ്ങൾ പക്കയാണല്ലോ അല്ലെ? ഓക്കെ മക്കളെ, 5.25 എടുക്കാം, 5.28 എടുക്കാം. ചെറിയ വ്യത്യാസമേ വരുള്ളൂ. എക്സാക്ട് ആയി നോക്കുകയാണെങ്കിൽ 5.28 ആണ്. നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുകയാണെങ്കിൽ 5.25. ഇറ്റ്സ് ഓക്കെ, നോ ഇഷ്യൂ. മക്കളെ നോക്കൂ, ആദ്യത്തെ ചോദ്യം. ഇഫ് ഇലക്ട്രോൺ, ഹൈഡ്രജൻ, ലിത്തിയം, സോഡിയം ന്യൂക്ലിയൈ ആർ മൂവിംഗ് വിത്ത് വെലോസിറ്റി ഓഫ് ലൈറ്റ്, then the wavelength associated with these particles are in the order. മക്കളെ 4 പേരുടെ വേവ് ലെങ്ത്തും കമ്പയർ ചെയ്യാനാണ്. നമുക്കറിയാം ലാംഡ ഈസ് ഈക്വൽ ടു h/mv ആണ്. എല്ലാവരും മൂവ് ചെയ്യുന്നത് ഒരേ വെലോസിറ്റിയിലാണ് എങ്കിൽ മക്കളെ ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ മാസ് കുറയുന്നതിനനുസരിച്ച് ലാംഡ കൂടും. അപ്പൊ ഏറ്റവും കുറവ് മാസ് ആർക്കാ? ഇലക്ട്രോണിനാണ് ഈ 4 പേരിൽ. അപ്പൊ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ആർക്കാ മക്കളെ? ഇലക്ട്രോണിനാണ്. കാരണം ഏറ്റവും കുറവ് മാസ് ഉള്ളവനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉണ്ടാകാം. അത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആണ്. സോ 2ാം സ്ഥാനത്ത് ഹൈഡ്രജൻ ആണ്. അതിനേക്കാൾ കൂടുതൽ മാസ് ആർക്കുണ്ട്? ലിത്തിയത്തിനുണ്ട്. അപ്പൊ അതിനേക്കാൾ കുറവായിരിക്കും ലിത്തിയത്തിന്റെ വേവ് ലെങ്ത്. ഏറ്റവും കൂടുതൽ മാസ് സോഡിയത്തിനാണ്, സോഡിയം ആറ്റത്തിനാണ്. സോ മക്കളെ നോക്കൂ, സോഡിയം ആറ്റത്തിനാണ്. സോ സോഡിയത്തിനായിരിക്കും ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉണ്ടാവുക. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു ആൻസറിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ? ഡൗട്ടുകളില്ലല്ലോ മക്കളെ? സി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The product of uncertainties in position and velocity of for an electron is. ഒരു ഇലക്ട്രോണിന്റെ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഇൻറ്റു അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി എത്രയാണെന്നാണ് നിങ്ങൾ കാണേണ്ടത്. അപ്പൊ നമുക്കറിയാം ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി എന്ന് പറയുന്നത് h/4π ആണെന്ന് അറിയാം. അതായത് അത് നോക്കാം നമുക്ക്. ഓക്കെ, അതിപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, അത് നോക്കാം നമുക്ക് കാണേണ്ടത് എന്താ? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു h/4π m ആണ്. ആൻഡ് ദാറ്റ് ഈസ് h/4π എമ്മിന്റെ വാല്യൂ മക്കളെ, h/4π എമ്മിന്റെ വാല്യൂ മക്കളെ ബൈഹാർട്ട് ചെയ്ത് വെക്കണം എന്ന് ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? അതങ്ങ് ബൈഹാർട്ട് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരില്ലായിരുന്നു. 5.8 ഇൻറ്റു 10⁻⁻5 കൊണ്ട് -5 എന്ന് എടുത്താൽ മതി. ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1 അത് ബൈഹാർട്ട് ചെയ്ത് വെച്ചോട്ടാ. അപ്പൊ കാൽക്കുലേഷൻ ഒഴിവാക്കാൻ പറ്റും, നമുക്ക് കാൽക്കുലേഷൻ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ മക്കളെ? പറഞ്ഞ കാര്യങ്ങൾ പക്കയാണല്ലോ? ഓക്കെ റെഡി. അടുത്ത ചോദ്യമാണ്. The wavelength associated with a golf ball weighing 200 gram moving at a speed of 5 meter per hour. മീറ്റർ പെർ അവർ ആണ്. അപ്പൊ തന്നിരിക്കുന്നത് ഗ്രാമിലുള്ള മാസ്, സ്പീഡ് അഥവാ വെലോസിറ്റി. കാണേണ്ടത് എന്താ? വേവ് ലെങ്ത് ലാംഡ. അപ്പൊ മക്കളെ ലാംഡ ഈസ് ഈക്വൽ ടു h/mv എന്നതല്ലാതെ വേറൊരു ഇക്വേഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. റെഡി അല്ലേ? ആൻഡ് ദാറ്റ് ഇസ് h എത്രയാ മക്കളെ? h എന്ന് പറയുന്നത് 6.623 ആണ്. 6.6 ആയിട്ട് എടുത്തോ. ഇൻറ്റു 10⁻⁻34 ഡിവൈഡഡ് ബൈ മാസ് ഗ്രാമിലാണ്. അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം എന്നറിയാത്ത ഒരാളും ഈ ക്ലാസ് കേൾക്കുന്നില്ല. റെഡി അല്ലേ? ഓക്കെ. എടാ ഇലക്ട്രോണിന്റെ മാസാണ് ഫിദ ഫാത്തിമ മോളെ, ഇലക്ട്രോണിന്റെ മാസാണ് 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട, അല്ലാതെ തന്നെ നമുക്ക് ആ ആൻസർ എടുത്താൽ മതി. 5.8 എടുത്താൽ മതി കേട്ടോ. ഓക്കെ. ഇൻറ്റു മക്കളെ സ്പീഡ് എത്രയാണ്? 5 മീറ്റർ പെർ അവർ ആണ്. 5 മീറ്റർ പെർ അവർ ആണ് മക്കളെ. മീറ്റർ പെർ അവറിലാണ് നമ്മൾ എടുക്കേണ്ടത്, അല്ല നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലല്ലേ എടുക്കേണ്ടത് ആണ്. അപ്പൊ 5നെ നമ്മൾ എങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം? അപ്പൊ മക്കളെ നോക്കണേ, 5 മീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/60 ഇൻറ്റു 60 ചെയ്യണം. മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ കൺവേർഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. വേറൊരു രക്ഷയില്ല,
കാൽക്കുലേറ്റ് ചെയ്യണം മക്കളെ. എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? സിംപ്ലിഫൈ. ദിസ് ഈസ് ഈക്വൽ ടു 6.6 into 10 raised to minus 34. റെഡി അല്ലേ? ആണ്. ഡിവൈഡഡ് ബൈ 200 into എന്ന് പറഞ്ഞാൽ 2 into 10 raised to minus 1. അപ്പൊ 10 raised to minus 3, 10 raised to minus 1 ആകും. 2 0 പോകും. ഇൻറ്റു നിങ്ങൾ ആലോചിച്ച് നോക്കിയടാ, ആലോചിച്ച് നോക്കും മക്കളെ, എത്രയാണ് നിങ്ങൾക്ക് കിട്ടുക? എത്രയാണ് നിങ്ങൾക്ക് കിട്ടുക? നല്ലോണം ആലോചിച്ച് നോക്ക്. 60 into 60 by 5 എന്നല്ലേ വരിക മക്കളെ? യെസ്, 60 into 60 by 5. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യാം. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമാണ്. കാരണം നിങ്ങൾ നോക്കണേ, 2 60 പോയി കഴിഞ്ഞാൽ 30 വരും. റെഡി അല്ലേ? ആണ്. സോ ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തെടുത്താൽ അപ്രോക്സിമേറ്റ്ലി എത്രയാണ് നിങ്ങൾക്ക് ആൻസർ വരിക? 2376 into 10 to the power minus 33 എന്ന് വരും. കാരണം ഈ minus 34ഉം -1ഉം ക്യാൻസൽ ആകും. ഇത്രയാണ് വരിക. ആൻഡ് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി എത്ര വരിക? 2.376 into 10 to the power minus 30 വരും. കറക്റ്റ് അല്ലേ? അപ്പൊ -30യുടെ ഓർഡർ ഉണ്ടോ നോക്കുക. ഓപ്ഷൻ സി. അപ്പൊ ആൻസർ അല്ല വേണ്ടത്, 10ന്റെ പവർ മാത്രമേ നമുക്ക് വേണ്ടതുള്ളൂ മക്കളെ. ഓക്കെ അല്ലേ? റെഡി അല്ലേടാ മക്കളെ? ബുദ്ധിമുട്ടില്ലല്ലോ. അടുത്ത ചോദ്യമാണ് മക്കളെ. സി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം സി. ഓക്കെ. The mass of an electron is 9.11 into 10 raised to minus 31 kilogram. And Planck's constant as 6.626 into 10 raised to minus 34 ആണെങ്കിൽ uncertainty involved in the measurement of velocity within a distance of 0.1 angstrom s. Direct question ആണ്. So uncertainty principle in the mathematical expression എടുക്കുക. delta x into m delta v is equal to h by 4 pi എന്ന് എടുക്കണം. delta x എത്രയാണെന്ന് പറയുന്നുണ്ടോ? delta x എന്ന് പറയുന്നത് എത്രയാ മക്കളെ? delta x പറയുന്നുണ്ടോ? നിങ്ങൾ നോക്ക്. വിത്തിൻ എ ഡിസ്റ്റൻസ് ഓഫ് 0.1. ഓക്കെ, അപ്പൊ delta x 0.1 ആങ്സ്ട്രോം ആണ്. അത് മീറ്ററിലേക്ക് എടുക്കണമെങ്കിൽ 10 raised to minus 10 എടുക്കണം. അപ്പൊ delta x എന്ന് പറയുന്നത് 0.1 into 10 raised to minus 10 മീറ്റർ ആണ്. റെഡി ആണല്ലോ മക്കളെ? ഇൻറ്റു മാസ് എത്രയാ? ഇലക്ട്രോണിന്റെ അല്ലേ? അപ്പൊ 9.1 into 10 raised to minus 31 ആണ്. ഇൻറ്റു മെഷർമെന്റ് ഓഫ് വെലോസിറ്റി അല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? മെഷർമെന്റ് ഓഫ് വെലോസിറ്റി അല്ലേ കാണേണ്ടത്? സോ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ഡെൽറ്റ വി കാണണം. h by 4 pi എന്നതിന് പകരം നമുക്ക് 5.25 എന്നോ 5.28 എന്നോ എടുക്കാം മക്കളെ. ഇൻറ്റു 10 to the power minus 35. സിമ്പിൾ ആണ്. ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 5.28 into 10 raised to minus 35 divided by 0.1. മക്കളെ ഒന്ന് നോക്കണേടാ. 0.1 into 10 raised to minus 10 എന്ന് പറഞ്ഞാൽ 10 raised to minus 9 അല്ലേ? 10 raised to minus 1 into 10 raised to minus 11 അല്ലേടാ? ആണ്. അപ്പൊ 10 raised to minus 11 into 9.1 into 10 raised to minus 31. സിംപ്ലിഫിക്കേഷൻ ആണ്. സിംപ്ലിഫൈ ചെയ്തെടുക്കന്നെ വേണം, വേറൊരു രക്ഷയില്ല മക്കളെ. സോ 5.28ഉം 9.1ഉം ക്യാൻസൽ ആയാൽ നിങ്ങൾക്ക് ഏകദേശം 0.6 അല്ലെങ്കിൽ 0.57 കിട്ടും. 0.57 into 10 raised to 7 എന്ന് കിട്ടും. കാരണം ഇവിടെ -35 -31 -11 31ഉം 11ഉം 42. അപ്പൊ 35 42 പോയാൽ 7 ബാക്കി വരും. സോ ദിസ് ഇസ് കറക്റ്റ് മക്കളെ. ദാറ്റ് ഈസ് 5.7 into 10 raised to എത്ര വരും? 6 വരും. റെഡി ആണല്ലോ? 10 raised to 6 വരും. റെഡി മക്കളെ? സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഡൗട്ട് ഇല്ലല്ലോ നിങ്ങൾക്ക് അതിലല്ലേ? പറഞ്ഞ കാര്യങ്ങൾ പക്കയാണ് എന്ന് തന്നെയല്ലേ നിങ്ങൾ പറയുന്നത്? മുന്നോട്ട് പോകാൻ തന്നെയല്ലേ മക്കളെ നിങ്ങൾ പറയുന്ന? ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ ആർക്കും അതിൽ? ഓക്കെ. ആൻഡ് ഹിയർ ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഇതാ. നോക്കൂ, ദ കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഇസ് റെഡ്യൂസ് ടു ഹാഫ്. ഒരു പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി നിങ്ങൾ പകുതിയായി കുറച്ചപ്പോ അപ്പൊ കൈനറ്റിക് എനർജിക്ക് എന്താ സംഭവിച്ചത് മക്കളെ? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജിയുടെ പകുതിയായി. ഓക്കെ, റെഡി. ഡി ബ്രോളി വേവ് ലെങ്ത്തിന് എന്താ പറ്റിയേ? അപ്പൊ λ2 എന്താണ് പറ്റിയിട്ടുണ്ടാവുക? λ2 λ1 എത്ര ടൈംസ് ആണെന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ ഇലക്ട്രോൺ അല്ലേ? അപ്പൊ 5.8 എടുത്തൂടെ? അതൊരു സാധ്യതയാണ് മക്കളെ, അതൊരു സാധ്യതയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ എമ്മിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ കാൽക്കുലേഷൻ കുറച്ചുകൂടി എളുപ്പമാവും മക്കളെ. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാലോ. എങ്ങനെയാ? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു, ശരിയാണ് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാ, h by 4 pi m എന്നാവും. ദാറ്റ് ഈസ്
5.8 into 10⁻⁻5 എടുത്താൽ മതി. അപ്പൊ മക്കളെ ദാ ഈ കാൽക്കുലേഷൻ കുറച്ചുകൂടി ഈസി ആയിട്ട് ഇവിടുന്ന് കിട്ടുവേ. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ റെഡി. ഞാൻ പറഞ്ഞു വന്ന ചോദ്യം ഇതാ. അപ്പൊ നമുക്കറിയാം എന്ത് ലാംഡ ഈസ് ഈക്വൽ ടു പ്രൊപ്പോർഷണൽ ടു 1/√, ഓഫ് കൈനറ്റിക് എനർജി ആണ്. അതായത് കൈനറ്റിക് എനർജി 1 അല്ലെങ്കിൽ കൈനറ്റിക് എനർജി 1 കൈനറ്റിക് എനർജി 2 എന്ന് പറയുന്നത് λ2 സ്ക്വയർ λ1 സ്ക്വയർ ആയിരിക്കും. അറിയാമല്ലോ മക്കളെ, ഈ കണക്ഷൻ, ഈ റിലേഷൻഷിപ്പിലേക്ക് ഞാൻ വന്നത് എങ്ങനെയാണ് എന്നറിയാലോ നിങ്ങൾക്ക്. ആണ് ആദ്യത്തെ കൈനറ്റിക് എനർജി ഇ ആണെങ്കിൽ രണ്ടാമത്തെ കൈനറ്റിക് എനർജി E/2 അല്ലേ വരിക മക്കളെ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു λ2 സ്ക്വയർ λ1 സ്ക്വയർ. അതായത് λ2 സ്ക്വയർ λ1 സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ് എന്ന് കിട്ടും. കാരണം ഇയും ക്യാൻസൽ ആയാൽ 1/1/2 2 ആണ്. മക്കളെ നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് λ2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 into λ1 സ്ക്വയർ. അതായത് λ2 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2 into λ1 സ്ക്വയർ ആൻഡ് ദാറ്റ് ഇസ് √2 into λ1. കാരണം √2 ആണ് ഇവിടെ വരിക. λ1 സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് λ1 ആണ്. സോ മക്കളെ റൈറ്റ് ആൻസർ ഇസ് എത്ര വരിക? λ2 എന്ന് പറയുന്നത് √2 ടൈംസ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. √2 ടൈംസ് ചേഞ്ച് ചെയ്യും. ക്ലിയർ ആണോ? അപ്പൊ മക്കളെ നമ്മളിങ്ങനെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിന് തൊട്ട് മുമ്പുള്ള സംഗതിയിലേക്ക് വരെ എത്തി. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ പറഞ്ഞു, ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞു, അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചെയ്തു. നമ്മൾ പോകുമ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിലേക്കാണ്. അപ്പൊ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിൽ വളരെ സിമ്പിൾ ആയ കുറെ കാര്യങ്ങളാണ്. ഒന്ന് മക്കളെ ഓർബിറ്റൽ എന്ന കൺസെപ്റ്റ് എന്താ എന്നറിയാം. രണ്ട് ക്വാണ്ടം നമ്പേഴ്സ്, 4 ക്വാണ്ടം നമ്പേഴ്സും എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് വളരെ വ്യക്തമായി നിങ്ങൾ ഓർത്തു വെക്കണം. 4 ക്വാണ്ടം നമ്പേഴ്സും എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു? N, L, M, S. N സൂചിപ്പിക്കുന്നത് ഓർബിറ്റലിന്റെ സൈസ് ആണ്. L സൂചിപ്പിക്കുന്ന ഓർബിറ്റലിന്റെ ഷേപ്പ് ആണ്. M സൂചിപ്പിക്കുന്ന ഓർബിറ്റലിനെയാണ്. S സൂചിപ്പിക്കുന്ന ഇലക്ട്രോണിന്റെ സ്പിന്നിനെയാണ്. ഓർത്തു വെക്കണം. അത് കഴിഞ്ഞാൽ ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ് ആണ്. ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ് നിങ്ങൾക്ക് അറിയണം. അതുപോലെ തന്നെ നോഡ്സ് കാണാൻ അറിയണം മക്കളെ. അതായത് റേഡിയൽ നോഡുകൾ കാണാനും അറിയണം, ആംഗുലാർ നോഡുകൾ കാണാനും അറിയണം. റേഡിയൽ നോഡ് n-l-1 ആണെന്നും ആംഗുലാർ നോഡ് L ആണെന്നും അറിയണം. ദെൻ പിന്നെ നമുക്ക് വേണ്ടത് എന്താ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ്. അതറിയാത്ത ആരും ഈ ക്ലാസ്സിൽ ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ്. അപ്പൊ ഇത്രയും സംഗതികളാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ സാർ, 2 പകരം 5 വന്നാൽ 5 ഓർ മോർ വന്നാൽ പവർ എന്തെടുക്കും? അതെനിക്ക് മനസ്സിലായില്ല. വേവ് ഫംഗ്ഷൻ ഒന്നും പറയേണ്ട കാര്യമില്ല മെഡിക്കോ കേട്ടോ. ഓക്കെ സാർ, 2 പകരം 5 വന്നാൽ എന്തെടുക്കും? 2 പകരം 5 വന്നാൽ എന്തെടുക്കും? എനിക്ക് മനസ്സിലായില്ല. 2 പകരം എവിടെ 5 വന്നാലാ? എനിക്കത് മനസ്സിലായില്ല. എവിടെയാണ് എന്നുള്ളത് വ്യക്തമായി പറഞ്ഞാൽ ഞാൻ പറയാം മക്കളെ. അപ്പൊ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിലെ ചോദ്യങ്ങൾ എങ്ങനെയാ വരിക നോക്കൂ. The difference in values of orbital angular momentum of 3d and 2p electron. അപ്പൊ മക്കളെ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം നമ്മൾ എങ്ങനെയാ കാണുക? ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് NH/2π ആണ് എന്ന് എല്ലാവർക്കും അറിയാം. ശരിയല്ലേ? NH/2π ആണ്. ഓക്കെ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ നമുക്ക് പറയാം എന്ത്? ഇനി നമുക്ക് അസീമുത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ വെച്ചുകൊണ്ട് അത് ചെയ്യാം. അസീമുത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്ക്വയർ റൂട്ട് ഓഫ് L into L+1 into H/2π. റെഡി? ക്ലിയർ? ഓക്കെ അല്ലേ? യെസ്. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതല്ലേടാ മക്കളെ? ഓർഡർ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ. അതെനിക്ക് അങ്ങോട്ട് നിങ്ങൾ ഏത് ക്വസ്റ്റ്യന്റെ കാര്യമാണ് പറയുന്നത് എന്നെനിക്ക്. ഓക്കെ ഇത് എടാ 5 പകരം 2 വന്നു കഴിഞ്ഞാൽ 2/60 into 60 എടുക്കും നമ്മള്. എന്താ കുഴപ്പം? അത് ഓക്കെ അല്ലേ? അവിടെ എന്താ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ പോലെ? ഓക്കെ മക്കളത് ഓക്കെ ആണോ? റെഡി ആണോ നിങ്ങൾക്കത്? ഡൗട്ട് ഉണ്ടോ? മുന്നോട്ട് പോയിക്കൂടെ എനിക്ക്? അത് ഫിസിക്സിലുണ്ട്. ഓക്കെ റെഡി. അത് കുഴപ്പമില്ല. അത് എവിടെ വന്നാലും കുഴപ്പമില്ല. നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ
ചെയ്താൽ മതി. അത് എവിടെ വരുന്നു എന്നുള്ളൊരു പ്രശ്നമേ ആക്കണ്ട നിങ്ങൾ കേട്ടോ. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് വരാം. സ്ക്വയർ റൂട്ട് ഓഫ് L × L + 1 × h/2π ആണല്ലോ. ആണ് മക്കളെ. നിങ്ങൾ നോക്കിയടാ, എന്താ ആൻസർ വരിക? 3D ഉണ്ട്, 2p ഉണ്ട്. ഓക്കെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലുണ്ട്. ഓക്കെ, 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D സബ്ഷെൽ അല്ലേ, L = 2. 2p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L = എത്രയാ? 1. റെഡി അല്ലേ? സോ സ്ക്വയർ റൂട്ട് ഓഫ് 2 × 2 + 1 × h/2π and square root of 1 × 1 + 1 × h/2π. എത്ര വരൂടാ? സ്ക്വയർ റൂട്ട് ഓഫ് 2 × 3 6 h/2π എന്ന് വരും. ആൻഡ് ഇവിടെ എന്താ വരിക? സ്ക്വയർ റൂട്ട് ഓഫ് 2 h/2π എന്ന് വരും. റെഡിയാണോ? ഓക്കെ ആണോ മക്കളെ? അപ്പൊ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര വരിക? ആലോചിച്ച് നോക്കൂ. യൂണിറ്റ്സ് മെഷർമെന്റ്സിലുണ്ട്. ഓക്കെ, 10 ആക്കി എടുത്താൽ മതിയോ? ഓക്കെ റെഡി. വിഷ്ണുനാരായണ ഓക്കെ ആണ്, റെഡിയാണ്. യെസ് മക്കളെ, ഇതെന്താ വരിക? റൂട്ട് 6 - 2 h/2π അല്ലേ വരുന്നേ. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ എത്ര വരിക മക്കളെ? റൂട്ട് 4 × h/2π അല്ലേ വരുന്നേ. ദാറ്റ് ഈസ് 2 × h/2πയോ? അങ്ങനെ വരൂലല്ലോടാ. n എടുത്ത് ഓക്കെ. ഇവിടെ ഒരു വേറെ പ്രശ്നമുണ്ട് മക്കളെ. 3D and 2p ഷെല്ല് ഡിഫറെന്റാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? nh/2π എടുത്താൽ മതി മക്കളെ. 3D and 2p അല്ലെ? n ഡിഫറെന്റ്. അപ്പൊ n-ന്റെ വാല്യൂ എടുക്കണം നമ്മൾ. ഒരേ n-ലാകുമ്പോഴാണ് L വാല്യൂ എടുക്കുക കേട്ടോ. ഓക്കെ, നോക്കണേ, n ഡിഫറെന്റാ. അപ്പൊ 3 × h/2π ഇവിടെ എന്താ വരിക? 2 × h/2π. വളരെ സിമ്പിളാ മക്കളെ. അപ്പൊ 3 × h/2π മൈനസ് 2 × h/2π ചെയ്താൽ തന്നെ ആൻസറിലേക്ക് വരും. നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. h/2π എന്നായിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, കാരണം ഡിഫറൻറ്റ് ഷെൽ അല്ലേ. അപ്പൊ n വാല്യൂ എടുത്താൽ മതി. അവിടെ n വാല്യൂ എടുത്താൽ മതി മക്കളെ. അടുത്ത ചോദ്യമാണ്. The subshell that arises after F subshell is called G subshell. അപ്പൊ F കഴിഞ്ഞ് വരുന്ന സബ്ഷെല്ലിനെ നമ്മൾ G subshell എന്ന് എടുക്കുകയാണെങ്കിൽ മക്കളെ, G subshell എന്ന് എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ശരിയായ കാര്യങ്ങൾ എന്താ? അപ്പൊ G എന്ന് പറയുമ്പോൾ L വാല്യൂ അസീമുത്തൽ കോണ്ടന്റ് നമ്പർ എത്രയാ വരിക? അസീമുത്തൽ കോണ്ടന്റ് നമ്പർ 4 ആ വരിക. കാരണം F-ന്റെ അസീമുത്തൽ കോണ്ടന്റ് നമ്പർ 3 ആയതുകൊണ്ട് G-ക്ക് 4 ആ വരിക. അപ്പൊ മക്കളെ, ഒരു സബ്ഷെല്ലിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 4l + 2 ആണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ 18 എന്ന് വരും. അതിലുള്ള ടോട്ടൽ ഓർബിറ്റലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2l + 1 ആണ്. അത് വെച്ച് നോക്കുമ്പോൾ 9 എന്ന് വരും. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ് മക്കളെ. നോക്കൂ, ഇറ്റ് കറസ്പോണ്ട്സ് ടു L = 4 ആണല്ലോ. ആൻഡ് 5th എനർജി ലെവൽ. അതെ, കാരണം L = 4 വരണം എന്നുണ്ടെങ്കിൽ മക്കളെ n വാല്യൂ എന്തായിരിക്കണം? മിനിമം 5 ആയിരിക്കണ്ടേ. കാരണം L എന്ന് പറയുന്നത് 0 മുതൽ n-1 വരെയല്ലേ വരാൻ പറ്റുക. അപ്പൊ n-1 4 ആയതുകൊണ്ടല്ലേ L വാല്യൂ 4 ആയത് ആണ്. അപ്പൊ അതും ശരിയാണ് മക്കളെ. G ഓർബിറ്റൽ ക്യാൻ ഹാവ് മാക്സിമം 2 ഇലക്ട്രോൺ. ഏത് ഓർബിറ്റൽ ആണെങ്കിലും 2 ഇലക്ട്രോൺ മാത്രമേ പറ്റുള്ളൂ മാക്സിമം. അത് പോളിയുടെ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആണ്. ദാറ്റ് മീൻസ് ഓൾ ദി സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് മക്കളെ. സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കണേ, ക്ലോറിൻ എന്ന് പറയുന്ന ആറ്റത്തിലെ 13ാമത്തെ ഇലക്ട്രോണിന്റെ ക്വാണ്ടം നമ്പേഴ്സ് ഇതാണെങ്കിൽ അതിലെ 17ാമത്തെ ഇലക്ട്രോണിന്റെ ക്വാണ്ടം നമ്പർ എന്താണെന്നാണ് ചോദ്യം. ക്ലോറിന്റെ. അപ്പൊ നിങ്ങൾ നോക്കൂ, ക്ലോറിൻ അറ്റോമിക് നമ്പർ 17, 1s2 2s2 2p6 3s2 3p5 എന്നാണ് വരിക മക്കളെ. 13 മുതൽ 17 വരെയുള്ള, നിങ്ങൾ നോക്കണേ, 12 വരെയുള്ള ഇലക്ട്രോൺസ് ആണ് 3s വരെ പോകുക. 12 ഇലക്ട്രോൺസ്. ഇപ്പൊ 13 മുതൽ 17 വരെയുള്ള ഇലക്ട്രോൺസ് 3p-യിലുണ്ടാവുക. 3p-യിലാണ്. ഇതാണ് 3p എങ്കിൽ മക്കളെ 1 2 3 4 5 ഇങ്ങനെയാണ് വരിക. ഇനി എന്താ പറയുന്നേ? 13ാമത്തെ ഇലക്ട്രോണിന്റെ, അതായത് ഈ ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിന്റെ n വാല്യൂ 3 ആണ്. കാരണം 3p ആണല്ലോ വരുന്നത്, 3 ആണ്.
എൽ വാല്യൂ 1 പി ആയതുകൊണ്ട് 1 ആണ്, എം വാല്യൂ 0 ആണ്. അപ്പൊ സ്പിൻ കോണ്ടന്റ് നമ്പർ +12 ആണ്. ഇതാണ് നമ്മുടെ കച്ചിത്തുരുമ്പ്. ഇത് എം വാല്യൂ ആണ്. കാരണം പി എന്ന് പറയുന്ന സബ്ഷെല്ലിന് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിന് കൊടുക്കാവുന്ന വാല്യൂ -1 0 +1 ആണ്. അപ്പൊ ആൾറെഡി -1 0 എന്ന് പറയുന്നത് ഈ പറയുന്ന 13ാമത്തെ ഇലക്ട്രോണിന് പോയിട്ടുണ്ട്. നമ്മളോട് ചോദിച്ച 17ാമത്തെ ഇലക്ട്രോണിന്റെ കാര്യമാണ്. അപ്പൊ അതിൽ n = 3 ആണെന്നും l = 1 ആണെന്നും നമുക്കറിയാം. ഡൗട്ട് വരെ എമ്മിന്റെ വാല്യൂ. ഇനി ഏതൊക്കെ വാല്യൂ ബാക്കിയുള്ളത്? -1ഉം +1 ബാക്കിയുള്ളത്. അപ്പൊ ഒന്നെങ്കിൽ -1 ആകാം അല്ലെങ്കിൽ +1 ആകാം. സ്പിൻ എത്രയാ? ഒന്നെങ്കിൽ +12 അല്ലെങ്കിൽ -12. മക്കളെ ഇത് നോക്കിയിട്ടാണ് ആൻസർ തീരുമാനിക്കുക. സോ ദ റൈറ്റ് ആൻസർ ഇസ് 3 1. എമ്മിന്റെ വാല്യൂ -1 +1 കിട്ടുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 4. സോ ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ. മക്കളെ ഓപ്ഷൻ 2 അല്ല ആൻസർ വരിക. ഓപ്ഷൻ 2 ആൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 13ാമത്തെ ഇലക്ട്രോണിന്റെ സെറ്റ് ആണിത്. അപ്പൊ 17ാമത്തെ ഇലക്ട്രോണിന്റെ സെറ്റ് ചെയ്തെന്ന ചോദ്യം മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോ മക്കളെ? വളരെ സിമ്പിൾ ആണിത്. നോക്കൂ, എടാ 13 മുതൽ 17 വരെ ഇലക്ട്രോൺ എവിടെയാ കിടക്കുക? 3p കിടക്കുക. അപ്പൊ അതിലെ ആദ്യത്തെ 3p ഇത്, രണ്ടാമത്തെ 3p ഇത്, മൂന്നാമത്തെ 3p ഇത്. റെഡി അല്ലേ? ആണ്. ഇതിലാണ് 13ാമത്തെ ഇലക്ട്രോൺ കിടക്കുന്നത്. അപ്പൊ അതിന്റെ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ വാല്യൂ 0 ആണെന്ന് പറയുന്നുണ്ട്. 3pക്ക് അല്ലെങ്കിൽ പിക്ക് 3 മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ പോസിബിൾ ആക്കുക. -1ഉം 0ഉം +1ഉം. അപ്പൊ 0 ഓൾറെഡി ഇവിടെ പോയി. അപ്പൊ ഇനി 17ാമത്തെ ഇലക്ട്രോണിന് n വാല്യൂ സെയിം ആണ്, l വാല്യൂ സെയിം ആണ്, m വാല്യൂ മാത്രമേ മാറുള്ളൂ. അതിന് ഇനി 2 സാധ്യതയുള്ളേ. എന്തായാലും 0 ആകില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അത് ആൾറെഡി കഴിഞ്ഞല്ലോ. -1ഉം +1 ആ സാധ്യതയുള്ളേ. അപ്പൊ മൂന്നാമത്തെ വാല്യൂ -1 എന്നോ +1 എന്നോ വരുന്ന വേറെ എന്താ ഉള്ളേ നോക്കുക. സോ ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ. ട്രിക്കി ആയ ക്വസ്റ്റ്യൻ അത്, പക്ഷെ നല്ല ചോദ്യം അത്. എല്ലാവർക്കും ക്ലിയർ ആയോ? അത് കുറെ ആളുകൾ അത് ഒന്നുകൂടി പറയുമെന്ന് ചോദിക്കുന്നുണ്ട്. ക്ലിയർ ആണോ മക്കളെ നിങ്ങൾക്കത്? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തെന്നുള്ളത്? എടാ പിയുടെ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ -1ഉം 0ഉം +1ഉം ആണ് അല്ലേ? ആണ്. അതിൽ 13ാമത്തെ ഇലക്ട്രോണിന് ആൾറെഡി 0 കൊടുത്തു എന്ന് വെച്ചാൽ ഈ ഓർബിറ്റലിന് ആൾറെഡി 0 കൊടുത്തു. അപ്പൊ ഇതിന് ഇനി 2 സാധ്യതയുള്ളേ. ഒന്നുകിൽ -1 അല്ലെങ്കിൽ +1. അപ്പൊ സ്പിൻ കോണ്ടന്റ് നമ്പർ -1ഓ +1ഓ വരുന്ന ഒരേ ഒരു സെറ്റേ ഉള്ളൂ, ഓപ്ഷൻ 4. റെഡി ആണോ? കാരണം ബാക്കിയുള്ളതെല്ലാം 13ാമത്തെ ഇലക്ട്രോണിന്റെ റെപ്പിറ്റേഷനാ വരിക. അല്ലെങ്കിൽ മാറിയിട്ട് സ്പിൻ കോണ്ടന്റ് നമ്പർ വേണമെങ്കിൽ മാറാം, -1 ആവാം. ഇപ്പൊ ക്ലിയർ ആയോ എല്ലാവർക്കും? എടാ -1ഉം +1ഉം ഒരുമിച്ച് വരില്ല. ഇവിടെ +1 മാത്രമല്ലേ വന്നുള്ളൂ. ഏതെങ്കിലും ഒന്നുണ്ടോ നോക്കിയാൽ മതി. അതായത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 3 വരണം, അസീമുത്തലെ 1 വരണം. അപ്പൊ നോക്കൂ, ഇതും സാധ്യതയാണ്, ഇതും സാധ്യതയാണ്. പക്ഷെ ഈ സെറ്റ് ആൾറെഡി പറഞ്ഞല്ലോ 13ാമത്തെ ഇലക്ട്രോണിനാണെന്ന്. അപ്പൊ അത് 17 വരൂലല്ലോ. സോ ഇതാണ് ആൻസർ. അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ് മക്കളെ. റെഡിയാണ്? നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് ഇല്ല. മക്കളെ അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത ചോദ്യം, സി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When 4f level is completely filled with electrons, the next electron will enter into a subshell whose n+l value is. മക്കളെടാ 4f എന്ന് പറയുന്നവന്റെ n+l വാല്യൂ എത്രയാ? n+l വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. 4 + 3 ആ വരിക, 7 ആണ്. 7 വരുന്ന വേറെ ആരൊക്കെയുണ്ട്? 4f ഉണ്ട്, 5d ഉണ്ട്, 6p ഉണ്ട്, 7s ഉണ്ട്. ആണല്ലോ. ഇത്രയും ആളുകളുടെ n+l വാല്യൂ 7 ആണ്. സംശയമുള്ളവർക്ക് ചെയ്തു നോക്കാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ മക്കളെ? യെസ്, റെഡിയാണ്. ഓർത്ത് വെക്കണേ, n+l വാല്യൂ 7 ആണ്. അപ്പൊ ഇനി ചോദ്യം 4f ഫില്ലായാൽ പിന്നെ ഏത് n+l വാല്യൂയിലേക്കാ പോവുക? മക്കളെ 4f ഫില്ലായാണ് 5dയിലേക്ക് പോകുക, അത് ഫില്ലായ 6pയിലേക്ക്, അത് ഫില്ലായ 7sലേക്ക്. കാരണം എല്ലാവർക്കും ഒരേ n+l വാല്യൂ ആണ്. അപ്പൊ ഫില്ല് ചെയ്യേണ്ടത് n വാല്യൂവിന്റെ ഓർഡറിലാണ്. അപ്പൊ ആദ്യം ലോവസ്റ്റ് n വാല്യൂ, പിന്നെ കുറച്ചുകൂടി ഹയസ്റ്റിലേക്ക്, പിന്നെ കുറച്ചുകൂടി ഹയസ്റ്റിലേക്ക്, പിന്നെ ഹയസ്റ്റിലേക്ക്. അപ്പൊ ഇനിയും പോവുക 7 ഫോർ n+l വാല്യൂ 7 ഉള്ളതിലേക്ക് തന്നെയാണ് പോവുക. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആകുന്നുണ്ടോ മക്കളെ? നിങ്ങൾക്കത് ഡൗട്ട് ഇല്ല എന്ന് തന്നെയല്ലേ ഞാൻ മനസ്സിലാക്കണ്ടേ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? മുന്നോട്ട് പോകാലോ മക്കളെ. അടുത്ത ചോദ്യമാണ്, ശ്രദ്ധിക്കണേ. അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത ചോദ്യം. Which of the following pair of orbitals possesses 2 nodal planes? 2 നോഡൽ പ്ലെയിൻ വരുന്ന ഏതിലൊക്കെയാണ് മക്കളെ? 2 നോഡൽ പ്ലെയിൻ വരണം എന്നുണ്ടെങ്കിൽ അത് ഡി ഓർബിറ്റൽസ് ആയിരിക്കണം എന്ന് മനസ്സിലാക്കണം നിങ്ങൾ ആദ്യമേ. ഡി ഓർബിറ്റൽസിലാണ് 2 നോഡൽ പ്ലെയിനുകൾ വരിക. അപ്പൊ 2 ഓപ്ഷനിലും ഡി ഓർബിറ്റൽ വരുന്ന 2ഉം ഉണ്ട്. നോക്കൂ, ഇതല്ല എന്ന് മനസ്സിലായി. കാരണം പെയറിൽ ഒരെണ്ണം, ഇതിൽ ഒരെണ്ണം പിയും ഒരെണ്ണം ഡിയും, ഇതിലും ഒരെണ്ണം പിയും ഒരെണ്ണം ഡിയും. അപ്പൊ 2ഉം ഡി വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഡി സെഡ് സ്ക്വയറിന്റെ പ്രത്യേകത അതിൽ നോഡൽ പ്ലെയിൻ അല്ല എന്നും നോഡൽ കോൺ ആണ് വരിക എന്നും ഞാൻ തന്നെയാണ് നിങ്ങളെ പഠിപ്പിച്ചത്. നോഡൽ കോൺ ആണ് വരിക. അപ്പൊ ഇതല്ല എന്നുള്ള കാര്യം ഉറപ്പാ. സോ ദ റൈറ്റ് ആൻസർ ഇസ് 3. കാരണം ഡി എക്സസിന്റെ നോഡൽ പ്ലെയിനുകൾ എന്ന് പറയുന്നത് XY പ്ലെയിനും
അതുപോലെ ZY പ്ലെയിനും ആയിരിക്കും. DX² - Y²ൻ്റെത് XZ പ്ലെയിനും YZ പ്ലെയിനും ആയിരിക്കും. നിങ്ങൾക്ക് അറിയാം അത് എങ്ങനെയാ കാണാന്നുള്ളത്. കാരണം ഇതിലില്ലാത്ത ലെറ്റർ ഏതാ നോക്കുക, അതിന്റെ കൂടെ രണ്ടുപേരെയും ചേർത്താൽ 2 പ്ലെയിൻ കിട്ടും. ഇവിടെയും അതെ, ഇതിലില്ലാത്ത Z ആണ്, Z-ന്റെ കൂടെ ഉള്ളവരെ ചേർത്താൽ 2 പ്ലെയിൻ കിട്ടും. സിമ്പിൾ അല്ലേ മക്കളെ? റെഡി ആണല്ലോ, ഡൗട്ടുകളില്ലല്ലോ. അടുത്ത ചോദ്യം, ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഇൻ Dx² - Y² ഓർബിറ്റൽ ഇസ്. അപ്പൊ Dx² - Y² എന്ന് പറയുന്നതിൽ X ആക്സിസും Y ആക്സിസും ഉണ്ട്. അവിടെ ഈ പറയുന്ന ലോബുകൾ കിടക്കുക Xലും Yയിലൂടെയാണ്. അപ്പൊ മക്കളെ, ഈ ലോബുകളിലല്ലേടാ ഇലക്ട്രോണിനെ കാണാൻ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉണ്ടാകുക. ആ ലോബുകൾ കിടക്കുന്നത് X ആക്സിസിലൂടെയും Y ആക്സിസിലൂടെ ആണെങ്കിൽ both 1 and 2 എന്നുള്ളതല്ലേ ആൻസർ വരിക. both 1 and 2 എന്നുള്ളതല്ലേ ആൻസർ വരിക. ആൻഡ് ദിസ് ഈസ് യുവർ, നമ്മൾ നമ്മുടെ അവസാന ചോദ്യത്തിലേക്ക് പോകുന്നു മക്കളെ. ഈ സെഷനിലെ അവസാന ചോദ്യത്തിലേക്ക് പോകുന്നു മക്കളെ. ശ്രദ്ധിക്കുക നിങ്ങൾ. എന്താ ചോദ്യം? 4f ഓർബിറ്റലിലെ ടോട്ടൽ നോഡുകളുടെ എണ്ണം എത്രയാണ്? പ്ലാനാർ നോഡുകളുടെ എണ്ണം എത്രയാണ്? റേഡിയൽ നോഡുകളുടെ എണ്ണം എത്രയാണ്? അപ്പൊ നിങ്ങൾ നോക്കണേ, അവസാന ചോദ്യമാണ്. ശ്രദ്ധിക്കാം, നോക്കൂ മക്കളെ. നമ്മൾ ടോട്ടൽ നോഡുകൾ എങ്ങനെയാ കാണാം? ടോട്ടൽ നോഡുകൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, റേഡിയൽ നോഡ് കാണാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആംഗുലർ കാണാം, പിന്നെ നമുക്ക് ടോട്ടൽ കാണാം. റെഡി അല്ലേ? റേഡിയൽ എന്ന് പറയുന്നത് n - L - 1, 4f അല്ലേ? n 4 ആണ്. എഫ് ഓർബിറ്റലിന് എഫ് സബ്ഷെല്ലിന് L വാല്യൂ 3 ആണ്, -1. അപ്പൊ 0 വരും. റേഡിയൽ നോഡ് 0. ആംഗുലാർ നോഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് L വാല്യൂ ആണ്. സോ ഇറ്റ് ഇസ് 3 അല്ലേ മക്കളെ വരിക? 3 ആണ് വരിക. ടോട്ടൽ നോഡ് അപ്പൊ എത്രയാണ് വരിക? അതും 3 ആ വരിക, കാരണം 3 + 0 ആണല്ലോ. അപ്പൊ മക്കളെ നിങ്ങൾക്ക് ടോട്ടൽ 3 ആണ്, ആംഗുലാർ 3 ആണ്, റേഡിയൽ 0 ആണ്. സോ 3 3 0 2 ഈസ് റൈറ്റ് ആൻസർ. 2 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ ആണോ? റെഡി ആണോ മക്കളെ? ഡൗട്ടുകളില്ലാതെ നിങ്ങൾക്ക് ആ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയും പക്കേ അല്ലേ പറഞ്ഞ കാര്യങ്ങളെല്ലാം? ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സ്ട്രക്ചർ ഓഫ് ദി ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓർത്തു വെക്കേണ്ടത്. അപ്പൊ നമ്മൾ ആ ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കുകളും ഭംഗിയായി നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് സുവോളജി എടുക്കാൻ, സുവോളജിയുടെ മറ്റൊരു ഗംഭീരമായിട്ടുള്ള പാഠവുമായി നമ്മുടെ അനൂപ് സാർ വെയിറ്റിംഗിലാണ്. ഓക്കെ. സോ മക്കളെ, താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഗംഭീരമായിട്ട് പരീക്ഷ എഴുതുക, ടെൻഷൻ ഫ്രീ ആയിട്ട് പരീക്ഷ എഴുതുക. ടെൻഷൻ അടിക്കരുത് നിങ്ങൾ. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ചോദ്യ പേപ്പറിൽ വരികയുള്ളൂ എന്ന വിശ്വാസത്തിൽ പോയി പരീക്ഷ എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഗുഡ് നൈറ്റ് അനൂപ് സാറേ. ഓക്കെ. Okay. Hi students, good evening everyone. Good evening all. Yeah, hi. ഒരു ചെറിയൊരു അറേഞ്ച്മെന്റ് നടത്തുകയാണ്. ഇപ്പൊ ശരിയാക്കി തരാം. ഓക്കെ, ചെറിയൊരു ചെറിയ ഹായ്. അഭിഷേക്, ജ്യോതിക, നന്ദന, ആദിത്യ, രാജീവ്, ശ്രീലക്ഷ്മി, യെസ്, ബെനീറ്റ, ഗോപിക, യെസ്, ദേവനന്ദന, അൽഫിയ, ഫാത്തിമത്തു, ഗൗരി, അശ്വതി, ഗീത, കെ, ഗുഡ് ഈവനിങ്.
Okay, right. So everyone, I guess നമ്മളുടെ സ്ലൈഡ്സ് കയറി വന്നിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. ഇപ്പൊ സുരേഷ് സാറിന്റെ കെമിസ്ട്രി നമ്മളിപ്പോ ഒന്ന് കവർ ചെയ്തു. സോ ഒബ്വിയസ്ലി കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മളെ ബയോളജിക്കാരന് വളരെ ഇഷ്ട സബ്ജക്റ്റും കൂടിയാണ് കെമിസ്ട്രി. കാരണം കെമിസ്ട്രിയും ബയോ കൂടെ എപ്പോഴും കണക്ട് ചെയ്താണ് നമ്മൾ സാധാരണ രീതിയിൽ പഠിച്ച് കയറാറുള്ളത്. അതുകൊണ്ട് തന്നെ ബയോളജിക്കാരെ സംബന്ധിച്ചിടത്തോളം, നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം ഒരു കെമിസ്ട്രി ക്ലാസ് എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ ഒരു ബാക്കപ്പ് തന്നെയാണ് അല്ലേ? റൈറ്റ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ടുഡേ സെഷൻ. നമ്മളുടെ ഇന്നത്തെ സെഷനിലോട്ട് നമുക്കൊന്ന് കയറാം. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ഓക്കെ, ഇവിടെ എന്താ നമ്പർ ഓഫ് ഓർബിറ്റൽസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഞാനും ഓർബിറ്റൽസുമായിട്ട് ബന്ധമൊന്നുമില്ല. ഓക്കെ, നമുക്ക് നേരെ ഇനി സുവോളജിയിലോട്ട് കയറി വരാം. ഓക്കെ, അപ്പൊ നമ്മൾ സുവോളജിലോട്ട് കയറുകയാണ്. സുവോളജിയിലെ കണ്ടന്റ് വൈസ് നമ്മുടെ അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ആസ് ഓൾവേസ് ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട്, നീറ്റ് പരീക്ഷയ്ക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തിയറി അറിയാനിട്ടല്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം, നിങ്ങൾക്ക് നല്ലപോലെ കാര്യങ്ങൾ അറിയാം. പലരും റിപ്പീറ്റേഴ്സും സൂപ്പർ റിപ്പീറ്റേഴ്സും ഒക്കെയാണ്. സോ നമുക്ക് വേണ്ടത് എന്ത് തന്നെയാണ്? ചോദ്യങ്ങളാണ് അല്ലെ? ചോദ്യങ്ങൾ എങ്ങനെ അസസ് ചെയ്യാം, ചോദ്യങ്ങളെ എങ്ങനെ ടാക്കിൾ ചെയ്യാം, അതേപോലെ തന്നെ ചോദ്യങ്ങളെ നമുക്ക് എങ്ങനെയല്ല നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, ഏതെല്ലാം ചോദ്യങ്ങൾ വരും എന്നുള്ളൊരു പ്രഡിക്ഷൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു മേഖലയിൽ കാണാനായിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ചാപ്റ്ററിലോട്ട് കയറുകയാണ്. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. ഒരു ഷോർട്ട് മൈൻഡ് മാപ്പ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ആദ്യം ഈ ഒരു ചാപ്റ്ററിന്റെ. സോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെ തന്നെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം നിങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ? ഓക്കെ, ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പോയിരിക്കുന്ന കണ്ടന്റ് അതെങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പോയിരിക്കുന്ന ഒരു ഇൻട്രോ ഉണ്ട്. അതിനുശേഷം നമ്മൾ പറയുന്നുണ്ട് റെസ്പിറേറ്ററി ഓർഗൻസിനെ കുറിച്ച് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് അല്ലെ? അതിനുശേഷം പിന്നെ നമ്മൾ എന്താ പറയുന്നത്, അതിനുശേഷം നമ്മൾ പറയുന്നു റെസ്പിറേറ്ററി ആ ഒരു മെക്കാനിസം ഓഫ് റെസ്പിറേഷൻ പറയുന്നു, ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് ആണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. പിന്നീട് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസുകൾ പറയുന്നു. അതിനുശേഷം റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ പറയുന്നു. പിന്നീട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഡിസോർഡേഴ്സ് അസോസിയേറ്റഡ് വിത്ത് റെസ്പിറേഷൻ. റൈറ്റ്. ഓക്കെ, ആൻഡ് ഒബ്വിയസ്ലി സുവോളജിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമ്മൾ നോക്കിയാൽ കീ ആണ് നമ്മളുടെ ശരിക്കും ഓരോ വിദ്യാർത്ഥിയുടെയും ഏറ്റവും വലിയ പവേഴ്സിൽ ഒന്ന് തന്നെയാണ് സുവോളജി എന്ന് പറയുന്നത്. കാരണം മാർക്ക് അത്ര എളുപ്പം തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിന്ന് വളരെ രസകരമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് സ്ലൈഡ്സ് തന്നെ തയ്യാറാക്കിയിരുന്നത്. നോക്കിക്കേ, എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നോക്കുന്ന ക്വസ്റ്റ്യൻസ് ഇപ്രകാരമൊക്കെ ആയിരിക്കും. ഒന്ന് NCERTയുടെ കണ്ടന്റ് വൈസ്, അത് NCERT ടെക്സ്റ്റിലെ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പിടിച്ചെടുത്ത് ഓരോ ചോദ്യങ്ങളാക്കി മാറ്റുന്നുണ്ട്. അതാണ് ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചുമ്മാ ഒന്ന് ഓടിപ്പോവാനായിട്ട്, ദെൻ ദ മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ്, ദെൻ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ, ദെൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ, ട്രൂ ഓർ ഫാൾസ് സെഗ്മെന്റ് ക്വസ്റ്റ്യൻസ്, ദെൻ അവർ ഡയറക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ആൻഡ് ഫൈനലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങളെ വലിച്ചു കീറാം. ഞാൻ നിങ്ങളുടെ കമന്റ് കണ്ടു സാറേ, നമുക്ക് വലിച്ചു കീറണം, വലിച്ചിങ്ങ് കീറി എടുക്കണം അല്ലെ? ഒരൊറ്റ പോലും മിച്ചം വെക്കാൻ പാടില്ല. ബിക്കോസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് കീറിയെടുക്കാനുള്ളതാണ്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് പോകാം. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കണ്ടന്റ് വൈസ് അനാലിസിസ് ആണ്. ആസ് ഇറ്റ് ഈസ് സെഡ്, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. കാരണം എന്തുകൊണ്ടാണ്? ചന്തുവിന്റെ കൂടെ സൈലം ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കണ്ടന്റ് നമ്മൾ തോറ്റുപോകത്തില്ല. NCERT ടെക്സ്റ്റിലെ കണ്ടന്റ് വൈസ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ പുറകെ നമ്മളൊന്ന് പോവുകയാണ്. ഓക്കെ, റൈറ്റ്. സോ നമ്മൾ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നു. റെസ്പിറേറ്ററി ഓർഗൻസിൽ നിന്നുള്ള ചോദ്യമാണ് നമ്മൾ ആദ്യം പറയുന്നതായിട്ടുള്ളത്. നോക്കിയ പിള്ളേരെ, എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ. ചോദ്യം കണ്ടോ? എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ ഓവർ ദ ബോഡി സർഫസ് ഈസ് പ്രസന്റഡ് ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ വഴി നമ്മളുടെ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡും ബോഡി സർഫസിൽ കൂടെ അവര് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോഡി സർഫസിൽ കൂടെ റെസ്പയർ ചെയ്യുന്നത് ഏത് ജീവജാലമാണെന്നുള്ളതാണ് ഈ കൂട്ടത്തിൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്നതിന്റെ എക്സാമ്പിൾ മറ്റു പല ചാപ്റ്ററുകളിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? പ്രത്യേകിച്ച് അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ, നമ്മുടെ കോർ ചാപ്റ്റർ എന്ന് പറയുന്ന അനിമൽ കിങ്ഡത്തില് അനിമൽ ഫിസിയോളജിയുമായിട്ട് കണക്ട് ചെയ്താൽ 56 മാർക്ക് നമ്മുടെ കയ്യിലോട്ട് കൊണ്ടുതരുന്ന ഏരിയ. സോ നാച്ചുറലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ആൻസർ നമുക്ക് പറയാൻ ഈസിയാണ്. സിമ്പിൾ ബോഡി സർഫസിൽ കൂടെ ആരാണ് ചെയ്യുന്നത്? നിങ്ങളുടെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസിൽ കൃത്യമായിട്ട് കിടപ്പുണ്ടല്ലോ പിള്ളേരെ ഈ സ്റ്റേറ്റ്മെന്റ്. എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? ലോവർ ആയിട്ടുള്ള ഇൻവെർട്ടിബ്രേറ്റ്സ് അല്ലെ? NCERT കിടപ്പുണ്ട് ലോവർ ഇൻവെർട്ടിബ്രേറ്റ്സ്. ആരൊക്കെയാ? സ്പോഞ്ചുകൾ,
സീലൻഡ്രേറ്റുകൾ, അതേപോലെ തന്നെ ഫ്ലാറ്റ് വോംസ് തുടങ്ങിയവരാണ് എന്ത് ചെയ്യുന്നത്, ബോഡി സർഫസ് വഴി എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് നടത്തുന്നത്. സോ സ്ട്രെയിറ്റ് അവേ നമുക്ക് ഈ കൂട്ടത്തിൽ നിന്ന് ആളെ കണ്ടെത്താം അല്ലേ. ഫസ്റ്റ് വൺ ഫെറട്ടിമ ഇസ് കൺസിഡേർഡ് ടു ബി അനലിഡയാണ്. രണ്ടാമത്തെ ആളോ ബോംബിക്സ്, നമുക്ക് നേരെ അറിയാം ആർത്രോപോഡയാണ്. ഫൈസാലിയ ഈസ് കൺസിഡേർഡ് ടു ബി എ സീവർ, എന്താണ് നമ്മളുടെ സീലൻഡ്രേറ്റിൽ വരുന്നു. കുക്കുമേരിയ കൺസിഡേർഡ് ടു ബി ഇൻ എക്കിനോഡെർമേറ്റ. സോ സ്ട്രൈറ്റ് അവേ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനെ വലിച്ചു കീറിയെടുത്തു. ഗോയിങ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ കണ്ടന്റ് ഏതാണെന്ന് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ട, റെസ്പിറേറ്ററി ഓർഗൻസ്. കണ്ട, റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഭാഗമുണ്ട്. റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് അതിലെ ചോദ്യങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് കണ്ടന്റ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കണ്ട, A monoecious annelid that uses its moist cuticle for breathing is ചോദ്യമുണ്ട്. മൊണീഷ്യസ് അനലിഡിന്റെ കാര്യമാണ് എടുത്തു ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കണം. മൊണീഷ്യസ് അനലിഡിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് മൊണീഷ്യസ് ആയിട്ടുള്ള ആളുടെ പുറകെ തന്നെ നമ്മൾ ചിന്തിക്കണം അല്ലേ. ഓക്കെ റൈറ്റ്. ഒന്ന് ചിന്തിച്ച പിള്ളേരെ, ആദ്യത്തെ ആരാണ്? നീറീസ്. പറയുമ്പോഴേക്കും അനലിഡ് ആണ്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നീറീസ് ആരാണ്? നീറീസ് ഡയീഷ്യസ് ആണ്. ഫെറട്ടിമ എന്ന് പറയുന്നത് മൊണീഷ്യസ് ആണ്, അനലിഡ് പെടുന്നവനാണ്. പെരിപ്ലാനറ്റ പാറ്റ അല്ലേ. പാറ്റ എന്ന് പറയുന്നവൻ ആർത്രോസ് പ്ലസ് പോഡോസ് എന്ന് പറഞ്ഞാൽ ആരാ? ആർത്രോപോഡയിൽ പെടുന്നവനാണ്. ആൻഡ് നെക്സ്റ്റ് വൺ അനോഫിലസ് മൊസ്കിറ്റോ. ആരാണ്? നമ്മളുടെ സാക്ഷാൽ അസുഖം പരത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൊസ്കിറ്റോയിലുള്ളവരാണ് അനോഫിലസ് മൊസ്കിറ്റോ എന്ന് പറയുന്നത്. അതും ബിലോങ്സ് ടു ദ ആർത്രോപോഡയാണ്. സോ ഒബ്വിയസ്ലി നമ്മൾ ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തിയിരിക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം, animals that respire through lungs are. ലങ്സിൽ കൂടെ റെസ്പയർ ചെയ്യുന്നത് ഈ കൂട്ടത്തിൽ ആരൊക്കെയാണ്? അതും NCERT ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ചിൽ നല്ല വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ അതേ പോർഷൻസിൽ റെസ്പിറേറ്ററി ഓർഗൻസിൽ നേരിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. ലങ്സിൽ കൂടെ ബ്രീത്ത് ചെയ്യുന്ന ആരൊക്കെ ആയിരിക്കും? റാം അല്ലെ. റാം ആണ് ലങ്സിൽ കൂടെ ബ്രീത്ത് ചെയ്യുന്ന. ഒബ്വിയസ്ലി ദി ആൻസർ വിൽ ബി റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ്. റെപ്റ്റൈൽസ്, ഏവ്സ് ആൻഡ് മാമൽസ് അവരാണ് എന്ത് ചെയ്യുന്നത്? ബ്രീത്തിങ് ത്രൂ ദ ലങ്സ് എന്ന് പറയുന്നത്. ഓക്കെ റൈറ്റ്. അപ്പൊ ഈ കൂട്ടത്തിൽ ചില ആളുകളെയൊക്കെ നിങ്ങൾക്കറിയാം. മൊളസ്ക് ആണെങ്കിൽ ഗില്ലുണ്ട്, ഫ്രോഗ് ആണെങ്കിൽ അതിന്റെ മോയിസ്റ്റ് സ്കിൻ വഴി നമ്മൾ NCERTയിൽ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ചിൽ എടുത്തു പറയുന്നതാണ് അല്ലെ. ഫ്രോഗിന്റെ കേസിൽ മോയിസ്റ്റ് സ്കിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, മൊളസ്കിന്റെ കേസിൽ ഗിൽസ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ എടുത്തു പറയുന്നുണ്ട് അല്ലെ. വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഫ്രം ദ സെയിം റെസ്പിറേറ്ററി ഓർഗൻസ്. ക്ലാസ് ആംഫീബിയ ഹാസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആസ് ദ മെമ്പേഴ്സ് മെയ്ഡ് റെസ്പിറേഷൻ ബൈ. ആംഫീബിയ ക്ലാസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ മെമ്പേഴ്സ് റെസ്പിറേഷൻ എങ്ങനെയാണ് നടത്തുന്നത്? കണക്ടിങ് ചോദ്യമാണ്. കണക്ടിങ് ചോദ്യം എങ്ങോട്ടാ പോകേണ്ടത്? അനിമൽ കിങ്ഡത്തിലോട്ടൊന്ന് ഓടിച്ചാടി പോയിട്ട് തിരിച്ചു വന്നേ. അനിമൽ കിങ്ഡത്തിൽ ആംഫീബിയൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗത്തൊക്കെ നല്ല ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ആംഫീബിയൻ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയായിരിക്കും അവരുടെ ആ ഒരു റെസ്പിറേഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. യെസ് റൈറ്റ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് തന്നെയാണ്. ഗിൽസ് ഉണ്ട്, ലങ്സ് ഉണ്ട്, സ്കിൻ ഉണ്ട്, അതെല്ലാം വെച്ച് സാധിക്കുന്ന ആള് തന്നെയാണ് ആരെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളുടെ ആരാണ്? സാക്ഷാൽ ആംഫിബിയ ഫൈലത്തിലെ ആളുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ആരെയൊക്കെ കുറിച്ച് നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട്? ബുഫോ ആനിമൽ കിങ്ഡത്തിലെ നമ്മളുടെ ആംഫിബിയെ പെട്ടിരുന്ന ഒരാളായിരുന്നു അല്ലെ. റാന ഒന്ന് ഓർത്തെടുത്തോണം. ഇതിന്റെ ഇടയ്ക്ക് അതൊക്കെ പെട്ടെന്ന് ഓർത്തെടുക്കുക. നമ്മുടെ സ്വഭാവം അതല്ലേ, കീറുക എന്നുള്ളതല്ലേ. ഓക്കെ റൈറ്റ്. അടുത്തത് സലമാൻഡ്ര, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? പിന്നെ ലിംബലസ് ആംഫിബിയൻ എന്നൊരു ഓമന പേരിട്ട് വിളിക്കുന്നവൻ അവിടെ കിടപ്പുണ്ടല്ലോ. അതാരാണ്? മറ്റാരുമല്ല, ഇക്തിയോഫിസ് ആണ് അല്ലെ. അപ്പോൾ അവരെല്ലാവരും ഇവിടെ വരുന്നുണ്ട്. സാക്ഷാൽ അനിമൽ കിങ്ഡത്തിലെ ആംഫീബിയൻ ഗ്രൂപ്പില് വന്നു കയറുന്നവനാണ്. ഓക്കെ, അടുത്ത ആള് നോക്കിയ പിള്ളേരെ, റെസ്പിറേറ്ററി ഓർഗൻസിലെ വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എയർ സാക്സ് കണക്റ്റഡ് ടു ദ ലങ്സ് ദാറ്റ് സപ്ലിമെന്റ് റെസ്പിറേഷൻ ഈസ് പ്രസന്റ് ഇൻ. വീണ്ടും അതിനകത്ത് കിടപ്പുണ്ട് നിങ്ങളുടെ NCERTയില് റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറഞ്ഞ ഒരു ഭാഗത്തിൽ വ്യക്തമായിട്ട് കിടപ്പുണ്ട്. നോക്കിയാൽ എയർ സാക്സ് കണക്റ്റഡ് ടു ദ ലങ്സ് ദാറ്റ് സപ്ലിമെന്റ് റെസ്പിറേഷൻ. അത് ആരിലായിരിക്കും? എടുത്ത് പഠിക്കുന്നുണ്ട്. എവിടെ പിള്ളേരെ? നമ്മളുടെ ഏവ്സിലാണ്, ബേർഡ്സിലാണ് ഇങ്ങനെ ഒരു ഫീച്ചർ വരിക. ശരിയല്ലേ? അപ്പൊ നോക്കിയേ, കീലോൺ ആണോ? കീലോൺ എന്നറിയപ്പെടുന്നത് നമ്മുടെ ടർട്ടിൽ അല്ലേ, അവൻ ഏതാണ്? റെപ്റ്റീലിയയാണ്. ടെസ്റ്റുഡോ നമ്മുടെ ടോർട്ടോയിസ് അല്ലേ, അവനും റെപ്റ്റീലിയയാണ്. കോർവസും സിറ്റാകുലായും രണ്ടുപേരും ഏവ്സ് ആണ്. മാക്രോപ്പസും ടെറോപ്പസും മാമൽസ് ആണ്.
ക്ലാരിയാസും കട്ട്ല എന്നറിയപ്പെടുന്ന രണ്ടുപേരും ആരെന്നെയാണ്? നമ്മളുടെ ഓസ്റ്റിക്തൈസ് വിഭാഗത്തിൽ പെടുന്നവനാണ് അല്ലെ. എക്സോസീറ്റസും ഹിപ്പോ ക്യാമ്പസും ഒക്കെ സ്വന്തമായിട്ടുള്ള ഗ്രൂപ്പാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളുടെ ക്ലാരിയാസും കട്ട്ലയൊക്കെ ഉൾപ്പെടുന്ന സാക്ഷാൽ ഓസ്റ്റിക്തൈസ് എന്നറിയപ്പെടുന്നത്. ചോദ്യം നമ്പർ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിലാണ് അടുത്തത്. ഇപ്പൊ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ വീണ്ടും നെക്സ്റ്റ് ചോദ്യം, സിമ്പിൾ ക്വസ്റ്റ്യൻ. ദ നേസൽ ചേംബർ ഓപ്പൺസ് ഇൻടു. നേസൽ ചേംബർ എങ്ങോട്ട് തുറക്കുന്നു? നിങ്ങൾ തന്നെ പറഞ്ഞേ, നേസൽ ചേംബർ നേരെ തുറക്കുന്നത് എങ്ങോട്ടാണ്? NCERT ലൈൻ സെയിം ലൈൻ ബൈ ലൈനാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ NCERT ഒന്ന് നോക്കി പോയാൽ ഈ ചാപ്റ്റർ മൊത്തം നമുക്ക് ഇന്ന് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. നോക്കിക്കേ പിള്ളേരെ, നേസൽ ചേംബർ ഓപ്പൺസ് ഇൻടു സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. ആൻസർ വിൽ ബി ഫാരിങ്സ് അല്ലെ. ഫാരിങ്സിലോട്ടാണ് നേസൽ ചേംബർ എന്ത് ചെയ്യുന്നത്, തുറന്നു വരുന്നത്. അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ് ഇൻ കോളം 1 ആൻഡ് കോളം 2 ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കറക്റ്റ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത് മാർക്ക് ചെയ്തിടണം. കാരണം പലപ്പോഴും അത് നോക്കിയിട്ട് പിന്നീട് ആൻസർ കണ്ടെത്തി കഴിയുന്ന സമയത്ത് പിന്നീട് നമ്മൾ പോയി മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നും കൂടെ നോക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാറുണ്ട് അല്ലേ. അപ്പൊ നോക്കിക്കേ പിള്ളേരെ, match the following in column 1 and column 2 and choose the correct option. കറക്റ്റ് ഓപ്ഷൻ പറയാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ലാറിങ്സ് ഒബ്വിയസ്ലി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇറ്റ് ഈസ് ദ സൗണ്ട് ബോക്സ് ആണ് ലാറിങ്സ് എന്നറിയപ്പെടുന്നത്. എപ്പിഗ്ലോട്ടിസ് ലിഡ് ഓഫ് ദ ലാറിങ്സിൽ വരുന്നതാണ്. ട്രക്കിയ എന്നറിയപ്പെടുന്നവൻ വിൻഡ് പൈപ്പാണ്. എയർ സാക്സ് എന്നറിയപ്പെടുന്നവൻ ആൽവിയോളയാണ്. സോ സ്ട്രേറ്റ് അവേ ദ ആൻസർ വിൽ ബി AYBZCWDX. എക്സാക്ട്ലി ദ ആൻസർ വിൽ ബി ദ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയ പിള്ളേരെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നോട്ട് ട്രൂ എന്നൊക്കെ കാണുമ്പോൾ അതാ ഇങ്ങനെ കാണിച്ചു വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നോക്കുന്നു, ഉത്തരം കണ്ടെത്തുന്നു, ഒരിക്കൽ കൂടെ നോക്കുന്നു, എന്നിട്ട് ആൻസർ ചെയ്യുന്നു. കാരണം തെറ്റാൻ പാടില്ല, കണ്ണ് വിട്ടു പോകാൻ പാടില്ല. നോട്ട് ട്രൂവിന്റെ നോട്ട് കണ്ടില്ലെന്ന് പറയാൻ പാടില്ല, ഇൻകറക്റ്റിന്റെ ഇൻ കണ്ടില്ലെന്ന് പറയാൻ പാടില്ല, മിസ് മാച്ചിന്റെ മിസ് കണ്ടില്ല എന്നും പറയാനായിട്ട് പാടില്ല. ക്ലിയർ ആവുന്നുണ്ടോ? സോ ലാറിങ്സ് ഈസ് എ കാർട്ടിലേജിനസ് ബോക്സ് ടു പ്രൊഡ്യൂസ് സൗണ്ട്. NCERT സിമിലർ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പോൾ അത് ട്രൂ ആണ്. അടുത്ത നോക്കി, എപ്പിഗ്ലോട്ടിസ് ഈസ് തിക്ക് ഇലാസ്റ്റിക് കാർട്ടിലേജിനസ് ഫ്ലാബ്. പോയി. എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന തിക്കാണോ? അല്ല. എപ്പിഗ്ലോട്ടിസ് എന്നറിയപ്പെടുന്നവൻ തിന്നാണ്. എപ്പിഗ്ലോട്ടിസ് പ്രിവെന്റ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ദ ലാറിങ്സ്. ലാറിങ്സിലോട്ട് ഫുഡ് കയറ്റാതെ തടയുന്നവൻ ആര് തന്നെയാണ്? എപ്പിഗ്ലോട്ടിസ് ആണ്. സോ ഒബ്വിയസ്ലി ഹിയർ നമുക്ക് നേരിട്ട് ആൻസർ വന്നിട്ടുണ്ട്. ഏത് തന്നെയാണ് ആൻസർ? സെക്കൻഡ് ഓപ്ഷൻ വിൽ ബി ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കിയേ, ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സ്ട്രേറ്റ് അവേ NCERT ലൈൻ ബൈ ലൈൻ അനാലിസിസ് ആണ് കേട്ടോ. നോക്കിയാൽ മതി നിങ്ങൾ. ഇൻകറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, വി ഹാവ് 2 lungs which are covered by double layered pleura. നമുക്ക് 2 lungs ഉണ്ട്, അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഡബിൾ ലെയേർഡ് പ്ലൂറ ഉണ്ട്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. രണ്ടാമത്തത്, the part starting with the external nostril up to terminal bronchiole constitute the conducting part. ശരിയല്ലേ? നോസ്ട്രിൽ തൊട്ട് ടെർമിനൽ ബ്രോങ്കിയോൾ വരെ ആരെ എടുത്തു കഴിഞ്ഞാലും അവർ ആര് തന്നെയായിരിക്കും? കണ്ടക്ടിംഗ് പാർട്ട് ആയിരിക്കും. ആണോ പിള്ളാരെ? ആണോ? നിങ്ങൾ തന്നെ പറഞ്ഞേ. ആയിരിക്കും അല്ലെ. അടുത്ത നോക്കിക്കേ, കണ്ടക്ടിംഗ് പാർട്ട് ട്രാൻസ്പോർട്ട് അറ്റ്മോസ്ഫിയറിക് എയർ ടു ദ ആൽവിയോളൈ. ശരിയാണ്, ആൽവിയോളൈ വരെ അറ്റ്മോസ്ഫിയറിക് എയറിനെ കൊണ്ടുപോകുന്നത് കണ്ടക്ടിംഗ് പാർട്ടാണ്. തൊറാസിക് ചേംബർ ഈസ് ഫോംഡ് വെൻട്രലി ബൈ ദ വെർട്ടിബ്രൽ കോളം. തെറ്റി അല്ലെ. നമ്മൾ എടുത്തു പറയുന്നുണ്ട്, തൊറാസിക് ചേംബർ ഈസ് ഫോംഡ് ഡോർസലി ബൈ ദ വെർട്ടിബ്രൽ കോളം, വെൻട്രലി ബൈ ദ സ്റ്റെർണം, ലാറ്ററലി ബൈ ദ റിബ്സ് ആൻഡ് സപ്പോർട്ടഡ് ബൈ എ ഡോം ഷേപ്ഡ് ഡൈഫ്രം ഓൺ ദ ലോവർ സൈഡ്. NCERT ക്ലിയർ കട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം, എയർ ഈസ് ബ്രീത്ത് ത്രൂ. കണ്ടോ. ഇത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് സൈലത്തിലെ കുട്ടികൾക്കറിയാം, സൈലത്തിലെ ക്ലാസ്സിൽ നിങ്ങൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ എടുത്തു പറയുന്ന ഒരു ചോദ്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. കാരണം എന്തുകൊണ്ടാണ്? പാത്വേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? നോക്കിക്കേ പിള്ളേരെ, ട്രക്കിയ, ലങ്സ്, ലാറിങ്സ്, ഫാരിങ്സ്, ആൽവിയോളൈ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അല്ല, 2 നോസ്, ലാറിങ്സ്, ഫാരിങ്സ്, ബ്രോങ്കസ്, ആൽവിയോളൈ, ബ്രോങ്കിയോൾസ് അല്ല. നോസ്ട്രിൽസ്, ഫാരിങ്സ്, ലാറിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ, ആൽവിയോളൈ, ബ്രോങ്കൈ. ഈ ഓർഡർ ഒരു പ്രശ്നമാണ്. തിരിഞ്ഞു വന്നാൽ കറക്റ്റ് ആയിരുന്നല്ലോ. ഇവൻ ഇവിടെയും ഇവൻ അവിടെ. നോസ്ട്രിൽ, ഫാരിങ്, ലാറിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ് ആൻഡ് ആൽവിയോളൈ. സ്ട്രേറ്റ് അവേ ദ കണ്ടക്ടിംഗ് പാർട്ടിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, വീണ്ടും ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം കണ്ട ഞാൻ കണ്ടന്റ് വിട്ടിട്ടില്ല. സെയിം കണ്ടന്റിൽ കിടക്കുന്ന വരികളാണ്. NCERT ഇതേ വരികളാണ്. ഈ ഭാഗം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ NCERT ടെക്സ്റ്റ് പുസ്തകം മുഴുവൻ വായിച്ചു കഴിയുന്നതിന് തുല്യമാണ്.
ക്ലിയർ ആയോ? നോക്കിക്കേ പിള്ളേരെ, ഈച്ച് ടെർമിനൽ ബ്രോങ്കിയോൾ എടുത്ത് പറയുന്നുണ്ട്, ടെർമിനൽ ബ്രോങ്കിയോൾ give rise to very thin irregular walled vascularized bag like structure called എന്താണത്? സാക്ഷാൽ ആൽവിയോളയാണ്. സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് വീണ്ടും ഹ്യൂമൻ റെസ്പിറേറ്ററി ചോദ്യം, വിച്ച് among the following are supported by incomplete cartilaginous rings? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, കൊളാപ്സ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുണ്ട്? ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കാർട്ടിലേജിനസ് റിങ്സിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. പ്രൈമറി ആൻഡ് സെക്കൻഡറി ബ്രോങ്കൈ അല്ല, ട്രക്കിയ, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ബ്രോങ്കൈ ആൻഡ് ഇനീഷ്യൽ ബ്രോങ്കിയോൾ NCERT സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിയർ അല്ലേ? NCERTയില് സ്ട്രേറ്റ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, സെയിം വരി തന്നെ തന്നിട്ടുണ്ട്. നമ്മുടെ സൈലത്തിന്റെ സ്ലൈഡുകളിൽ നല്ല ഭംഗിയായിട്ട് തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചില്ലേ നിങ്ങളത്? ഓക്കെ, ദ സെക്കൻഡ് ഓപ്ഷൻ വിൽ ബി ദ റൈറ്റ് ആൻസർ. എല്ലാവരിലും എന്തുണ്ട്? ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കാർട്ടിലേജിനസ് റിങ്സ് ഉണ്ട്. അടുത്തത് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. കണ്ടോ പിള്ളേർ, ഇത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുത്തിരിക്കുന്ന ചോദ്യങ്ങളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ സ്വന്തം കയ്യിലിരിക്കുന്ന പുസ്തകമായ NCERTയിലെ ഓരോ വരിയും നിങ്ങൾ കുത്തിയിരുന്ന് വായിക്കുന്നുണ്ട് അല്ലേ? ആ വരികൾ തന്നെ ചോദ്യങ്ങളായി മാറിയതാണ്, വേറൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എങ്ങനെ വേണമെങ്കിലും വരാം, നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൺസ്ട്രക്ട് ചെയ്യാം. പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ എങ്ങനെ റെഡിയാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, റൈറ്റ്. അനി നോക്കിയ പിള്ളേരെ, ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം നമ്മൾ പറയുകയാണ്, ദ അനാറ്റമിക്കലി എയർ ടൈറ്റ് ചേംബർ വെയർ ദ ലങ്സ് ആർ സിറ്റുവേറ്റഡ് ഈസ് ഫോംഡ് അല്ലെ? ആ അനാറ്റമിക്കൽ എയർ ടൈറ്റ് ചേംബർ എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായതാണെന്നൊരു ചോദ്യം എന്ന് പറയുന്നത്. ഏതാണ് ഈ അനാറ്റമിക്കൽ എയർ ടൈറ്റ് ചേംബർ എന്നറിയപ്പെടുന്നവൻ? സാക്ഷാൽ ആരെ കുറിച്ചായി പറയുന്നത്? തൊറാസിക് ചേംബറിനെ കുറിച്ചല്ലേ ഈ പറയുന്നത്. തൊറാസിക് ചേംബറിന്റെ കാര്യം നമ്മൾ എടുത്തു പറഞ്ഞിട്ടില്ലേ? തൊറാസിക് ചേംബർ ഈസ് സപ്പോർട്ടഡ് ഡോർസലി ബൈ ദ വെർട്ടിബ്രൽ കോളം, വെൻട്രലി ബൈ ദ സ്റ്റെർണം, ലാറ്ററലി ബൈ ദ റിബ്സ് ആൻഡ് സപ്പോർട്ടഡ് ബൈ എ ഡൗൺ ഷേപ്ഡ് ഡയഫ്രം ഓൺ ദ ലോവർ സൈഡ്. നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഈ ക്ലാസ് ഒക്കെ നടന്ന സമയത്ത് പല ആവർത്തി നിങ്ങൾ ഇരിക്കുന്നിടത്തുനിന്ന് എണ്ണീറ്റ് എന്ന് പറഞ്ഞ കാര്യമാണ് അല്ലേ? സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ഏരിയ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെക്കാനിസം ഓഫ് ബ്രീത്തിങ്. കണ്ടന്റ് ഒന്ന് ചാടി നോക്കിയേ പിള്ളേർ, നമ്മൾ കണ്ടന്റ് ഒന്ന് ചാടി. അടുത്ത കണ്ടന്റ് എന്താ നോക്കി? ദ മൂവ്മെന്റ് ഓഫ് എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ. എയർ ലങ്സിന്റെ അകത്തോട്ടും പുറത്തോട്ടും പോകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. ദ മൂവ്മെന്റ് ഓഫ് എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ്. NCERTയിലെ വരിയാണ് പിള്ളേരെ, ഇത് വേറൊന്നുമില്ല. NCERTയിലെ സെയിം ലൈനാണ്. ഒന്നെടുത്ത് NCERT നോക്കിയാൽ ഇത് കാണാം. മെക്കാനിസം ഓഫ് ബ്രീത്തിങ് എന്ന് പറഞ്ഞ കണ്ടന്റിൽ അതുപോലെ കിടപ്പുണ്ട്. നോക്കിക്കേ, മൂവ്മെന്റ് ഓഫ് എയർ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ. ആരാണ്? പ്രഷർ ഗ്രേഡിയന്റ് ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് അറ്റ്മോസ്ഫിയർ അല്ലേ? സോ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. നാലാമത്തെ ഓപ്ഷൻ നോക്കിയേ, ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് ലങ്സ്. അടികർ എഴുതരുത് കേട്ടോ. കാരണം എന്തുകൊണ്ടാണ്? എയർ അകത്തോട്ട് കയറുന്നതും പുറത്തോട്ട് ഇറങ്ങുന്നതും അറ്റ്മോസ്ഫിയറും ലങ്സും തമ്മിലുള്ള എന്താണ്? പ്രഷർ ഗ്രേഡിയൻസിന്റെ പ്രത്യേകതയാണ്. വീണ്ടും മെക്കാനിസം ഓഫ് ബ്രീത്തിങ് കണ്ടന്റിലെ ചോദ്യം, ഇൻസ്പിരേഷൻ ഒക്കേഴ്സ് വെൻ. ഇൻസ്പിരേഷൻ എപ്പോഴാണ് ഒക്കർ എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നോക്കിയ പിള്ളേരെ, ഇൻസ്പിരേഷൻ occurs when പോസിറ്റീവ് പ്രഷർ ഇൻ ദ ലങ്സ്. അത് പറയുമ്പോൾ തന്നെ തെറ്റി. ലങ്സിൽ പോസിറ്റീവ് പ്രഷർ എന്ന കണ്ടീഷൻ വരുന്നില്ല. നെഗറ്റീവ് പ്രഷർ ഇൻ ദ ലങ്സ് വിത്ത് റെസ്പെക്ട് ടു ദ ബ്ലഡ് എന്ന് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. കാരണം പുറത്തു നിന്നുമാണ് എന്ത് വരേണ്ടത്? ശ്വാസം അകത്തോട്ട് കയറേണ്ടത് അല്ലേ? അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പോസിറ്റീവ് എന്ന് പറഞ്ഞ തെറ്റി. നെഗറ്റീവ് പ്രഷർ ഇൻ ദ ലങ്സ് വിത്ത് റെസ്പെക്ട് ടു ദ അറ്റ്മോസ്ഫിയർ. അപ്പം ഫോർത്ത് ഓപ്ഷൻ വിൽ ബി ദ റൈറ്റ് ആൻസർ. കണ്ടോ, ലൈനാണ്. NCERTയുടെ സെയിം ലൈനാണ്. കണ്ടോ നിങ്ങൾ ആ ലൈൻസ് ഒക്കെ? അടുത്ത നോക്കിക്കേ, ഇൻസ്പിരേഷൻ ഈസ് ഇനീഷിയേറ്റഡ് ബൈ. ഇൻസ്പിരേഷനെ ഇനീഷിയേറ്റ് ചെയ്യുന്നത് ആരാണെന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. നോക്കിയേ, എല്ലാരും കണ്ണുമുട്ടി ഏത് ഉറക്കത്തിൽ. ഇതാ ഇപ്പൊ ഞാൻ കുട്ടികളുടെ പേര് നോക്കിയായിരുന്നു. സലീന, എന്താണ്, ഹെന്ന, ആദിത്യ, മാളവിക, അൽഫിയ. ആരോട് ചോദിച്ചാലും, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും കണ്ണും പൂട്ടി പറയും, സാറേ നമ്മളുടെ പ്രോസസ് ഓഫ് ഇൻസ്പിരേഷൻ ഈസ് ഇനീഷിയേറ്റഡ് ബൈ. കണ്ണടച്ചുകൊണ്ട് ഉറക്കത്തിലാണെങ്കിലും പറയും കോൺട്രാക്ഷൻ ഓഫ് ദ ഡയഫ്രം അല്ലേ? നമ്മൾ ഉറപ്പിച്ചു പറയും. കാരണം NCERTയിലെ സ്റ്റേറ്റ്മെന്റ് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. കോൺട്രാക്ഷൻ ഓഫ് ദ ഡയഫ്രം തന്നെയാണ് അതിന്റെ ആൻസർ എന്നറിയപ്പെടുന്നത്. അടുത്തത് മെക്കാനിസം ഓഫ് ബ്രീത്തിങ്. ഇതാ നിങ്ങളുടെ NCERT വരി തന്നെ, അസർഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് നോക്ക്, നമ്മൾ ഒരു വരിയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ചോദ്യമാണ്. കണ്ടോ, ആ വരിയാ NCERTയിൽ ഇതേ വരിയാണ്.
വേറെ ഒന്നുമില്ല, നോക്കിയാൽ മതി. an increase in the intrapulmonary pressure to slightly above the atmospheric pressure causes expiration. NCERT വരി കിടപ്പുണ്ട്. ഇതിന് തൊട്ടു മുമ്പ് ഈ എക്സ്പിരേഷൻ എന്ന് പറയുന്നതിന് പകരം എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? causes expiration of air from lungs. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. NCERT ഈ വരി കിടപ്പുണ്ട്, കണ്ടോ നിങ്ങള്? ഈ വരി അതുപോലെ കിടപ്പുണ്ട്. രണ്ടാമത്തെ നോക്കിക്കേ പിള്ളേരെ, റിലാക്സേഷൻ ഓഫ് ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽ. റിലാക്സേഷൻ ഓഫ് ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽ റിട്ടേൺസ് ദ ഡയഫ്രം, ശരിയാണ്. ആൻഡ് സ്റ്റെർണം ടു നോർമൽ പൊസിഷൻ ആൻഡ് റെഡ്യൂസ് ദ തൊറാസിക് വോളിയം, ശരിയാണ്. ആൻഡ് ദെയർബൈ ഇൻക്രീസിംഗ് ദ പൾമണറി വോളിയം, അവിടെ പോയി. പൾമണറി വോളിയം കൂട്ടുവോ? reducing the thoracic volume and thereby reducing the pulmonary volume. അപ്പോൾ എന്തുകൊണ്ടാണ്? റിലാക്സേഷന്റെ കാര്യമല്ലേ പറയുന്നത്. റിലാക്സേഷന്റെ സമയത്ത് എന്താ സംഭവിക്കേണ്ടത്? പൾമണറി വോളിയം അവിടെ സംഭവിക്കുന്നതാണ് ഭയങ്കരമായിട്ട് കുറയണം. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പൾമണറി പ്രഷർ കൂടുന്നുണ്ട്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? എക്സ്പയർ ചെയ്യുന്നത്. നിങ്ങൾ ആ വാക്ക് കണ്ടോ? ഇൻക്രീസിങ് പൾമണറി വോളിയം എന്നാ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഇൻക്രീസിംഗ് പൾമണറി വോളിയം എന്നാ പറഞ്ഞിരിക്കുന്നത്. ചാടിക്കേറി പറയരുത്. കണ്ടോ, ആ വരി NCERT-യിലുണ്ട്. ഞാൻ അതിൽ ചെറിയൊരു സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെയർ ബൈ ദ പൾമണറി വോളിയം എന്നേ NCERT-യിലുള്ളൂ. ഞാൻ അതിന്റെ കൂട്ടത്തില് ഇൻക്രീസിംഗും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ചാടിക്കേറി പറഞ്ഞു. കണ്ടോ, ഇതാണ് പ്രശ്നം. ഇൻക്രീസ് ഇൻ ദ പൾമണറി വോളിയം എന്ന് പറഞ്ഞപ്പോ കയ്യിന്ന് പോയി. പൾമണറി വോളിയം കൂടിയാല് പ്രഷർ കുറഞ്ഞു പോകും. അപ്പോൾ അകത്തോട്ടേ വരത്തുള്ളൂ, പുറത്തോട്ട് പോകത്തില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? റിലാക്സേഷനെ കുറിച്ചാണ്. സോ അസർഷൻ ട്രൂ എന്ന് പറയുന്നത്, റീസൺ ഫാൾസ്. കണ്ടോ, ഒരൊറ്റ വാക്കിൽ പോയി. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത നോക്കിക്കേ പിള്ളേരെ. അടുത്ത ചോദ്യം, മെക്കാനിസം ഓഫ് ബ്രീത്തിങ്ങിലെ അടുത്ത ചോദ്യം. വീണ്ടും നമ്മൾ കണ്ടന്റ് വിടുന്നില്ല. ഓൺ ആൻ ആവറേജ് ഹെൽത്തി ഹ്യൂമൻ ബ്രീത്ത്. ആവറേജ് ആയിട്ട് ഒരു ഹെൽത്തി ഹ്യൂമൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹെൽത്തി ഹ്യൂമൻ നമ്മൾ എന്ത് ചെയ്യുന്നു? എത്ര പ്രാവശ്യം ബ്രീത്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞേ പിള്ളേരെ, 12 to 16 ടൈംസ് പെർ സെക്കൻഡ് ആണോ, ഹവർ ആണോ, അതോ മിനിറ്റ് ആണോ? ഏതാ പിള്ളേരെ ആൻസർ എന്ന് പറയുന്നത്? 12 to 16 ടൈംസ് പെർ മിനിറ്റ്. ആദിത്യൻ പറയുന്നു അമേസിംഗ്. യെസ്, ഒരു വാക്ക് മാറ്റിയാൽ മതി. അതാണ് നമ്മളുടെ അസർഷൻ റീസൺ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഇടുന്നവന്റെ ബുദ്ധി എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, ഒറ്റ വരിയിലെ കാര്യങ്ങൾ മുഴുവൻ മാറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഹിയർ ദ ആൻസർ വിൽ ബി ദ ഫോർത്ത് വൺ. അടുത്ത ചോദ്യം വീണ്ടും മെക്കാനിസം ഓഫ് ബ്രീത്തിങ് ആണ്. ക്ലിനിക്കൽ അസസ്മെന്റ് ഓഫ് ദ പൾമണറി ഫംഗ്ഷൻ ഈസ് പെർഫോംഡ് ബൈ. ഇതൊക്കെ അറിയാവുന്നതാണ് അല്ലേ? പൾമണറി ഫംഗ്ഷൻസിന്റെ ക്ലിനിക്കൽ അസസ്മെന്റ് നടത്തുന്ന ആരാ പിള്ളേരെ? ആരാണ്? NCERT വരിയാണ്, വേറെ ഒന്നുമില്ല. NCERT സ്ട്രേറ്റ് ലൈൻ ആണ്. പറഞ്ഞേ, ക്ലിനിക്കൽ അസസ്മെന്റ് ഓഫ് ദ പൾമണറി ഫംഗ്ഷൻ ഈസ് പെർഫോംഡ് ബൈ. ആരാണ് അയാൾ? അയാളാണ് സ്പൈറോമീറ്റർ ആണ് അയാൾ അല്ലേ? ബ്രീത്തിങ്ങിന്റെ കാര്യം വരുമ്പോ സ്പൈറോമീറ്റർ. ആരെ? തെർമോമീറ്റർ ടെമ്പറേച്ചറിന്റെ പുറകെ പോകാം. സ്പിഗ്മോമാനോമീറ്റർ ആരാ? പ്രഷറിന്റെ പുറകെ പോകാം. ECG ആരാ? കാർഡിയാക്കിന്റെ പുറകെ പോവാം അല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സ്പൈറോമീറ്റർ ആണ്. വീണ്ടും അടുത്ത ചോദ്യം, അടുത്ത കണ്ടന്റ് ആണ് പൾമണറി വോളിയം ആൻഡ് കപ്പാസിറ്റീസ്. NCERT-യിലെ കണ്ടന്റ്. ആ കണ്ടന്റിന്റെ താഴെയുള്ള വരികളാണ്, ഒന്നും മാറ്റിയിട്ടില്ല. നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് NCERT ലൈൻ ബൈ ലൈൻ. ഞാനത് പറഞ്ഞായിരുന്നു അല്ലേ? ആദ്യമേ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഈ ഇന്നത്തെ ഡിസ്കഷൻ പോകുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? ഇപ്പൊ നോക്കിക്കേ, NCERT ലൈൻ വേറെ ഒന്നുമില്ല. റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റി സ്റ്റേറ്റ്മെന്റ് 1 നോക്കിയ പിള്ളേരെ. Volume of air remain in the lungs even after a forceful expiration is called inspiratory reserve volume എന്നറിയപ്പെടുന്നതാണോ? മിച്ചം വരുന്നവൻ എന്നറിയപ്പെടുന്നവൻ ആരാണ്? എന്നറിയപ്പെടുന്നവൻ റെസിഡ്യൂ ആണ് അല്ലേ? നമ്മൾ അന്ന് പഠിച്ചപ്പോ പറഞ്ഞതല്ലേ, മിച്ചം വരുന്നവൻ എന്നറിയപ്പെടുന്നു റെസിഡ്യൂ. അപ്പോൾ അത് ഏതായിരിക്കും? റെസിഡ്യൂവൽ വോളിയത്തെ കുറിച്ചല്ലേ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എപ്പോഴും അവിടെ ഫാൾസ് ആയി പോയി. സെക്കൻഡ് നോക്കിക്കേ, വൈറ്റൽ കപ്പാസിറ്റി ഇൻക്ലൂഡ്സ് ERV, TV ആൻഡ് IRV. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ? വൈറ്റൽ കപ്പാസിറ്റി ലങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ശരിയല്ലേ? സോ ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫാൾസും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കയ്യിലും കിട്ടി. NCERT സ്റ്റേറ്റ്മെന്റ് ആണ്, വേറെ ഒരു NCERT-ലെ വരി തന്നെയാണ് ചോദ്യമായിട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, വീണ്ടും റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. Additional volume of air
A person can inspire by a forceful inspiration averages about. ശക്തമായിട്ടൊന്ന് ഇൻസ്പയർ ചെയ്യാവുന്നതിന്റെ മാക്സിമം എത്രയാണ്? നോക്കിയ പിള്ളേരെ, എത്രയാണെന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അല്ലെ. അഡീഷണൽ വോളിയം ഓഫ് എയർ. അപ്പോൾ ആദ്യം TV, പിന്നെ അവിടെ നിന്നും എന്താണ് IRV. അതെത്ര പറഞ്ഞേ പിള്ളേരെ, എത്രയാണത്? എത്രയാണ് ആൻസർ? 2500 തൊട്ട് 3000 ml/minute വരെയാണ് അല്ലേ. സ്ട്രെയിറ്റ് അവേ അത് ആൻസർ അവിടെ തന്നിട്ടുണ്ട്. 6000 to 8000 ആരാ അത്? 6000 to 8000 ml/minute ആരാ? TV. ഇവിടെ നമ്മൾ 2500 തൊട്ട് 3000 ml/minute ആണ് നമ്മുടെ എന്ന് പറയുന്നത് ആൻസർ നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയ പിള്ളേരെ, റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസിലെ അടുത്ത ചോദ്യമാണ്. നെക്സ്റ്റ് ചോദ്യം, ദ ടോട്ടൽ വോളിയം ഓഫ് എയർ അക്കോമഡേറ്റഡ് ഇൻ ദ ലങ്സ് അറ്റ് ദ എൻഡ് ഓഫ് ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ ഇൻക്ലൂഡ്സ്. അതായത് ഒരു ഫോഴ്സ് ചെയ്ത് നമ്മൾ ഇൻസ്പയർ ചെയ്തതിന് ശേഷം, നല്ലപോലെ ഫോഴ്സ് ചെയ്തൊന്ന് ഇൻസ്പയർ ചെയ്തതിന് ശേഷം നമ്മുടെ ലങ്സിൽ എത്രത്തോളം എയർ അക്കോമഡേറ്റ് ചെയ്തുണ്ട്. ആ പൾമണറി വോളിയംസ് ആൻഡ് കപ്പാസിറ്റിയിലെ ഏറ്റവും അവസാനത്തെ ചേട്ടൻ, ആ ചേട്ടൻ ആരാണ്? എത്രത്തോളം മാക്സിമം വലിച്ചെടുത്തിട്ടുണ്ടോ അത്രത്തോളം മാക്സിമം നമ്മൾ വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നാച്ചുറൽ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ദ ആൻസർ വിൽ ബി, ഏതാണ് ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഏതാ? ഇത് ആരെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്? TLC യെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ടോട്ടൽ ലങ് കപ്പാസിറ്റിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാ? TV പ്ലസ് IRV പ്ലസ് ERV പ്ലസ് RV. അല്ലെങ്കിൽ ഇയാളെ നമുക്ക് വേറെ രീതി പറയാമല്ലോ, VC പ്ലസ് RV എന്നും പറയാം. പറഞ്ഞൂടെ? നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുള്ളതല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ കുട്ടികളെ. റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസിലെ ചോദ്യം തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗിവൺ ബിലോ ഈസ് റോങ്? തെറ്റായിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള ഏതാന്ന് പറഞ്ഞേ. IC ഈസ് ഈക്വൽ ടു TV പ്ലസ് IRV. IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്റർ റിസർവ് വോളിയം. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. VC ഈസ് ഈക്വൽ ടു TV പ്ലസ് ERV പ്ലസ് IRV. അതും ശരി തന്നെയല്ലേ. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്റർ റിസർവ് വോളിയം പ്ലസ് എക്സ്പിറേറ്റർ റിസർവ് വോളിയം തന്നെയാണ്. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സെക്കൻഡ് ഓപ്ഷൻ എന്ത് തന്നെയാണ്? ശരിയാണ്. FRC ഈസ് ഈക്വൽ ടു ERV പ്ലസ് RV. NCERT സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് അല്ലേ. ട്രൂ ആണ്. ആൻഡ് ദ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് TLC ഈസ് ഈക്വൽ ടു TV പ്ലസ് ERV. അത് തെറ്റിപ്പോയി. കാരണം എന്തുകൊണ്ടാണ്? TV പ്ലസ് ERV പ്ലസ് IRV പ്ലസ് RV എല്ലാരും കൂടെ വരണം. ആരെ കിട്ടാനായിട്ട്? TLC യെ കിട്ടാനായിട്ട്. ശരിയല്ലേ? നെക്സ്റ്റ് കണ്ടന്റ്, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഗ്യാസുകളുടെ എക്സ്ചേഞ്ച് എന്ന് പറയുന്നതാണ് അടുത്ത കണ്ടന്റ് എന്ന് പറയുന്നത്. നമ്മുടെ NCERT നെക്സ്റ്റ് കണ്ടന്റ് ആണ്. NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അടുത്ത കണ്ടന്റ് കാണാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? കണ്ടോ, കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നോക്കിയ പിള്ളേരെ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ദ ആൽവിയോളൈ ആർ. അറ്റ്മോസ്ഫിയറിൽ 159, ആൽവിയോളയിൽ 104. 159, 104 ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. സ്ട്രെയിറ്റ് അവേ നമ്മൾ അസസ് ചെയ്തു, വരി വെച്ചിട്ട് നമ്മൾ അങ്ങ് ചെയ്തെടുത്തു. രണ്ടാമത്തത്, സൊല്യൂബിലിറ്റി ഓഫ് ഓക്സിജൻ ഈസ് 20 to 25 times ലെസ്സർ ദാൻ ദാറ്റ് ഓഫ് ദ കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജന്റെ സൊല്യൂബിലിറ്റി 20 തൊട്ട് 25 times കാർബൺ ഡൈ ഓക്സൈഡിനെ കാട്ടിലും കുറവാണ്. ശരിയാണോ തെറ്റാണോ? എന്താണ് എല്ലാരും കയറി സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞത്? പിള്ളാരെ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ സൊല്യൂബിലിറ്റി ആണ് ഓക്സിജനെ കാട്ടിലും കൂടുതൽ. നോക്കിക്കേ, NCERT ലൈനം നോക്കിക്കേ. സൊല്യൂബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 20 to 25 times ഹയർ ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ എന്നല്ലേ പറയുന്നത്. അതിന്റെ അർത്ഥം എന്തുവാ? സൊല്യൂബിലിറ്റി ഓഫ് ഓക്സിജൻ ഈസ് 20 to 25 times ലെസ്സർ ദാൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്നല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സോ ദ ആൻസർ വിൽ ബി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ ആണ്. NCERT ലൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്ക്. ആ ലൈനിൽ പറഞ്ഞിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാര്യമാണ്. നമ്മൾ അതിൽ തിരിച്ചിട്ടു ഓക്സിജന്റെ കാര്യം. ഡിഫ്യൂഷൻ മെമ്പറൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 3 മേജർ ലെയർ. അതും നമുക്കറിയാം അല്ലെ. എന്തൊക്കെയാണ് ഡിഫ്യൂഷൻ മെമ്പറൈൻ എന്നറിയപ്പെടുന്നത്? ഡിഫ്യൂഷൻ മെമ്പറൈൻ എന്നറിയപ്പെടുന്നത് 3 പ്രധാനപ്പെട്ട ലെയേഴ്സ് ചേർന്നതാണ്. ഞാൻ കണ്ടു ഫോർത്ത് ഓപ്ഷൻ കാണുന്നില്ല എന്ന് പറഞ്ഞു, സോ ഞാൻ ചുരുക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഡിഫ്യൂഷൻ മെമ്പറൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 3 മേജർ ലെയേഴ്സ്. ഏതൊക്കെയാണ്? സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ദ ആൽവിയോളൈ, എൻഡോത്തീലിയം ഓഫ് ദ കാപ്പിലറീസ് ആൻഡ് ബേസ്മെന്റ് സബ്സ്റ്റൻസസ് ബിറ്റ്വീൻ ദം. ഓക്കെ, സോ അതെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ട്രൂ ആണ്.
ഫോർത്ത് വൺ, ടോട്ടൽ തിക്നെസ് ഓഫ് ദ ഡിഫ്യൂഷൻ മെംബ്രെയിൻ ഈസ് മോർ ദാൻ 1 millimeter. ആണോ? 1 millimeterന് മുകളിലാണോ? അല്ല, ലെസ് ദാൻ 1 millimeter ആണ് അല്ലേ? ഇപ്പൊ ഒരു കുട്ടി കമന്റ് ഉണ്ട്, സാറേ ഞാൻ 20 to 25 ടൈംസ് കണ്ടപ്പോഴേ ആൻസർ പറഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ല. ക്ലിയർ ആവുന്നുണ്ടോ? NCERTയിലെ വരി ശ്രദ്ധിച്ചോണം, ക്വസ്റ്റ്യനിലെ വരി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പറയാനായിട്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസിലെ ചോദ്യമാണ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ സിസ്റ്റമിക് ആർട്ടറീസ് ഈസ്. NCERTയില് ഡബിൾ സർക്കുലേഷൻ, ഈ ചാപ്റ്ററിൽ ഡബിൾ സർക്കുലേഷൻ പാറ്റേൺ കാണിച്ചിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ സിസ്റ്റമിക് ആർട്ടറീസ് കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ആ സിസ്റ്റമിക് ആർട്ടറീസ് നോക്കി നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആൻസർ പറയാനായിട്ട് സാധിക്കുമല്ലോ. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ സിസ്റ്റമിക് ആർട്ടറീസ് എത്രയാ പിള്ളേരെ? ഇന്ത്യയെ കണ്ടാൽ സാറിനെ പിടിച്ചോണ്ട് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നല്ലതല്ലേ? അവരിടാൻ പോകുന്ന ചോദ്യങ്ങൾ നമ്മൾ പറയുന്നില്ലേ? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നോക്കിയ പിള്ളേരെ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ സിസ്റ്റമിക് ആർട്ടറീസ് എത്രയാ? സ്ട്രെയിറ്റ് ആ ചിത്രത്തിൽ കിടപ്പുണ്ട്. എന്താണത്? 95 millimeter ഓഫ് മെർക്കുറി. അവിടെ ഒരു കാര്യം കൂടെ എഴുതി വെച്ചിട്ടില്ലേ? സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ലേ? എന്താ എഴുതി വെച്ചിരിക്കുന്നത്? എഴുതി വെച്ചിട്ടുണ്ട്, ദേ ആർ ക്യാരിയിങ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ഓക്സിജൻ ബ്ലഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ല പറയുന്നത്? അടുത്ത ചോദ്യം നോക്കിക്കേ. ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസിലോട്ട് നമ്മൾ കയറി. കണ്ടന്റ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസിലോട്ട് എത്തി. 3% ഓഫ് ദ ഓക്സിജൻ ഈസ് ക്യാരിഡ് ഇൻ ഡിസോൾഡ് സ്റ്റേറ്റ് ത്രൂ പ്ലാസ്മ. പരമാർത്ഥം, സത്യം അല്ലേ? ഇഫ് സോ, അങ്ങനെയെങ്കിൽ what percentage of carbon dioxide is transported through plasma? അങ്ങനെയെങ്കിൽ കാർബൺ ഡയോക്സൈഡിനെ എത്ര പെർസെന്റേജ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്ലാസ്മ വഴി എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? 3% ഓക്സിജനെ ഡിസോൾഡ് സ്റ്റേറ്റിൽ പ്ലാസ്മ വഴി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കാർബൺ ഡയോക്സൈഡിനെ എത്ര ശതമാനം പ്ലാസ്മ കൊണ്ടുപോകുന്നുണ്ട്? ആകപ്പാടെ 7% മാത്രം അല്ലെ? 70% എന്നറിയപ്പെടുന്നത് ബൈകാർബണേറ്റിന്റെ കാര്യമാണ് അല്ലെ? കാർബൺ ഡയോക്സൈഡിനെ കൊണ്ടുപോയി. 20 തൊട്ട് 25 എന്ന് പറയുന്നതോ RBC CO2നെ കൊണ്ടുപോകുന്ന കാര്യം. 97% ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് പോകുന്ന കൺസെപ്റ്റ്. ശരിയല്ലേ? സോ അടുത്തത് വീണ്ടും ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസിലെ ചോദ്യമാണ്. നോക്കിക്കേ പിള്ളേരെ, ഈച്ച് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ക്യാൻ ക്യാരി എ മാക്സിമം ഓഫ് ഡാഷ് മോളിക്യൂൾ ഓഫ് ഓക്സിജൻ. ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് എത്ര പേരെ കൊണ്ടു നടക്കാനായിട്ട് പറ്റും? ഈ പടം ഞാൻ ഇങ്ങനെ തന്നെ വരച്ചാണ് ക്ലാസ്സിൽ പറഞ്ഞത്, ഓർക്കുന്നുണ്ടോ? ഈ 4 വര നോക്കിയാൽ മതി, അപ്പൊ തന്നെ പറയാനായിട്ട് പറ്റുന്നു. എത്ര പേരെയാണ്? 4 പേരെയാണ്. ശരിയല്ലേ? അപ്പൊ 4 പേരെ അവര് കൊണ്ടുപോകുന്നു. അടുത്ത ചോദ്യം ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസിൽ നിന്ന് തന്നെയാണ്. വെൻ ദ പെർസെന്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ഈസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ദെൻ ദ ടൈപ്പ് ഓഫ് കർവ് ഒബ്ടൈൻഡ് ഈസ്. ചോദ്യം അതാണ്. പെർസെന്റേജ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ പ്ലോട്ട് ചെയ്യാൻ. ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജനെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആയിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ കർവ്, അതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചു? സിഗ്മോയിഡ് കർവ് എന്ന് വിളിച്ചു. ശരിയല്ലേ പിള്ളേരെ? അടുത്തത് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസിലെ വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫാക്ടേഴ്സ് വിച്ച് ആർ ഫേവറബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ ഇൻ ദ ആൽവിയോളൈ. ഇത് ക്ലാസ്സിൽ പഠിപ്പിച്ച സമയത്ത് നമ്മളെല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് അലറിക്കൊണ്ട് പറഞ്ഞ കാര്യമായിരുന്നു. ഓർമ്മയുണ്ടോ കുട്ടികളെ നമ്മൾ പറഞ്ഞത് എങ്ങനെയാണെന്നുള്ളത്? നോക്കിക്കേ, ഇൻദാൽവിയോളൈ. ഓർമ്മയുണ്ടോ ആ ഡയലോഗ്? ഇൻദാൽവിയോളൈ. ആൽവിയോളൈയില് the partial pressure of oxygen PO2 is higher, PCO2 is lower, temperature is lower, H plus is lower, pH is higher. Oxygen binds reversibly with hemoglobin to form ഓക്സി ഹീമോഗ്ലോബിൻ. സ്ട്രെയിറ്റ് ലൈൻ ആണ്. ശരിയല്ലേ? നമ്മൾ ഇത് അങ്ങനെ പല ആവർത്തിയില് വീട്ടിൽ കിടന്ന് അലറി വിളിച്ച് പറഞ്ഞാണ്. അമ്മയോടും അച്ഛനോടും അനിയനോടും വീട്ടിലെ പട്ടിയോടും പൂച്ചയോടും വരെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലേ? എങ്ങനെയാണ് ഇൻ ദ ആൽവിയോളൈ, ഇൻ ദ ടിഷ്യൂസ്, 2 കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മള് ഈ കണ്ടീഷൻ നമുക്ക് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിക്കേ പിള്ളേരെ, ആ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? തേർഡ് ഓപ്ഷൻ, ലോ PCO2, ഹൈ PO2, ലോ H പ്ലസ് ആൻഡ് ലോ ടെമ്പറേച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും ഫ്രം ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് തന്നെയാണ്. നോക്കിക്കേ പിള്ളേരെ,
During strenuous exercises, every 100 ml of oxygenated blood can deliver around dash ml of oxygen. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രെനസ് എക്സസൈസിന്റെ സമയത്ത് നമ്മൾ ക്ലാസ്സിൽ ഈ ചോദ്യം സൈലത്തിന്റെ കുട്ടികൾക്ക് നല്ലപോലെ അറിയാം. ക്ലാസ്സിൽ നമ്മൾ ഈ ചോദ്യം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, നമ്മൾ ഇത് കൃത്യമായിട്ട് നമ്മൾ ചെയ്താണ്. സ്ട്രെനസ് എക്സസൈസിന്റെ സമയത്ത് എത്രയാ വരുന്നത്? സ്ട്രെനസ് എക്സസൈസിന്റെ സമയത്തിലെ കാര്യം അറിയണമെങ്കിൽ NCERT-യിൽ പറഞ്ഞിരിക്കുന്നത് അണ്ടർ നോർമൽ ഫിസിയോളജിക്കൽ കണ്ടീഷന്റെ സമയത്ത് 5 എന്നാണ്. NCERT പറഞ്ഞിരിക്കുന്നത് അതാണ്. ചാടിക്കറി 2 പറയരുത്. നമ്മുടെ ചോദ്യം ആരെ കുറിച്ചാണ്? സ്ട്രെനസ് എക്സസൈസിനെ കുറിച്ചാണ്. കണ്ടോ, NCERT-യിൽ പറഞ്ഞിരിക്കുന്നത് അണ്ടർ നോർമൽ ഫിസിയോളജിക്കൽ കണ്ടീഷൻ ആണ്. ചോദ്യം സ്ട്രെനസ് എക്സസൈസിനെ കുറിച്ചാണ്. 2. അപ്പൊ നോർമൽ ഫിസിയോളജിക്കൽ അല്ല, 15 വരണം. ക്ലാസ്സിൽ പറഞ്ഞാണല്ലേ. അടുത്ത ചോദ്യം നോക്കിയ പിള്ളേരെ, ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസിന്റെ സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാക്കാവോ നമ്മൾ അതെല്ലാം ഉണ്ടാക്കും അല്ലേ? സ്റ്റേറ്റ്മെന്റ് 1, അറ്റ് ദ ആൽവിയോളാർ സൈറ്റ്, ആൽവിയോളയിൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഹൈ ഡ്യൂ ടു കാറ്റാബോളിസം. ആണോ? പിന്നെ സമ്മതിക്കണോ? വേണ്ട. എന്തുകൊണ്ടാ? പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കാറ്റബോളിസം കൊണ്ട് ഹൈ ആവുന്നതൊക്കെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, ടിഷ്യൂസിനോട് പറഞ്ഞാൽ മതി. ഇവിടെ പറ്റൂല. പറ്റുവോ? പറ്റൂല. എന്തുകൊണ്ടാണ്? കാരണം അവിടെ എന്ന് പറയുന്നത് ടിഷ്യൂസിലായിരിക്കണം. നമ്മളെടുത്ത് പറയുന്നല്ലേ. ഓക്കെ, അടുത്ത നോക്കിക്കേ പിള്ളേരെ. സ്റ്റേറ്റ്മെന്റ് 2, അറ്റ് ദ ടിഷ്യൂ സൈറ്റ് അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫാൾസിലോട്ട് പോയി നമ്മൾ അടുത്തയിലോട്ട് പോവുകയാണ്. എന്താണ്? അറ്റ് ദ ടിഷ്യൂ സൈറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസസ് ടു ബ്ലഡ് ആൻഡ് ഫോം HCO3- ആൻഡ് H+. NCERT-യിൽ സ്ട്രേറ്റ് വരി തന്നെയാണല്ലേ. അപ്പൊ കൂളുകൾ ഇട്ടിരിക്കുന്നു, ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ജയിക്കാം. അത്രേ ഉള്ളൂ പിള്ളേരെ. ശ്രദ്ധയാണ് ഇമ്പോർട്ടന്റ്. മനസ്സിലാവുന്നുണ്ടോ? കണ്ടന്റിനെ അനാലൈസ് ചെയ്ത് ആ കണ്ടന്റിനെ നമ്മൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് 700 മുകളിൽ മാർക്ക് കിട്ടും. ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ. അതിനാണ് നമ്മൾ NCERT-ലെ ലൈൻ തന്നെ ചോദ്യങ്ങളായിട്ട് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടിയോ? നമ്മൾ ലൈൻ ബൈ ലൈൻ ഇട്ടിട്ട് പോലും ചില ചോദ്യങ്ങളിൽ കണ്ണ് ബ്ലിങ്കി പോകുന്നു. അതെന്തുകൊണ്ടാണ്? ആ ലൈൻ പോലും നമ്മളെ ഒന്ന് കൺഫ്യൂസിങ് ആക്കുന്നതാണ് അല്ലെ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ട്രൂ ആണ് അല്ലെ. ടിഷ്യൂ സൈറ്റിൽ എന്തുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഹൈ ഡ്യൂ ടു കാറ്റബോളിസം. കാറ്റബോളിസം കാരണം കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഹൈ ആണ്. അടുത്ത നോക്കിയ പിള്ളേരെ, റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ ചാപ്റ്ററിന്റെ എൻഡിങ്ങിലോട്ട് വരികയാണ്. പക്ഷെ ഈ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നോക്കിയേ. A specialized center in medulla region is primarily responsible for regulation of respiration, which is primarily responsible. NCERT-ൽ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രേറ്റ് അവേ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. പ്രൈമറിലി റെസ്പോൺസിബിൾ എന്ന് പറയുന്ന ആരാ പിള്ളേരെ? ദാറ്റ് ഈസ് ദ ഏതാണ്? റെസ്പിറേറ്ററി റിഥം സെന്റർ. സാക്ഷാൽ റിഥം സെന്ററിന്റെ കാര്യമാണ് അവിടെ എപ്പോഴും പറയുന്നത്. അടുത്ത ചോദ്യം, റെഗുലേഷൻ ഓഫ് റെസ്പിറേഷനിൽ നിന്ന് നോക്കിക്കേ പിള്ളേരെ. ഇൻക്രീസ് ഇൻ these substances can activate chemosensitive area adjacent to respiratory rhythm center. Increase in these substances can activate the chemosensitive area. NCERT-ൽ ഇതിന്റെ ലൈൻ പറഞ്ഞിട്ടുണ്ട്. ആരെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെന്നാ പറയുന്നത്? 2 പേരുടെ കാര്യം അവിടെ എടുത്തു പറയുന്നുണ്ട്. ആരെയൊക്കെയാണ്? H+നെയും CO2-വിനെയും അല്ലെ. NCERT-ൽ എടുത്തു പറയുന്ന വരികളാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെയും H+ന്റെയും കോൺസെൻട്രേഷന്റെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കീമോസെൻസിറ്റീവ് ഏരിയ അവിടെ ആക്ടിവേറ്റഡ് ആകും. ആൻഡ് ഇന്റേൺ അത് അവിടെ ഇരിക്കുന്നത് റെസ്പിറേറ്ററി റിഥം സെന്ററിന്റെ അടുത്തായിട്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഡിസോർഡേഴ്സ് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം. ഇറങ്ങി ഇങ്ങ് താഴെ എത്തി അല്ലെ. ചാപ്റ്ററിന്റെ ലാസ്റ്റിലോട്ട് നമ്മളിങ്ങനെ നോക്കിയേ. ഡാഷ് ഈസ് എ ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ് ഡ്യൂ ടു ദ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കേ ആൻഡ് ബ്രോങ്കിയോൾ. സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞേ പിള്ളേരെ. ഏതാണത്? ബ്രോങ്കയുടെ ബ്രോങ്കിയോൾസിന്റെ ഇൻഫ്ലമേഷൻ കാരണം ഉണ്ടാവുന്ന അസുഖം ഏതാത്? സാക്ഷാൽ ആസ്മയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയ പിള്ളേരെ. ഈച്ച് ഹീമോഗ്ലോബിൻ ക്യാൻ ക്യാരി എ മാക്സിമം ഓഫ് 4 ഓക്സിജൻ മോളിക്യൂൾ. സന്തോഷം. ദ അഡൽട്ട് ഹീമോഗ്ലോബിൻ കൺസിസ്റ്റ് ഓഫ് ഹൗ മെനി സബ് യൂണിറ്റ്? സാർ ഈ ചാപ്റ്ററിന്റെ വരിയിലില്ല. ഇല്ല. പക്ഷെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ബയോമോളിക്യൂളിന്റെ വരിയിലുണ്ട്. ഉണ്ട്.
ആ വരിയിൽ കിടപ്പുണ്ടല്ലോ. ഈ വരിയുടെ ഉത്തരം എന്ന് പറയുന്നത് അഡൾട്ട് ഹീമോഗ്ലോബിൻ കൺസിസ്റ്റ് ഓഫ് ഹൗ മെനി സബ് യൂണിറ്റ്, എത്ര സബ് യൂണിറ്റാ നമ്മൾ പഠിച്ചതല്ലേ, ബയോമോളിക്കുളിന്റെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതല്ലേ, ബയോമോളിക്കുളെല്ലാം ഭംഗിയായിട്ട് കണ്ടിട്ടുള്ളതല്ലേ. അഡൾട്ട് ഹീമോഗ്ലോബിൻ 2 ആൽഫ 2 ബീറ്റ, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാ 4. കണ്ടോ, കണക്ട് ചെയ്ത് ചോദ്യം വരുന്നത് എങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടുന്ന് തുടങ്ങി അങ്ങോട്ടേക്ക് പോവാം, ഇങ്ങോട്ടേക്കും പോകാം, എങ്ങോട്ട് വേണമെങ്കിലും പോകാം. കാരണം 38 ചാപ്റ്റർ നേരം കിടക്കുക ഈ ഒരു അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ. ക്ലിയർ ആയോ? സോ ഇവിടെ ആൻസർ നമ്മൾ പറഞ്ഞു, നമുക്ക് സ്ട്രേറ്റ് അവേ അറിയാം 2 ആൽഫ 2 ബീറ്റ. ഓക്കെ, അടുത്ത നോക്കിയ പിള്ളേരെ, ഡിഫ്യൂഷൻ മെംബ്രെയിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 3 മേജർ ലെയർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സ്ക്വാമസ് എപ്പിത്തീലിയം ഈസ് ഗിവൺ റൈറ്റ്? ആ ശരിയാ, ഡിഫ്യൂഷൻ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് 3 പ്രധാനപ്പെട്ട ലെയർ കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ലെയർ ആയിട്ടുള്ള സ്ക്വാമസ് എപ്പിത്തീലിയത്തെ കുറിച്ച് സത്യസന്ധമായ വാക്യം എന്നുള്ള ചോദ്യം ഈ ചാപ്റ്ററിലുണ്ട്. ആ ചാപ്റ്ററിലുണ്ട്. ഏത് ചാപ്റ്ററിലെ? സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസിലും കിടപ്പുണ്ട്. രണ്ടും കൂടെ കൂട്ടിക്കുഴച്ച് വേണം ഇത് പറയാനായിട്ട്. ഈസ് ഗിവൺ റൈറ്റ് എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് നോക്കിയേ, തിക്ക് സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ദ ആൽവിയോളൈ. സമ്മതിക്കൂല, ആൽവിയോളൈ എന്ന് പറയുന്നത് മൃദുലമാണ്, തിന്നാണ് അല്ലെ. തിന്നായിട്ടുള്ളവനെ തിക്കാക്കിയ സമ്മതിക്കുവോ? ഇല്ല. സ്ക്വാമസ് എപ്പിത്തീലിയം ഓൾസോ ഫൗണ്ട് ഇൻ ദ വാൾസ് ഓഫ് ബ്ലഡ് വെസൽസ്. സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ കിടപ്പുണ്ട്. കണ്ടോ. സ്ക്വാമസ് എപ്പിത്തീലിയം ഈസ് എ ഡിവിഷൻ ഓഫ് സിമ്പിൾ എപ്പിത്തീലിയം. അതും അവിടെ കിടപ്പുണ്ട്. കണ്ടു അല്ലേ. സോ മോർ ദാൻ വൺ സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ്. അപ്പോൾ നമ്മള് ഇന്നത്തെ ചർച്ചയിൽ ആദ്യത്തെ പാറ്റേൺ ക്വസ്റ്റ്യൻ നമ്മൾ തീർന്നു. നൗ വി ആർ ഗോയിങ് ടു ദ സെക്കൻഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ശരിയാക്കി തരാം. ഓക്കെ, ഇപ്പൊ ശരിയാക്കണം, ഇപ്പൊ തന്നെ ശരിയാക്കണം. അതിൽ സംശയം വേണ്ട. ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈസി ലെവൽ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത അറിയാമല്ലോ. കാണുക, ആൻസർ പറയുക, അതായിരിക്കണം നമ്മുടെ പവർ എന്ന് പറയുന്നത് അല്ലേ. സോ ഇപ്പൊ തന്നെ നമ്മളത് ശരിയാക്കിയിരിക്കണം. സോ വി ആർ ഗോയിങ് ടു ദ ഈസി ലെവൽ ചോദ്യം. The function of the pneumotaxic center is. pneumotaxic centerന്റെ ഫംഗ്ഷൻ ഏതാണെന്നുള്ളതാണ് ഈ കൂട്ടത്തിൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞ പിള്ളേരെ, the function of the pneumotaxic center is. പറഞ്ഞ പിള്ളേരെ, ഫംഗ്ഷൻ ഓഫ് ദ pneumotaxic center is ഏതാണ്? ഇപ്പൊ ശരിയാക്കി തന്നേ പറ്റൂ. കണ്ണുമുട്ടി പറയണം. ന്യൂമോടാക്സിക് സെന്ററിന്റെ ഫംഗ്ഷൻ പറയുമ്പോഴേ ഓർത്തോണം. പോൺസിന്റെ കാര്യമാണ് പറയുന്നത്. മോഡറേറ്റ് ദ ഫങ്ഷൻസ് ഓഫ് റെസ്പിറേറ്ററി റിതം സെന്റർ. അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിൽ എല്ലാവരും അവന്റെ സ്വന്തം ഉത്തരം തന്നെയാണ് അല്ലെ. ഓൾ ദ അബോവ് ഇസ് ദ റൈറ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസി ലെവലാണ്. ഇൻ ബ്രെയിൻ റെസ്പിറേറ്ററി കൺട്രോൾ സെന്റർ ലൈസ് ഇൻ. ബ്രെയിനിൽ എവിടെയാണ് കാണപ്പെടുന്നത്? അത് കാണുമ്പോൾ തന്നെ റെസ്പിറേറ്ററി കൺട്രോൾ പറയുമ്പോൾ തന്നെ പ്രൈമറി റെസ്പോൺസിബിൾ ആയിട്ടുള്ളവന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. ദ ആൻസർ വിൽ ബി മെഡുലാർ റീജിയൻ. ശരിയല്ലേ? മെഡുലാർ റീജിയനിലാണ് കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഈസി ലെവൽ ക്വസ്റ്റ്യൻ. Deoxygenated blood from the heart comes to the lungs via. ഇതുവഴിയാണ് ഈ ചാപ്റ്ററിന്റെയും ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെയും നടുക്ക് കിടക്കുന്ന ഒരു ചോദ്യമാണ്. ശരിയല്ലേ? Deoxygenated blood from comes to lungs via. ഇതുവഴിയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ലങ്സ്, ഹാർട്ട്, ടിഷ്യൂസ് ഇങ്ങനെ പോകുമ്പോഴേക്ക് എങ്ങനെയാ പോകുന്നത്? ഈ റൂട്ട് ഇങ്ങനെ, ഈ റൂട്ട് ഇങ്ങോട്ട്, ഇത് ഇങ്ങോട്ട്, ഇത് ഇങ്ങോട്ട് അല്ലേ. ഇനി നമുക്ക് പറയാല്ലേ എങ്ങനെയാണ്? ഇത് പൾമണറി വെയിൻ, ഇത് ഡോർസൽ അയോട്ട, ഇത് വീനക്കാവ, ഇത് പൾമണറി ആർട്ടറി. ചോദ്യം, ഹൃദയത്തിൽ നിന്നും ലങ്സിലോട്ട് വരുന്നത് എങ്ങനെ? ഇങ്ങോട്ട്. ചോദ്യം ആരെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്? പൾമണറി ആർട്ടറിയെ കുറിച്ച്. അടുത്ത ചോദ്യം, RBC, plasma and bicarbonate are the medium for the transport of carbon dioxide. Maximum amount of carbon dioxide is carried out by. കാണുമ്പോൾ തന്നെ അറിയാം RBC എന്നറിയപ്പെടുന്നത് 20 തൊട്ട് 25 വരെ, പ്ലാസ്മ 7%, ബൈകാർബണേറ്റ് 70%. സോ ദ മാക്സിമം എമൗണ്ട് എന്നറിയപ്പെടുന്നത് ഏതാ പിള്ളേരെ? ഈ കൂട്ടത്തിൽ കണ്ണും പൂട്ടി പറയാം. ഈസി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞേ. And in the meantime, we are going to the next question. The maximum volume of air that can be released from the lungs by forceful expiration after deepest inspiration. Kanda. Maximum volume of air that can be released from the lungs. എന്ന് പറഞ്ഞാൽ എക്സ്പയർ ചെയ്യാൻ എന്നല്ലേ അതിന്റെ അർത്ഥം. By forceful inspiration after
ആഫ്റ്റർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആഫ്റ്റർ ഡീപ്പസ്റ്റ് ഇൻസ്പിരേഷൻ, നല്ല പോലെ ഇൻസ്പയർ ചെയ്തതിന് ശേഷം എത്രത്തോളം നമുക്ക് കളയാൻ പറ്റുന്നു അത് തന്നെയല്ലേ പിള്ളേരെ സാക്ഷാൽ നമ്മുടെ ആരെന്ന് പറയുന്നത്? വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ലേ? മാക്സിമം NCERT കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ പിള്ളേരെ? മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഔട്ട് ആഫ്റ്റർ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. NCERT സ്ട്രേറ്റ് കിടക്കുന്ന ഒരു വരിയാണ് കേട്ടോ. മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഔട്ട് ആഫ്റ്റർ ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷൻ. ഓക്കെ, സോ അതിന്റെ ആൻസർ ആയി. അടുത്ത ഈസി ലെവൽ ചോദ്യം വീണ്ടും ഇച്ചിരി ഇങ്ങോട്ട് മാറി കിടക്കുന്ന അല്ലേ? ഓക്കെ, അടുത്ത ഈസി ലെവൽ ചോദ്യം നോക്കിയ പിള്ളേരെ. Which one of the following is correct regarding larynx? ലാറിങ്സുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. Which one of the following is correct regarding larynx? ലാറിങ്സുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. നോക്കിയേ, it prevents the foreign object from entering the trachea. ശരിയല്ലേ? ശരിയാണ്. It houses the vocal cords. ശരിയല്ലേ? ശരിയാണ്. It is an organ made of cartilage and connects the pharynx to the trachea. അതും ശരിയാണ്. സോ all of these are right answer. NCERT പറയുന്നില്ലേ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ്? pharynx opens through larynx to trachea. ഇങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ടോ NCERT-യില്? pharynx opens through larynx to trachea. NCERT-ൽ അങ്ങനെ പറയുന്നില്ല ഒരു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയ പിള്ളേരെ. ഈസി ലെവൽ, കണ്ണും പൂട്ടി പറയണം, കാണുന്ന സെക്കൻഡിൽ മാർക്ക് ചെയ്യണം. ട്രക്കിയ ഡിവൈഡ്സ് ഇൻറ്റു ബ്രോങ്കൈ അറ്റ് 5ാം thoracic vertebra. എന്തൊക്കെയായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഇൻറ്റു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രൈമറി ബ്രോങ്കൈ അല്ലേ? റൈറ്റ് പ്രൈമറി ബ്രോങ്കൈ ആയിട്ടും ലെഫ്റ്റ് പ്രൈമറി ബ്രോങ്കൈ ആയിട്ടുമാണ് അവിടെ ഡിവിഷൻ നടത്തുന്നത്. ക്ലിയർ ആയോ? അടുത്ത നോക്കിക്കേ പിള്ളേരെ. ഈസി ലെവലിലെ അടുത്ത ചോദ്യം. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഷിഫ്റ്റഡ് ടു ദ റൈറ്റ് ബൈ ദ ഇൻക്രീസ് ഇൻ. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തു കൂടുമ്പോഴാണ്? അപ്പോൾ ഇതാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. നമുക്കൊരു സിഗ്മോയിഡ് കർവാണ് കിട്ടുന്നത്. അത് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരിക്കണം. നമ്മളത് പഠിച്ചതാണ്, ശരിയല്ലേ? അപ്പോൾ അവിടുത്തെ കണ്ടീഷൻ എങ്ങനെയാ? ഇൻ ദ ടിഷ്യൂസ് വെൻ ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ലോവർ, partial pressure of carbon dioxide is higher, increase in H+, increase in temperature, increase in PCO2, all these condition favors അല്ലേ? അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഹീമോഗ്ലോബിൻ ഓക്സിജനെ ടിഷ്യൂസിലോട്ട് കൊണ്ട് ഡെലിവർ ചെയ്ത് കൊടുക്കുന്നത് അല്ലേ? സോ ദ കണ്ടീഷൻ ഈസ് ഓൾ ഓഫ് ദീസ് ഈസ് റൈറ്റ് ആൻസർ. ഇത് മൂന്നും കറക്റ്റ് ആണ്. അടുത്ത നോക്കിക്കേ പിള്ളേരെ. ദ മാക്സിമം വോളിയം ഓഫ് എയർ contained in the lungs, the maximum volume of air contained in the lungs by a full forced inhalation. ഇത് നിങ്ങളുടെ NCERT കിടപ്പുണ്ടല്ലോ. the maximum volume of air accommodated at the end of forced inspiration. NCERT പറയുന്നില്ലേ? സൈലത്തിന്റെ മെറ്റീരിയൽ പറയുന്നില്ലേ? നോക്കിയ പിള്ളേരെ. മാക്സിമം വോളിയം ഓഫ് എയർ അക്കോമഡേറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ. ഒരു ഫോഴ്സ്ഡ് ഇൻസ്പിരേഷന് ശേഷം നമ്മുടെ ലങ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ അക്കോമഡേറ്റ് ചെയ്യുന്ന മാക്സിമം വോളിയം ഓഫ് എയർ എത്രയാണെന്നുള്ളതാണ് ചോദ്യം എന്നറിയപ്പെടുന്നത്. ഏതാ അത്? ദ ആൻസർ വിൽ ബി യെസ്, എക്സാക്ട്ലി ടോട്ടൽ ലങ് കപ്പാസിറ്റിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓക്കെ, NCERT സ്ട്രെയിറ്റ് അവേ തന്നിരിക്കുന്ന ഒരു ലൈൻ തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കും പിള്ളേരെ? ഏതായിരിക്കും? സോ ദ ആൻസർ വിൽ ബി ടോട്ടൽ ലങ് കപ്പാസിറ്റി. ഓക്കെ, സോ ഈസി ലെവൽ ക്വസ്റ്റ്യൻസിൽ നിന്ന് ചാടുകയാണ്. വി ആർ മൂവിങ് ഓൺ ടു ദ മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. വമന ലോക്കാണ് ഇങ്ങ് പോര്. പക്ഷേ നമ്മള് ഏത് ലോക്കിട്ടാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അതൊക്കെ പൊളിക്കും. കാരണം ഷമ്മി ഹീറോ ആടാ, ഹീറോ അല്ലേ? നമ്മൾ ഏത് ലോക്കിട്ടാലും നമ്മൾ ഈസി ആയിട്ട് പൊളിക്കും. കാരണം നമുക്ക് അതിന് ഉള്ള കെൽപ്പുണ്ട്, നമുക്ക് പൊളിച്ചെടുക്കാം. നോക്കിയ പിള്ളേരെ, ബ്രീത്തിങ് ഈസ് ബെസ്റ്റ് പോർട്രേറ്റ് ആസ്. ബ്രീത്തിങ് എന്ന് പറയുന്നത് ഏറ്റവും ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ കൂട്ടത്തിൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. നോക്കിക്കേ പിള്ളേരെ, ബ്രീത്തിങ് ഈസ് ബെസ്റ്റ് പോർട്രേറ്റഡ് ആസ് അല്ലേ? ഏറ്റവും നന്നായിട്ട് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ ആയിട്ടാണ്? യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ബൈ സെൽസ് ഫോർ കാറ്റബോളിക് റിയാക്ഷൻസ് അല്ല, ട്രാൻസ്പോർട്ട് ഓഫ്, ഇത് ശരിയാണ്. പക്ഷേ ഈ ബ്രീത്തിങ്ങിന്റെ കാര്യമല്ല, ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസ് അല്ല, മൂവ്മെന്റ് ഓഫ് എയർ ഇൻ ടു ആൻഡ് ഔട്ട്
ഓഫ് ദ ലങ്സ്. ദാറ്റ് ഈസ് എ റൈറ്റ് ആൻസർ. ശരിയല്ലേ? തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? NCERT എടുത്തു പറയുന്നുണ്ടല്ലോ, ബ്രീത്തിങ് ഓർ പൾമണറി വെന്റിലേഷൻ. നമ്മൾ പറയുന്നല്ലേ പൾമണറി വെന്റിലേഷൻ. ഇവിടെ വെച്ചിട്ട് എന്താ സംഭവിക്കുന്നത്? ബ്രീത്തിങ് ഓർ പൾമണറി വെന്റിലേഷന്റെ സമയത്ത് അറ്റ്മോസ്ഫെറിക് എയർ ഈസ് ഡ്രോൺ ഇൻ, അകത്തോട്ട് എടുക്കുന്നു, ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് എയർ ഈസ് റിലീസ്ഡ് ഔട്ട്. അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച്ഡ് എയർ പുറത്തോട്ട് കളയുന്നു. ഇത് നമ്മൾ NCERT എടുത്ത് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഹിയർ ദ ആൻസർ എന്ന് പറയുന്നത് തന്നെയായിരിക്കും 3 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിയ പിള്ളേരെ, ആൻ ഇൻഡിവിജ്വൽ റിസൈഡിംഗ് അറ്റ് സീ ലെവൽ ഹാസ് അറൌണ്ട് 5 million RBC for every cubic millimeter of blood. The one living at a height of 5400 meters has around 8 million. This is on the grounds that at a height കൂടുമ്പോൾ, കാരണം ഗ്രൗണ്ട് ലെവലിൽ താമസിക്കുന്ന ഒരാൾക്ക് എപ്പോഴും 5 million RBC ആണ്. അതേസമയം നമ്മൾ മുകളിലോട്ടൊക്കെ കയറി പോവാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ RBCയുടെ ലെവൽ അവിടെ കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും പിള്ളേരെ? അറ്റ്മോസ്ഫറിക് ഓക്സിജൻ ലെവൽ എന്ന് പറയുന്നത് ഈസ് ലെസ് ആൻഡ് ഹെൻസ് മോർ RBC ആർ നീഡഡ്. അല്ലെ? കൂടുതൽ RBC നമുക്ക് അവിടെ ആവശ്യമാണ്. അല്ലെ? കൂടുതൽ RBC ആവശ്യമാണ്. എന്തിനാണ്? ടു അബ്സോർബ് the required amount of oxygen to survive. അതുകൊണ്ടാണ് കിഡ്നിക്ക് പ്രശ്നമുള്ളവര്, തൈറോയിഡ് പ്രശ്നമുള്ളവര് തുടങ്ങിയ ആൾക്കാരൊന്നും ഏതെങ്കിലും മലയുടെ മണ്ടയ്ക്കോട്ട് കയറുമ്പോൾ സൂക്ഷിച്ചോണെന്ന് പറയുന്നത്. കാരണം ഇവർക്ക് എല്ലാവർക്കും എറിത്രോപോയിസിസ് RBCയുടെ ഫോർമേഷനിൽ സുപ്രധാനമായ പങ്കുള്ളവരാണ്. ശരിയല്ലേ? സോ ഹിയർ ദ ആൻസർ വിൽ ബി എ. അല്ലെ? എ. അടുത്ത ചോദ്യം, why do we not respire for some seconds after taking a long deep breath? നല്ല പോലെ ഒരു ബ്രീത്ത് എടുത്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അത് നോക്കിയാൽ എടുത്തു നോക്കിയാൽ എല്ലാവരും നല്ല പോലെ ബ്രീത്ത് എടുത്തേ. ഇത് വിടാതെ പറ്റത്തില്ല. പിന്നെ അത് വിട്ടിട്ട് ശേഷം ഒന്നും കൂടെ എടുക്കാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? ഇത്രയും കഴിഞ്ഞാലേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. ഒന്ന് നോക്കിയേ. അപ്പോൾ അതെന്തുകൊണ്ടാണ് ചോദ്യം അതാണ്. വൈ ഡു വി നോട്ട് റെസ്പയർ ഫോർ സം സെക്കൻഡ്സ് ആഫ്റ്റർ ടേക്കിംഗ് എ ലോങ് ഡീപ്പ് ബ്രീത്ത്? ഒരു ലോങ് ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം കുറച്ചു നേരം നമ്മൾ എന്ത് ചെയ്യുന്നില്ല? റെസ്പയർ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം there is less carbon dioxide in the blood. ബ്ലഡില് കാർബൺ ഡയോക്സൈഡ് കണ്ടന്റ് അവിടെ കുറഞ്ഞു പോകുന്നു. എന്തുകൊണ്ടാണ്? ബ്ലഡ് cannot become, എന്തുകൊണ്ടാണ് അവിടുത്തെ അതിന്റെ കാര്യം എന്തുകൊണ്ടാണ്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് cannot become more than 100% സാച്ചുറേറ്റഡ് വിത്ത് ഓക്സിജൻ. ഓക്സിജനുമായിട്ട് 100% കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനായിട്ട് സാച്ചുറേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. അല്ലേ? സോ എന്താണ് കാര്യം? ഇൻ ഡീപ് ബ്രീത്തിങ് മോർ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് വാഷ്ഡ് ഔട്ട് ഓഫ് ദ ബ്ലഡ്. കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. സോ അവിടെ ആകെ ഒരു ഓപ്ഷൻ ഏതുള്ളൂ. എന്താണ്? അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞു പോയി. അതുകൊണ്ടാണ് ഇത് നല്ലപോലെ ബ്രീത്ത് ചെയ്തപ്പോഴത്തേക്കും ഇഷ്ടം പോലെ ഓക്സിജൻ സാച്ചുറേഷൻ അങ്ങ് കയറി വന്നു. സോ അവിടെയാണ് നമുക്ക് എന്ത് പറ്റുന്നത്? കുറച്ച് നേരത്തേക്കൊന്ന് പിടിച്ചു നിർത്തേണ്ടതായിട്ട് വരുന്നത്. അടുത്തത്, വേർ ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ഓക്സിജൻ ലോസ്റ്റ് ഫ്രം ദ ബോഡി? എവിടെയാണ് മാക്സിമം എമൗണ്ട് ഓഫ് ഓക്സിജനെ നമ്മുടെ ബോഡിയിൽ നിന്നും ലോസ്റ്റ് ഫ്രം ദ ബ്ലഡ്? ബ്ലഡിൽ എവിടെ വെച്ചിട്ടാണ് മാക്സിമം എമൗണ്ട് ഓഫ് ഓക്സിജനെ നഷ്ടപ്പെടുന്നുള്ളതാണ് ചോദ്യം. മാക്സിമം എമൗണ്ട് ഓഫ് ഓക്സിജനെ കൊടുക്കുന്ന എവിടെയാ പിള്ളേരെ? മാക്സിമം എമൗണ്ട് ഓഫ് ഓക്സിജനെ കൊണ്ട് കൊടുക്കുന്ന അവിടെയാണ്. ഹീമോഗ്ലോബിൻ, ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് രണ്ടുപേരും കൂടെ വണ്ടിയൊക്കെ ഓടിച്ച് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴാണ് എന്ത് സംഭവിച്ചത്? ടിഷ്യൂസിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി? കാർബൺ ഡയോക്സൈഡിനെ അവിടെ എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യണം. എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? ആസ് എ മെറ്റാബോളിക് പ്രൊഡക്റ്റ്. അല്ലേ? ഓക്സിജൻ ഈസ് യൂട്ടിലൈസ്ഡ് ബൈ ദ ടിഷ്യൂസ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഈസ് റിലീസ്ഡ് ബൈ അവർ ടിഷ്യൂസ്. അല്ലേ? അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മാക്സിമം എമൗണ്ട് ഓഫ് ഓക്സിജൻ നമ്മുടെ ബ്ലഡിൽ നിന്ന് ലോസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? മാക്സിമം എമൗണ്ട് ഓഫ് ഓക്സിജൻ ലോസ്റ്റ് ഫ്രം ദ ബ്ലഡ് എവിടെയായിരിക്കും? നമ്മളുടെ ടിഷ്യൂസിൽ വെച്ചായിരിക്കും. അല്ലെ? കാപ്പിലറി സറൗണ്ടിങ് ദ ടിഷ്യൂ സെൽ. സോ ദ കാപ്പിലറി ക്യാരിങ് ബ്ലഡ് ടു ദ ടിഷ്യൂസ്. ഓക്സിജൻ ഡിഫ്യൂഷൻസ് ഫ്രം ദ ബ്ലഡ് കാപ്പിലറി ടു ദ സറൗണ്ടിങ് ടിഷ്യൂ ഡ്യൂ ടു ഡിഫ്യൂഷൻ ഗ്രേഡിയന്റ്. NCERT എടുത്ത് പറയുന്നതാണ്. അല്ലെ? ആസ് ദർ ഈസ് എ ഹൈ ഗ്രേഡിയന്റ് ബിറ്റ്വീൻ കാപ്പിലറി സറൗണ്ടിങ് ടിഷ്യൂ സെൽ. സോ ആ ഡിഫ്യൂഷൻ നമുക്ക് അവിടെ നടത്തേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ട്? ഫാത്തിമ ഓർത്തെടുത്തു. ഡിങ് ഡിങ്. അല്ലേ? ഓക്കെ. സോ നെക്സ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻ. അപ്പൊ മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്തത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു മേഖല തന്നെയാണ്
ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിട്ട് പോകുന്നു. അസർഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നു. വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മേഖല തന്നെയാണ്. ഓപ്ഷൻസ് എഴുതേണ്ട കാര്യമില്ല, എഴുതാതെ നമുക്ക് പറയാനായിട്ട് പറ്റുന്നു. കാണുമ്പോ തന്നെ പറയണം മല മല മല, കുഞ്ഞിന്റെ പേര് മല, തെറ്റിക്കാൻ പാടില്ല. അസർഷൻ ശരിയാണോ നോക്കുക, റീസൺ ശരിയാണോ നോക്കുക. അസർഷനും റീസണും ശരിയാണെന്നുണ്ടെങ്കിൽ മാത്രം അവരുടെ കാര്യം നോക്കിയാൽ മതി. എന്താണ് റീസൺ ഈസ് ദ കറക്റ്റ് ആണോ നോട്ട് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്ന് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമുക്ക് അടുത്ത സെറ്റിലോട്ട് നമുക്ക് പോവാം. അസർഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് കടക്കാം. ഓക്കെ, നോക്കിക്കേ പിള്ളേരെ. അസർഷൻ: most fish die from suffocation when they get out of the water. വെള്ളത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഫിഷ് സഫോക്കേറ്റ് ചെയ്യും. പരമാർത്ഥമല്ലേ പിള്ളേരെ? അതോ ഫിഷ് വെള്ളത്തിന്റെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുക, ഹായ് വാട്ട് എ ബ്യൂട്ടിഫുൾ പീപ്പിൾസ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മീൻ നിൽക്കുവോ? മീന് നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. മീന് വെള്ളത്തിന്റെ വെളിയിൽ ഇറങ്ങിയാൽ സഫോക്കേറ്റ് ചെയ്യും. എന്തുകൊണ്ടാ സഫോക്കേറ്റ് ചെയ്യുന്നത്? അതിന്റെ ഗില്ലുകൾ സ്റ്റിക്ക് ചെയ്യുന്നു അല്ലെ? വെള്ളത്തിൽ നിന്ന് വെളിയിൽ ഇതിന്റെ ഗില്ലെല്ലാം കൂടെ സ്റ്റിക്ക് ചെയ്ത് പോകും അല്ലെ? അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് പോയുള്ള പ്രശ്നം thereby reducing their surface area. സർഫസ് ഏരിയ അവിടെ കുറച്ച് കളയുന്നു. സോ നാച്ചുറലി ഇത് പരമാർത്ഥമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് വൺ: atmospheric air contain much less oxygen than the amount of oxygen dissolved in water. അത് പോയി. atmospheric air contain much less എന്ന് പറയാൻ പാടില്ലല്ലോ. പറയാൻ പാടുണ്ടോ? പറയാൻ പാടില്ല അല്ലേ? ഫാർ മോർ ഓക്സിജൻ ആണ് പറയേണ്ടത്. ശരിയല്ലേ? സോ ഇവിടെ എന്ത് പറ്റി? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയി. സോ അസർഷൻ ശരി, റീസൺ തെറ്റ്. അങ്ങനെ ഒരു ഓപ്ഷൻ വന്നു. അടുത്ത നോക്കിയ പിള്ളേരെ, അസർഷൻ റീസൺ: ഇൻസെക്ട് ഡെവലപ്പ് എ കോംപ്ലക്സ് സിസ്റ്റം ഓഫ് എയർ ട്യൂബ്സ് കോൾഡ് ട്രക്കിയ ഫോർ റെസ്പിറേറ്ററി പർപ്പസ്. എൻസിആർടിയിൽ എടുത്തു പറയുന്നുണ്ട്. ആനിമൽ കിങ്ഡത്തില് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ചിൽ കണക്ട് ചെയ്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ? സോ അസർഷൻ ഇവിടെ ട്രൂ ആണ്. അടുത്ത നോക്കിയേ, എക്സ്ചേഞ്ച് ത്രൂ ബോഡി സർഫസ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് ഇൻസെക്ട്. ശരിയല്ലേ? ബോഡി സർഫസിൽ കൂടെ ഉള്ള എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇൻസെക്ട്സിൽ പോസിബിൾ അല്ല, നോട്ട് പോസിബിൾ. അതും ശരിയാണ്. സോ ഇവിടെ അസർഷൻ ശരിയാണ്, റീസൺ ശരിയാണ്. അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എന്ത് നോക്കണം? അവര് കറക്റ്റ് ബന്ധമാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. നോക്കിക്കേ, പറഞ്ഞു നോക്കിക്കേ. ഇനി എങ്ങനെയാ പറഞ്ഞു നോക്കേണ്ടത്? എക്സ്ചേഞ്ച് ത്രൂ ബോഡി സർഫസ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ഇൻസെക്ട്സ്. അതുകൊണ്ട് ഇൻസെക്ട്സ് ഡെവലപ്പ് എ കോംപ്ലക്സ് സിസ്റ്റം ഓഫ് എയർ ട്യൂബ്സ് കോൾഡ് ട്രക്കിയ ഫോർ റെസ്പിറേറ്ററി പർപ്പസ്. ശരിയല്ലേ? പറഞ്ഞു നോക്കിക്കേ അല്ലേ? കറക്റ്റ് അല്ലേ? എക്സ്ചേഞ്ച് ത്രൂ ബോഡി സർഫസ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ഇൻസെക്ട്സ്. ഇൻസെക്ട്സിൽ പോസിബിൾ അല്ല. അതുകൊണ്ട് ഇൻസെക്ട് ഡെവലപ്പ് എ കോംപ്ലക്സ് സിസ്റ്റം ഓഫ് എയർ ട്യൂബ് കോൾഡ് ട്രക്കിയ ഫോർ റെസ്പിറേറ്ററി പർപ്പസ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്? നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയ പിള്ളേരെ, അസർഷൻ റീസൺ: ഇഫ് there is no air in the trachea it will not collapse. ട്രക്കിയയില് എയർ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കൊളാപ്സ് ചെയ്യില്ല അല്ലെ? ഇഫ് ദർ ഈസ് നോ എയർ ഇൻ ദ ട്രക്കിയ ഇറ്റ് വിൽ നോട്ട് കൊളാപ്സ്. അത് കൊളാപ്സ് ചെയ്യില്ല. സത്യമല്ലേ? എയർ ഇല്ലെങ്കിൽ പോലും അത് കൊളാപ്സ് ചെയ്യില്ല. എന്തുകൊണ്ട് ചെയ്യില്ല? ബിക്കോസ് ഇറ്റ് ഈസ്, നമുക്കറിയാം അല്ലെ? ബിക്കോസ് ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ. അപ്പൊ ഇത് ട്രൂ ആണ്. എന്തുകൊണ്ടാണ്? ഇൻകംപ്ലീറ്റ് കാർട്ടിലേജിനസ് റിങ്സ് സ്വന്തമായിട്ടുള്ളത് കൊണ്ട്. ശരിയല്ലേ? ഇൻകംപ്ലീറ്റ് കാർട്ടിലേജിനസ് റിങ്സ് സ്വന്തമായിട്ടുള്ളത് കൊണ്ട് അവൻ ശരിയാവത്തില്ല, എന്ത് ചെയ്യത്തില്ല, കൊളാപ്സ് ചെയ്യില്ല. അതായിരിക്കണമല്ലോ അതിന്റെ റീസൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. റീസൺ ട്രക്കേസ് ഹാവിംഗ് കാർട്ടിലേജിനസ് റിങ്സ്. അത് ട്രൂ ആണ്. ഇനി നിങ്ങൾ പറഞ്ഞു നോക്കിയേ, ട്രക്കിയയ്ക്ക് കാർട്ടിലേജിനസ് റിങ്സ് ഉണ്ട്. അതുകൊണ്ട് ഇഫ് ദർ ഈസ് നോ എയർ ഇൻ ട്രക്കിയ ഇറ്റ് വിൽ നോട്ട് കൊളാപ്സ്. ഓക്കെ, അസർഷൻ ശരി, റീസൺ ശരി. നമുക്ക് രണ്ടിന്റെ എക്സ്പ്ലനേഷൻ കൊണ്ടുവരാം. ഓക്കെ, അടുത്ത നോക്കിയേ, അസർഷൻ റീസൺ: ഇൻസ്പിറേഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു മസ്കുലാർ റിലാക്സേഷൻ. തെറ്റി അല്ലെ? ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയിരിക്കുന്ന മസ്കുലാർ റിലാക്സേഷൻ ആണോ? മസ്കുലാർ കോൺട്രാക്ഷൻ ആണ്. ഇൻസ്പിറേഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു മസ്കുലാർ കോൺട്രാക്ഷൻ ആണ്. ക്ലിയർ ആയോ? ഇൻസ്പിറേഷൻ ഉണ്ടായിരിക്കുന്നത് മസ്കുലാർ കോൺട്രാക്സേഷൻ ആണ്, റിലാക്സേഷൻ കൊണ്ടല്ല. സോ അസർഷൻ ഇവിടെ ഫാൾസ് ആണ്. ഡ്യൂറിംഗ് ഇൻസ്പിറേഷൻ ഡയഫ്രം ആൻഡ് എക്സ്റ്റേണൽ ഇന്റർകോസൽ മസിൽ കോൺട്രാക്ട് സൈമൾട്ടേനിയസ്ലി. ഇൻസ്പിറേഷന്റെ സമയത്ത് ഡയഫ്രവും നമ്മുടെ ഇന്റർകോസൽ മസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? സൈമൾട്ടേനിയസ്ലി കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. എക്സ്പിറേഷന്റെ സമയത്ത് ഇവരൊക്കെ റിലാക്സ്
റിലാക്സ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഒരുത്തൻ ഫാൾസ് ആയതുകൊണ്ട് എക്സ്പ്ലനേഷൻ ആണോ അല്ലേന്നും നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. സ്ട്രൈറ്റ് അവേ പറഞ്ഞു അസേർഷൻ തെറ്റും റീസൺ ശരിയുമാണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ. Aerobic respiration involves the exchange of respiratory gas twice. Aerobic respiration 2 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പിറേറ്ററി ഗ്യാസിനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? അതാ നോക്കിയ ലങ്സ്, ഹാർട്ട്, ടിഷ്യൂസ്. ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ട 2 പ്രാവശ്യം ഇവിടെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. ശരിയല്ലേ? സോ എയറോബിക് റെസ്പിറേഷൻ ഇൻവോൾവ്സ് എന്താ സംഭവിക്കുന്നത്? 2 പ്രാവശ്യം അവിടെ എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസ് നടക്കുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ ട്രൂ പറയാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, എക്സ്ചേഞ്ച് ഒക്കേഴ്സ് ഫ്രം ലങ്സ് ടു ഹാർട്ട് ആൻഡ് ദെൻ ഹാർട്ട് ടു ലങ് ആണോ? അങ്ങനെയാണോ? അല്ല. ശരിക്കും ലങ്സ് ടു ഹാർട്ടും പിന്നെ ഹാർട്ട് ടു ദ ടിഷ്യൂസിലോട്ടല്ലേ പോകേണ്ടത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? റീസൺ എന്ന് പറയുന്നത് അവിടെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ശരിയല്ലേ? ആണോ? ലങ്സ് ടു ഹാർട്ട് ആൻഡ് ഹാർട്ട് ടു ലങ്സ് ആണോ? അതെ. ആണോ? അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് നടക്കേണ്ടത് 2 വശത്തോട്ടായിരിക്കും നമ്മുടെ അടുത്തോട്ട് എക്സോട്ട് പോകേണ്ടത്. ശരിയല്ലേ? ഓക്കെ. അടുത്ത നോക്കിയ പിള്ളേരെ, അസേർഷൻ റീസൺ. ആൽവിയോളെ ആർ ദ പ്രൈമറി സൈറ്റ് ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ആൽവിയോളെ എന്ന് പറയുന്നത് ഗ്യാസ് എക്സ്ചേഞ്ചിന്റെ പ്രൈമറി സൈറ്റ് ആണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈമറി സൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ്? ട്രൂ ആണ്. ശരിയല്ലേ? പ്രൈമറി സൈറ്റ് എന്ന് അറിയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. All factors in our body are favorable for diffusion of oxygen from the alveoli to the tissues and that of carbon dioxide from the tissues to the alveoli. നമ്മുടെ ബോഡിയിലെ എല്ലാ ഫാക്ടേഴ്സും ഈ 2 കാര്യങ്ങൾക്ക് ഫേവറബിൾ ആണ്. എന്തൊക്കെ കാര്യങ്ങൾക്ക് ഫേവറബിൾ ആണ്? ഓക്സിജനെ ആൽവിയോളിൽ നിന്ന് ടിഷ്യൂസിൽ കൊടുക്കാനും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ ടിഷ്യൂസിൽ നിന്ന് ആൽവിയോട്ട് കൊടുക്കാനും ഫേവറബിൾ ആണ്. 2ഉം ശരിയാണ്. ഇനി നമുക്ക് നോക്കണം. ഫസ്റ്റ് കാര്യം നോക്കിയാൽ ആൽവിയോളെ ആർ ദ പ്രൈമറി സൈറ്റ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. രണ്ടാമത്തത് ഓൾ ഫാക്ടേഴ്സ് ഇൻ അവർ ബോഡി ആർ ഫേവറബിൾ ഫോർ ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ഫ്രം ദ ആൽവിയോളൈ ടു ടിഷ്യൂസ് ആൻഡ് ദാറ്റ് ഓഫ് ദ കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ടിഷ്യൂസ് ടു ആൽവിയോളൈ. അതുകൊണ്ട് ആൽവിയോളാർ ദ പ്രൈമറി സൈറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? കാരണം ആൽവിയോളൈ പ്രൈമറി സൈറ്റ് ആവാനുള്ള കാര്യം എന്താ? ആൽവിയോളൈ പ്രൈമറി സൈറ്റ് ആവാനുള്ള കാരണം അതിനകത്ത് എക്സ്റ്റെൻസീവ് നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് ഉണ്ട്. എക്സ്റ്റെൻസീവ് നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് ഉണ്ട്. മാത്രമല്ല സ്വന്തമായിട്ട് സ്ക്വാമസ് എപ്പിത്തീലിയം ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ ശരിക്കും പറയുമ്പോഴത്തേക്കും എക്സ്റ്റെൻസീവ് നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസും സ്ക്വാമസ് എപ്പിത്തീലിയം ഒക്കെ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പ്രൈമറി സൈറ്റ് എന്ന് പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ 2ഉം ശരിയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ. അടുത്ത ചോദ്യം, assertion reason. നോക്കിയേ, the lungs are situated in a thoracic chamber which is an anatomically airtight chamber. lungs എന്നറിയപ്പെടുന്നത് ഒരു thoracic chamberലാണ്. അതൊരു anatomically airtight chamber ആണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എങ്ങനെയാണ്? dorsally by the vertebral column, ventrally by the sternum, laterally by the ribs and not a lower side is supported by a dome shaped diaphragm. The first statement true ആണ്. Such an arrangement is essential to avoid any change in the pulmonary volume. അവിടെ പോയി അല്ലേ? Essential to avoid any change in the pulmonary volume. അത് മാറ്റി. എന്തുകൊണ്ടാണ്? നമ്മൾ പറയുന്നുണ്ട് എനി ചേഞ്ച് ഇൻ ദ തൊറാസിക് വോളിയം. എടുത്ത് പറയുന്നല്ലേ, എനി ചേഞ്ച് ഇൻ തൊറാസിക് ക്യാവിറ്റി ഓർ തൊറാസിക് വോളിയം ലീഡ്സ് ടു ചേഞ്ച് ഇൻ പൾമണറി. എൻസിആർടിയിൽ എടുത്തു പറയുന്നല്ലേ, തൊറാസിക്കിൽ എന്തുണ്ടായാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എന്തുണ്ടായാലും അത് പൾമണറിയിലും മാറ്റങ്ങൾ സംഭവിച്ചിരിക്കണം. അപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് എ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് അല്ലേ. അടുത്തത് assertion reason. During inspiration the thoracic volume increases. ഇൻസ്പിറേഷന്റെ സമയത്ത് തൊറാസിക്കിന്റെ വോളിയം കൂടുന്നു. ശരിയല്ലേ? എന്തുകൊണ്ടാണ്? അപ്പോൾ തൊറാസിക് വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയുന്നു, എയർ പുറത്തുനിന്ന് അകത്തോട്ട് കയറി വരുന്നു. ശരിയല്ലേ? ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. Reason. This happens due to relaxation of diaphragm. അവിടെ പോയി അല്ലേ. റിലാക്സേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോവുകയാണ്. ശരിയല്ലേ? അപ്പൊ റിലാക്സേഷൻ എന്ന് പറയുന്നവൻ അവിടെ എന്ത് വരണമായിരുന്നു? കോൺട്രാക്ഷൻ എന്ന് വരണമായിരുന്നു. അങ്ങനെ വരാത്തത് കൊണ്ട് അവിടെ എന്തായി? അത് ഫാൾസായി. ശരിയല്ലേ? അത് ഫാൾസായി. ഓക്കെ. അപ്പൊ നമ്മള് അസർഷൻ റീസൺ ബേസ്ഡ് ടെസ്റ്റ് സീരീസ് കഴിഞ്ഞു.
ഒത്തിരി ചോദ്യങ്ങളുണ്ട് പിള്ളേരെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാക്സിമം ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് ടൈമിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാനുള്ള ശ്രമമാണ് അല്ലെ. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസിലും ഇവിടെ നിന്ന് കയറാൻ പോവാണ്. സോ പണി വരുന്നുണ്ട് അവറാച്ച. ഡയറക്ഷൻ ബേസ്ഡ് ടൈപ്പ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റൈറ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റൈറ്റ് തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം വരുന്നിടത്താണ് നമ്മളെ എപ്പോഴും കയ്യിൽ നിന്ന് കൊണ്ട് കളയുന്ന സാധനങ്ങൾ അവിടെയാണ്. ഡയറക്ഷൻ ബേസ്ഡ് ചോദ്യങ്ങളാണ്. ക്ലിയർ ആയോ? ഓക്കെ, നോക്കിക്കേ. Which of the following statement is right? റൈറ്റ് ആയിട്ടുള്ള എത്ര പേരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ പിള്ളേരെ. വർക്കേഴ്സ് ഇൻ ഗ്രൈൻഡിങ് ആൻഡ് സ്റ്റോൺ ബ്രേക്കിംഗ് ഇൻഡസ്ട്രീസ്, വർക്കേഴ്സ് ഇൻ ഗ്രൈൻഡിങ് ആൻഡ് സ്റ്റോൺ ബ്രേക്കിംഗ് ഇൻഡസ്ട്രീസ് മേ സഫർ ഫ്രം ലങ് ഫൈബ്രോസിസ്. ശരിയാണോ? NCERT സ്റ്റേറ്റ്മെന്റ് ആണ്, സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്. About 90% of carbon dioxide is carried by hemoglobin as carbaminohemoglobin. 90% കാർബൺ ഡയോക്സൈഡിനെ അങ്ങനെയാണോ കൊണ്ടുപോകുന്നത്? RBC ആകപ്പാട് 20 തൊട്ട് 25% മാത്രമല്ലേ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് ദ ഫാൾസ്. സിഗരറ്റ് സ്മോക്കിംഗ് മേ ലീഡ്സ് ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ. ഇല്ല, സിഗരറ്റ് സ്മോക്ക് എന്ന് പറയുന്നത് ബ്രോങ്കയുടെ ഇൻഫ്ലമേഷൻ ഒന്നും നടത്തുന്നില്ല. അതെവിടെയാണ്? എംഫിസീമയിലാണ് സിഗരറ്റ് സ്മോക്കിംഗ് വരുന്നത്. മാത്രമല്ല സിഗരറ്റ് സ്മോക്കിംഗ് എന്താ ചെയ്യുന്നത്? അത് ശരിക്കും ബ്രോങ്കൈ ട്യൂബിൾസിനെ നാരോ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ സിഗരറ്റ് സ്മോക്കിംഗ് എന്ന് പറയുന്നത് ന്യൂറൽ സിഗ്നൽസ് ഫ്രം ദ ന്യൂമോടാക്സി സെന്റർ ഇൻ ദ പോൺസ് ഓഫ് ദ ബ്രെയിൻ ക്യാൻ ഇൻക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ. തെറ്റി, ഇൻക്രീസ് അല്ല അവിടെ വരേണ്ടത്, റെഡ്യൂസ് എന്നുള്ള വാക്കാണ് NCERT പറയുന്നത് അല്ലേ. സോ അതും പോയി. 3 സ്റ്റേറ്റ്മെന്റ് തെറ്റി. ആദ്യത്തേത് എന്തായിരുന്നു? ട്രൂ ആയിരുന്നു. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ്? ആദ്യത്തേത് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്രോട്ടീൻ ഹീമോഗ്ലോബിൻ ഈസ് റൈറ്റ്? വീണ്ടും ശരിയായിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ പിള്ളേരെ. മെയിൻറ്റെയിൻസ് ബ്ലഡ് ഷുഗർ ലെവൽ. ചേട്ടൻ ആ പരിസരത്തോട്ട് പോലും പോവാറില്ല. ആക്ട് ആസ് ആൻ ഓക്സിജൻ കാരിയർ ഇൻ ദ ബ്ലഡ്. ശരിയാണ്. ഫംഗ്ഷൻ ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ബയോളജിക്കൽ റിയാക്ഷൻ, ഫോംസ് ആന്റിബോഡീസ് അല്ല. സോ സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ പറയാം. ദ ആൻസർ വിൽ ബി ദ സെക്കൻഡ് ഓപ്ഷൻ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? വരയ്ക്കുക. സാറേ നോട്ടിന്റെ നോട്ട് കണ്ടില്ല, മിസ്സിന്റെ മിസ് കണ്ടില്ല പറയരുത്. അത് ഇമ്പോർട്ടന്റ് ആണ്, ഡയറക്ഷൻ ബേസ്ഡ് ആണ് അല്ലേ. പണി വരുത്താൻ സമ്മതിക്കാൻ പാടില്ല അല്ലേ. നോക്കിക്കേ പിള്ളേരെ. ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ആഫ്റ്റർ എ നോർമൽ ഇൻസ്പിറേഷൻ ഈസ് കോൾഡ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി. ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ ആഫ്റ്റർ എ നോർമൽ ഇൻസ്പിറേഷൻ. ഞാൻ മറ്റേ അത് കാണിച്ചു തന്നല്ലേ, നമ്മളുടെ ആരാണ് ചെമ്മീൻ സിനിമയില് നമ്മളെ ഷീലയൊക്കെ എങ്ങനെയാണ് പറയുന്നത്? ഈ എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞ ആ ഒരു കണ്ടന്റ് ഉപയോഗിച്ചിട്ടാണ് എന്റെ കൊച്ചു മുതലാളി കണ്ടിട്ടുണ്ട് നിങ്ങൾ പറയുന്നത്. അപ്പോൾ അവിടെയാണ് ശരിക്കും എക്സ്പിറേറ്ററി കപ്പാസിറ്റി വരുന്നത്. കറക്റ്റ് ആണ്, ട്രൂ ആണ്. ഇൻ അക്കോർഡൻസ് വിത്ത് ചെമ്മീൻ, ഇൻ അക്കോർഡൻസ് വിത്ത് ഷീല, അത് റൈറ്റ് ആണ്. ബൈൻഡിങ് ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ ഈസ് പ്രൈമർലി റിലേറ്റഡ് ടു പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അങ്ങനെ പറഞ്ഞാ പോയി, സമ്മതിക്കൂല. ഓക്സിജൻ എന്ന് പറഞ്ഞു തരണം, എന്നാലേ ഞങ്ങൾ സമ്മതിക്കുള്ളൂ. സോ ദാറ്റ് ഈസ് ഫാൾസ്. ശരിയല്ലേ? അടുത്ത നോക്കിക്കേ പിള്ളേരെ. എവരി 100 ml ഓഫ് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ഡെലിവേഴ്സ് അപ്രോക്സിമേറ്റ്ലി 4 ml ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ടു ദ ആൽവിയോളൈ. ശരിയാണ്. അത് NCERT സ്ട്രേറ്റ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഫോർത്ത് വൺ, എവരി 100 ml ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാൻ ഡെലിവർ അറൌണ്ട് 5 ml ഓഫ് ഓക്സിജൻ ടു ടിഷ്യൂസ് അണ്ടർ നോർമൽ ഫിസിയോളജിക്കൽ കണ്ടീഷൻ. എടുത്തു പറയുന്നുണ്ട്. എന്ത് തന്നെയാണ്? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ നമ്മൾ തൽക്കാലം ഈ ഒരു സെറ്റ്, അതായത് ഡയറക്ഷൻ ബേസ്ഡ് ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത സെറ്റ് ചോദ്യങ്ങൾ നോക്കാം. സിമ്പിൾ ടൈപ്പ് ചോദ്യങ്ങളാണ്. ജാവ സിമ്പിൾ ആണ്, പവർഫുൾ പക്ഷേ പവർഫുൾ ആണ്. മാത്രമല്ല സേഫ് സോണിൽ കളിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അതെന്ന് പറയുന്നത് ട്രൂ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ജസ്റ്റ് അറിഞ്ഞാൽ മതി ഇത് ശരിയാണോ തെറ്റാണോ എന്ന്. പക്ഷെ അറിയണം അല്ലെ, അറിയണം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ അല്ലെ. കറക്റ്റ് ഓപ്ഷൻ നമ്മൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കാർബോണിക് അൺഹൈഡ്രേസ് ഈസ് പ്രസന്റ് ഇൻ ദ എറിത്രോസൈറ്റ്. ശരിയാണോ തെറ്റാണോ? RBCയിൽ കാണപ്പെടുന്നു. ട്രൂ ആണ്. അടുത്തത്,
ഇൻ എറിത്രോസൈറ്റ് കാർബൺ ഡയോക്സൈഡ് കമ്പൈൻ വിത്ത് വാട്ടർ ആൻഡ് ഈസ് ട്രാൻസ്പോർട്ടഡ്. കാർബൺ ഡയോക്സൈഡ് വെള്ളമായിട്ട് ചേർന്ന് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. രണ്ടും ട്രൂ ആണ്. മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് 2ന്റെ റെസ്പോൺസിബിൾ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ്മെന്റ് 1 തന്നെയാണ്. അടുത്ത ചോദ്യം ട്രൂ ഫാൾസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ അടുത്തത് നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഓർ ഫാൾസ്? സിമ്പിൾ ആണ് ബട്ട് പവർഫുൾ ആണ് അല്ലേ, ആൻഡ് ഓൾസോ സേഫ് ആണ്. നോക്കിക്കേ, ബ്ലഡ് ട്രാൻസ്പോർട്ട് കാർബൺ ഡയോക്സൈഡ് കമ്പാരിറ്റീവ്ലി ഈസിയർ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹയർ സൊല്യൂബിലിറ്റി. ശരിയല്ലേ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ NCERT പറയുന്നുണ്ട് 20 to 25 times than that of oxygen അല്ലേ. ഓക്സിജനെ കാട്ടിലും 20 തൊട്ട് 25 ടൈംസ് വരെ കൂടുതലാണ് NCERT പറഞ്ഞു വരുന്നുണ്ടല്ലേ. നോക്കിക്കേ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നറിയപ്പെടുന്നത് ട്രൂ ആയി. സെക്കൻഡ്, അപ്രോക്സിമേറ്റ്ലി 8.9% ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ബൈ ബീയിങ് ഡിസോൾഡ് ഇൻ പ്ലാസ്മ ആണോ? ആകപ്പാടെ 7% എൻ്റെ പൊന്നു ചേട്ടാ കൊണ്ടുപോകുന്നു. സോ ദാറ്റ് ഈസ് ദ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ടിഷ്യൂസ് ഡിഫ്യൂസസ് പാസീവ്ലി ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം ആൻഡ് പാസസ് ഇൻ ടു ദ RBC ആൻഡ് റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം H2CO3. ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്സി ഹീമോഗ്ലോബിൻ ഓഫ് ദ എറിത്രോസൈറ്റ് എന്നറിയപ്പെടുന്ന ബേസിക് ആണോ? അല്ല, അത് അസിഡിക് ആണ്. സ്ലൈറ്റ് അസിഡിക് നേച്ചർ ആണ് അവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ്? ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോഴത്തേക്കും CO2 കുറവാണ്, ടെമ്പറേച്ചർ കുറവാണ്, H+ കുറവാണ്. സോ pH കൂടുതലാണ് അല്ലേ. റൈറ്റ്. അടുത്ത, ക്ലോറൈഡ് അയോൺ ഡിഫ്യൂസസ് ഫ്രം പ്ലാസ്മ ഇൻ ടു ദ എറിത്രോസൈറ്റ് ടു മെയിൻറ്റെയിൻ ദ അയോണിക് ബാലൻസ്. ശരിയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോറൈഡ് ഷിഫ്റ്റ് അഥവാ ഹാംബർഗർ ഫിനോമിനൻ എന്നൊരു ഓമന പേരിട്ട് വിളിക്കുന്നത് അല്ലെ. ക്ലോറൈഡ് ഷിഫ്റ്റ് അഥവാ ഹാംബർഗർ ഫിനോമിനൻ എന്നൊരു ഓമന പേരിട്ട് നമ്മൾ അതിനെ വിളിക്കുന്നുണ്ട്. ഇഫ് സോ ഇതില് 1, 3, 5 ശരിയാണ്, 2, 4 തെറ്റാണ്. ശരിയല്ലേ? ഓക്കെ, അടുത്ത ടൈപ്പ് നോക്കിയ പിള്ളേരെ. ഓക്കെ, അടുത്തത് നോക്കിയേ. ട്രൂ ഫാൾസ് വീണ്ടും സിമ്പിൾ ആണ് ബട്ട് പവർഫുൾ ആണ്, പക്ഷെ സേഫ് ആണ്. സേഫ് സോണിൽ മാർക്ക് മേടിക്കാം. മാർക്ക് ദ ട്രൂ ഫാൾസ് ഓപ്ഷൻ ഫ്രം ദ ഫോളോയിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റെസ്പിറേറ്ററി വോളിയം ആൻഡ് കപ്പാസിറ്റി. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ഈസ് ടൈഡൽ വോളിയം പ്ലസ് റെസിഡ്യൂവൽ വോളിയം. തെറ്റി. TV പ്ലസ് IRV വരണം. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്നറിയപ്പെടുന്നത് ഫാൾസ് ആണ്. വൈറ്റൽ കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ടൈഡൽ വോളിയം പ്ലസ് IRV പ്ലസ് ERV. TV പ്ലസ് IRV പ്ലസ് ERV ആണ് വൈറ്റൽ കപ്പാസിറ്റി എന്നറിയപ്പെടുന്നത്. സോ ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അടുത്ത നോക്കിക്കേ. Residual volume is equal to vital capacity minus inspiratory reserve volume. വൈറ്റൽ കപ്പാസിറ്റിയിൽ നിന്നും ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം കുറയ്ക്കുന്നതാണോ റെസിഡ്യൂവൽ വോളിയം എന്നറിയപ്പെടുന്നത്? അല്ലല്ലോ. അപ്പോൾ അത് ഫാൾസ്. ടൈഡൽ വോളിയം ഈസ് ഈക്വൽ ടു ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി മൈനസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ആണോ? അല്ല. ടൈഡൽ വോളിയം എന്നറിയപ്പെടുന്നത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ടൈഡൽ വോളിയം ഈസ് ഈക്വൽ ടു ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി മൈനസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ശരിയല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നോക്കിക്കേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് IC ഈസ് ഈക്വൽ ടു TV പ്ലസ് IRV എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? IC മൈനസ് ഈ IRV എന്നറിയപ്പെടുന്നവൻ TV ആണ്. സോ TV ചോദിച്ചിട്ടുണ്ടെങ്കിൽ IC മൈനസ് IRV ആണ്. അത് ട്രൂ ആണ്. സോ ഒബ്വിയസ്ലി ഇത് വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഫാൾസ് ട്രൂ അല്ലേ. ഫാൾസ് ട്രൂ സിമ്പിൾ ആണ്, പവർഫുൾ ആണ്, പക്ഷേ സേഫ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ട്രൂ ഫാൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നല്ല പവർഫുൾ ആയിരിക്കും. പക്ഷെ അന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സേഫ് സോണിൽ നമുക്ക് കളിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ട്രൂ ഫാൾസ് എന്നറിയപ്പെടുന്നത്. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ഈ ട്രൂ ഫാൾസ് എന്ന് പറയുന്നത്. നൗ വി ആർ മൂവിങ് ഇൻ ടു the last session, the voyaging through the previous year question paper. ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒന്നും ചെയ്യ വേണ്ട, കുത്തിയിരുന്ന എൻ്റെ ആൻസേഴ്സ് പറഞ്ഞാൽ മതി. കാരണം പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്, പല ആവർത്തി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ട ഉടനെ ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. കാരണം പ്രീവിയസ് ഇയറിലോട്ട് നമ്മളൊന്ന് കടന്നോടി ചാടി മറിഞ്ഞൊക്കെ ഒന്ന് പോകാൻ പോകണം. ഓക്കെ, the first question നോക്കിക്കേ പിള്ളേരെ. The majority of the carbon dioxide produced by our body cells is transported to the lungs. മിക്ക കാർബൺ ഡയോക്സൈഡും നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന മിക്ക കാർബൺ ഡയോക്സൈഡും അത് ലങ്സിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. മെജോറിറ്റി ഓഫ് ദ കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ യുവർ ബോഡി സെൽസ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ദ ലങ്സ്. എങ്ങനെയാണ്?
കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും കൂടുതൽ പോകുന്നത് 70% ബൈകാർബണേറ്റ് ആയിട്ടാണ് അല്ലെ. APMT 2006 ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ചോദ്യമാണ്. നിങ്ങൾക്ക് കണ്ട ഉടനെ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം തന്നെയാണ് അല്ലേ. ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. സ്ട്രൈറ്റ് അവേ ആൻസർ നിങ്ങൾ വിളിച്ച് പറഞ്ഞും കൂടെ കഴിഞ്ഞു അല്ലേ, ബൈകാർബണേറ്റ്. അടുത്തത്, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ഇൻക്രീസിംഗ് വോളിയം. Arrange the following in the order of increasing volume. Increasing volume, വോളിയം കൂടുന്നതിനനുസരിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ടൈഡൽ വോളിയം എത്ര പിള്ളേരെ? 500 ആണ്. റെസിഡിയൽ വോളിയമോ 1100 തൊട്ട് 1200 വരെയാണ്. ഇൻസ്പിറേറ്റഡ് റിസർവ് വോളിയമോ 2500 തൊട്ട് 3000 വരെയാണ്. വൈറ്റൽ കപ്പാസിറ്റിയോ, വൈറ്റൽ കപ്പാസിറ്റി തന്നെ എല്ലാം കൂടെ കൂട്ടണം അല്ലേ. TV പ്ലസ് IRV പ്ലസ് ERV എന്ന് പറഞ്ഞാൽ എത്ര വരും? TV പ്ലസ് IRV പ്ലസ് ERV എന്ന് എത്ര വരും പിള്ളേരെ? എല്ലാം കൂടെ കൂട്ടാം. TV 500, IRV 3000, ERV എന്ന് പറയുന്നത് 1100 വരെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്കും 3500ഉം 1000 4500 അപ്രോക്സിമേറ്റ്ലി വരുന്നുണ്ട്. ആര്? വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ആൻസർ? ഏറ്റവും കുറവ് ടൈഡല്, പിന്നെ റെസിഡ്യൂവല്, പിന്നെ ഇൻസ്പിറേറ്റഡ് റിസർവ് വോളിയം, പിന്നെ വൈറ്റൽ കപ്പാസിറ്റി. സോ ABCD. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് എ വൈറ്റൽ കപ്പാസിറ്റി ഓഫ് അവർ ലങ്സ്? നമ്മുടെ ലങ്സിന്റെ വൈറ്റൽ കപ്പാസിറ്റി എന്നറിയപ്പെടുന്നത് ആരാണെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മുടെ NCERT എടുത്ത് പഠിച്ചിട്ടുണ്ട്. വൈറ്റൽ കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു TV പ്ലസ് IRV പ്ലസ് ERV. ഇതാണ് നമുക്ക് അറിയാവുന്നത്. ഇനി ഓപ്ഷൻസ് നോക്കിക്കേ. ഇൻസ്പിറേറ്റഡ് റിസർവ് വോളിയം പ്ലസ് എക്സ്പിറേറ്റഡ് റിസർവ് വോളിയം അല്ല. ടോട്ടൽ ലങ് കപ്പാസിറ്റി മൈനസ് റെസിഡ്യൂവൽ വോളിയം, ശരിയല്ലേ. TLC ഈസ് ഈക്വൽ ടു TV പ്ലസ് IRV പ്ലസ് ERV പ്ലസ് RV എന്നല്ലേ. ഈ പുള്ളിയല്ലേ നമ്മളുടെ VC. അപ്പോൾ TSC ഈസ് ഈക്വൽ ടു VC പ്ലസ് RV എന്നല്ലേ. സോ VC ഈസ് ഈക്വൽ ടു TLC മൈനസ് RV, ശരിയല്ലേ. സോ സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്, ശരിയല്ലേ. അടുത്ത ചോദ്യം നോക്കിയ പിള്ളേരെ, ലിസ്റ്റഡ് ബിലോ ആർ 4 റെസ്പിറേറ്ററി കപ്പാസിറ്റീസ് ആൻഡ് 4 ജംബിൾഡ് റെസ്പിറേറ്ററി വോളിയംസ് ഓഫ് എ നോർമൽ ഹ്യൂമൻ അഡൾട്ട്. നോർമൽ ഹ്യൂമൻ അഡൾട്ടിന്റെ റെസ്പിറേറ്ററി 4 റെസ്പിറേറ്ററി കപ്പാസിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയുള്ള വോളിയംസ് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? അത് which one of the following is the correct matching of the two capacities and volume? കറക്റ്റ് മാച്ചിങ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരെയൊക്കെ തന്നിരിക്കുന്നത്? റെസിഡ്യൂവൽ വോളിയം റെസിഡ്യൂവൽ വോളിയം എന്നറിയപ്പെടുന്നത് നമുക്കറിയാം 1200 ml ആണ്. ബി ആരാ? വൈറ്റൽ കപ്പാസിറ്റി, അത് നമുക്കറിയാം 4500 ml ആണ്. സി ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം IRV എന്നറിയപ്പെടുന്നത് 3500 ml ആണ്. ആൻഡ് ഡി എന്നറിയപ്പെടുന്നവൻ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്നറിയപ്പെടുന്നത് ഇവിടെ തെറ്റിപ്പോയേ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്നറിയപ്പെടുന്നത് 2500 ml ആണ്. IC എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരുന്നു? TV പ്ലസ് IRV, അപ്പം 3500 ml. TV പ്ലസ് IRV, അപ്പം 3500 ml. അപ്പൊ ഇനി നിങ്ങൾ പറഞ്ഞേ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് മാച്ചിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയ പിള്ളേരെ, ഫസ്റ്റ് വൺ A 4500, B 3000 ആണോ? അല്ല. B 2500, C 4500 അല്ല. C 1200, D 2500 അല്ല. ആണോ? അല്ല. നാലാമത്തത് D 3500, A 1200, D 3500. സോ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, അടുത്തത് നോക്കിയ പിള്ളേരെ, വാട്ട് ഈസ് ട്രൂ അബൌട്ട് RBC ഇൻ ഹ്യൂമൻസ്? APMT 2010 ചോദ്യമാണ്. RBC യെ കുറിച്ച് ശരിയായിട്ടുള്ളത് എന്താണെന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ദേ ഡു നോട്ട് ക്യാരി കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് ഓൾ. ആണോ? RBCയിൽ 20 തൊട്ട് 25% വരെ കൊണ്ടുപോകുന്നില്ലേ? അപ്പൊ അത് തെറ്റി. They carry about 20 to 25% of carbon dioxide. ശരി. They transport 99% of oxygen. തെറ്റി. They transport 80% of oxygen only. ഇതും തെറ്റി. So here the second option. Previous year ചോദ്യമാണ്. സ്ട്രൈറ്റ് അവേ നിങ്ങൾക്ക് ഉത്തരം അറിയാവുന്നത് തന്നെയാണ്. എന്നാലും നമ്മൾ എന്ത് ചെയ്യും പിള്ളേരെ? ഒരു ഓപ്ഷനെയും നമ്മൾ വെറുതെ വിട്ട ചരിത്രം നമുക്കില്ല. വിടുവോ നമ്മള്? വിടില്ല ഞാൻ, അല്ലേ? ഓക്കെ, അടുത്ത നോക്കിക്കേ. അടുത്ത ചോദ്യം, ആസ്മ മേ ബി അട്രിബ്യൂട്ടഡ് ടു. ആസ്മ എന്ന് പറയുന്നത് NEET 2016 ഫേസ് 1 ചോദ്യമായിരുന്നു. ആസ്മ എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്?
പ്രീവിയസ് ഇയർ ചോദ്യം തന്നെയാണ്. കണ്ട ഉടനെ നിങ്ങൾക്ക് ഉത്തരം അറിയാം. ആസ്മ ഇക്കൂട്ടത്തിൽ വന്നിരിക്കുന്നത് അലർജിക് റിയാക്ഷൻസിന്റെ മാസ്റ്റ് സെൽസുമായിട്ട് ബന്ധപ്പെട്ട് അലർജിക് റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. സ്ട്രേറ്റ് അവേ നമുക്ക് പറയാം അതിന്റെ ആൻസർ ഏതാണെന്നുള്ളത്. അടുത്ത ചോദ്യം, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ ആൽവിയോള ഓഫ് ദ ലങ്സ്. ലങ്സിലെ ആൽവിയോളയിലെ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എന്നറിയപ്പെടുന്നത് എത്രയാണെന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. എത്രയാ പിള്ളേരെ? സ്ട്രേറ്റ് അവേ നമുക്കറിയാം 104 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. ഇനി ചോദ്യം എന്താ? ഈസ് ലെസ് ദാൻ ദാറ്റ് ഇൻ ദ ബ്ലഡ്. അല്ല, ബ്ലഡിൽ 95 ഉള്ളൂ. ലെസ് ദാൻ ദാറ്റ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. അല്ല, CO2 40 ഉള്ളൂ. ഈക്വൽ ടു ദാറ്റും ബ്ലഡ്. അല്ല, മോർ ദാൻ ദാറ്റ് ഇൻ ദ ബ്ലഡ്. ശരിയാണ് അല്ലേ? കാരണം ഇവിടെ 95ഉം ഇവിടെ 104ഉം. സ്ട്രേറ്റ് അവേ ആൻസർ നമുക്കറിയാം. ഏതായിരിക്കും അത്? നമുക്ക് നേരെ അതിന്റെ ആൻസർ തന്നിട്ടുണ്ട്. ശരി, അടുത്ത ചോദ്യം നോക്കിയാ പിള്ളേരെ. ലങ്സ് ഡു നോട്ട് കൊളാപ്സ് ബിറ്റ്വീൻ ബ്രീത്ത്. Lungs do not collapse between breath and some air always remain in the lungs which can never be expelled because lungs രണ്ട് ബ്രീത്തിനിടയ്ക്ക് കൊളാപ്സ് ആവുന്നില്ല. നീറ്റ് 2014 ചോദ്യമാണ്. നോക്കിയേ, lungs do not collapse between breath and some air always remain in the lungs which can never be expelled. ഒരിക്കലും കുറച്ച് എയറിനെ നമുക്ക് എക്സ്പെൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അത് NCERT സ്ട്രേറ്റ് കിടക്കുന്ന ചോദ്യമാണ്. there is a negative intrapleural pressure pulling at the lung wall. ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഇലാസ്റ്റിക് ആയിട്ടുള്ള ലങ്സ് കൊളാപ്സ് ചെയ്യാൻ നോക്കും. ആ സമയത്ത് നമ്മളുടെ ചെസ്റ്റ് വാള് പുറത്തോട്ട് തള്ളി അതിനെ സപ്പോർട്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ചെസ്റ്റ് വാളിന്റെ ആ ഒരു പുറത്തോട്ടുള്ള തള്ളിങ്ങും ഇലാസ്റ്റിക് വാളിന്റെ കൊളാപ്സ് ഫോഴ്സും രണ്ടിന്റെയും കൂടെ ആ ഒരു ഫോഴ്സ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു നെഗറ്റീവ് ഇൻട്രാപ്ലൂറൽ പ്രഷർ അവിടെ ക്രിയേറ്റഡ് ആവുന്നു. സോ ഇറ്റ് പുള്ളിങ് അറ്റ് ദ ലങ് വാൾസ്. അതാണ് അവിടെ സംഭവിക്കുന്നത് അല്ലെ. അടുത്ത നോക്കിക്കേ പിള്ളേരെ. ലങ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എയർ ഫിൽഡ് സാക്സ് ദ ആൽവിയോളൈ. ദേ ഡു നോട്ട് കൊളാപ്സ് ഈവൻ ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ. നമുക്ക് നല്ലപോലെ അറിയാം, എത്ര തന്നെ നിങ്ങൾ എക്സ്പയർ ചെയ്തെന്ന് പറഞ്ഞാലും അതിന്റെ അകത്ത് മിച്ചം വരുന്ന ഒരുത്തനുണ്ട്. ശരിയല്ലേ? എത്ര തന്നെ നമ്മൾ എക്സ്പയർ ചെയ്തെന്ന് പറഞ്ഞാലും അതിന്റെ അകത്ത് മിച്ചം വരുന്ന ഒരാളുണ്ട്. ആ മിച്ചം വരുന്നവനാണ് എന്ത് ചെയ്യുന്നത്? അത് സപ്പോർട്ട് ചെയ്യുന്നത്. നീറ്റ് 2017 ചോദ്യമായിരുന്നത്. സോ സ്ട്രേറ്റ് അവേ ഇവിടെ ആൻസർ കിടപ്പുണ്ട്. ഇത് തന്നെയാണ്? റെസിഡ്യൂവൽ വോളിയം ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ കറക്റ്റ്ലി റെപ്രസെന്റ് ദ ലങ് കണ്ടീഷൻ ഇൻ ആസ്മ ആൻഡ് എംഫിസീമ റെസ്പെക്റ്റീവ്ലി. ആസ്മയിലും എംഫിസീമയിലും ഉള്ള കണ്ടീഷൻ കൃത്യമായിട്ട് റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ ആദ്യം ആസ്മയുടെ, രണ്ടാമത് എംഫിസീമയുടെ. പിള്ളേർ ഇത് ഇമ്പോർട്ടന്റ് ആണ്. പല കുട്ടികൾക്കും ഇവിടെ ശ്രദ്ധിച്ചേ, പല കുട്ടികൾക്കും മാർക്ക് പോകുന്ന ഒരു മേഖല കൂടിയാണ് ഈ സൈമൾട്ടേനിയസി എന്നുള്ള വാക്ക്. ശ്രദ്ധിക്കാതെ പിടിക്കും. പെട്ടെന്ന് കയറി രണ്ടിന്റെയും ഫംഗ്ഷൻ ആദ്യം കാണുന്നതിനെ കയറി ഇങ്ങ് ടിക്ക് ചെയ്യും. അങ്ങനെയല്ല. സൈമൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ ആദ്യം ആരെയാണോ പറഞ്ഞിരിക്കുന്നത് അവന്റെ കാര്യം തന്നെ പറയണം. ആസ്മയുടെ കാര്യമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നതെങ്കിൽ ആസ്മയുടെ കാര്യം പറയുക. എംഫിസീമയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എംഫിസീമയുടെ കാര്യം രണ്ടാമത് എടുക്കണം. അങ്ങനെയല്ലേ നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. സോ സ്ട്രേറ്റ് അവേ നമുക്കറിയാം എന്ത് തന്നെയാണ്? ആസ്മ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അവസ്ഥ എന്നും എംഫിസീമ എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നും NCERT ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ആ ചോദ്യം നിങ്ങൾക്കറിയാം, സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കിയ പിള്ളേരെ. മാച്ച് ദ ഐറ്റം ഗിവൻ ഇൻ കോളം 1 വിത്ത് ദോസ് ഇൻ കോളം 2. 2018 ചോദ്യമാണ്. കോളം 1ലെയും കോളം 2ലെയും കൂടെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? അതിനെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ. ടൈഡൽ വോളിയം. ടൈഡൽ വോളിയം എത്രയാ? 500 to 550 ടൈഡൽ വോളിയം. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം 2500 3000. അടുത്തത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം 1000 to 1100. ദെൻ അടുത്തത് ഏത് കളറായിരുന്നു ഉപയോഗിക്കാത്തത്? റെസിഡ്യൂവൽ വോളിയം 1100 മുതൽ 1200 വരെ. സോ സ്ട്രേറ്റ് അവേ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം 2018 ചോദ്യമാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. A3 അല്ലെ? A3 B1 A3 B1 C4 D2. ഓക്കെ, സ്ട്രേറ്റ് അവേ നമുക്ക് അതിന്റെ ഉത്തരം പറയാനായിട്ട് സാധിച്ചു. ഡ്യൂ ടു ഇൻക്രീസിംഗ് എയർബോൺ അലർജൻസ് ആൻഡ് പൊല്യൂട്ടൻ. 2019 ചോദ്യമാണ്. എയർബോൺ അലർജൻറ്റും പൊല്യൂട്ടൻസും ഒക്കെ ഇങ്ങനെ ഒരുപാട് കൂടുന്നത് കൊണ്ട് നോക്കിക്കേ,
ഒരുപാട് കൂടുന്നത് കൊണ്ട് മെനി പീപ്പിൾ ഇൻ അർബൻ ഏരിയാസ് ആർ സഫറിംഗ് ഫ്രം റെസ്പിറേറ്ററി ഡിസോർഡർ കോസിംഗ് വീസിംഗ് ഡ്യൂ ടു. അങ്ങനെ റെസ്പിറേറ്ററി ഡിസോർഡർ വീസിംഗ് ഉണ്ടാവുന്നു. സ്ട്രെയിറ്റ് അവേ നമ്മൾ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ഒക്കെ പല ആവർത്തി കണ്ടോ, നമ്മുടെ ആപ്പിലെ ലൈബ്രറിയിൽ ഉണ്ട് ഇതൊക്കെ. കുട്ടി വിളിച്ച് പറയുകയാണ്, കുട്ടി കണ്ടിട്ടുണ്ട്, സ്ഥലത്തിലെ കുട്ടി അത് എന്തായാലും കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ നോക്കിക്കേ, സോ ദ ആൻസർ വിൽ ബി ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾ സ്ട്രെയിറ്റ് അവേ കിടപ്പുണ്ട്. അണ്ടർ നോർമൽ physiological condition in human being, every 100 ml of oxygenated blood can deliver dash ml of oxygen to the tissue. Straight question അല്ലേ അത്. 100 ml ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്ര ഓക്സിജനെ കൊടുക്കാം എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, ഒരു ഓക്സിജൻ ഹിമോഗ്ലോബിൻ മോളിക്യൂൾ ആണെങ്കിൽ 4 പേരെ കൊണ്ടുപോകുന്നു. അതേസമയം 2022 ചോദ്യമാണ് കേട്ടോ. അതേസമയം 100 ml ഹീമോഗ്ലോബിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ml കൊണ്ട് കൊടുക്കാം? നമുക്ക് 5 ml വരെ കൊണ്ട് ഡെലിവറി ചെയ്യാം. അടുത്ത ചോദ്യം നോക്കിക്കേ, വിച്ച് ഓഫ് 2022 ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. നോട്ട് ദ ഫംഗ്ഷൻ. അങ്ങനെ കാണുമ്പോൾ വരച്ചിട്ടോണം, കൈ ശ്രദ്ധിച്ചോണം, കണ്ടില്ല എന്ന് പറയരുത്. ഓഫ് കണ്ടക്ടിങ് പാർട്ട് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. കണ്ടക്ടിങ് പാർട്ടിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? വീണ്ടും സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ്, പല ആവർത്തി പഠിച്ചതാണ്. NCERT ലൈൻ ബൈ ലൈൻ അനാലിസിസിൽ കണ്ടതാണ്, പല ലെവൽ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കണ്ടതാണ്. എന്തായിരിക്കും ഇത്? എക്സ്ചേഞ്ച് പാർട്ടിന്റെ റോളാണ്. ശരിയല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം 2022 മറ്റൊരു ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസോർഡർ റെപ്രസെന്റ് ഡിക്രീസ് ഇൻ സർഫസ് ഏരിയ ഡ്യൂ ടു ഡാമേജ്ഡ് ആൽവിയോളാർ വാൾസ്. കണ്ടോ, സർഫസ് ഏരിയ ഡിക്രീസ് നടക്കുന്നു, ആൽവിയോളാർ വാൾ ഡാമേജ് ആകുന്നു. സിഗരറ്റ് സ്മോക്കിംഗ് ഒരു പ്രശ്നമാണ്. ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ ദ കണ്ടീഷൻ വിൽ ബി ഏതാ പിള്ളാരെ? ഏതാണ് ആ കണ്ടീഷൻ എന്നറിയപ്പെടുന്നത്? ഫോളോയിങ് റെപ്രസെന്റ്സ് ഡിക്രീസ് ഇൻ റെസ്പിറേറ്ററി സർഫസ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോ, എംഫിസീമയുടെ കാര്യമാണ് പറയുന്നത്. ശ്വാസകോശം പോഞ്ച് പോലെയാണ്. പരസ്യം കണ്ടിട്ടില്ലേ അത്? ഓക്കെ. വൈറ്റൽ കപ്പാസിറ്റി ഓഫ് ദ ലങ് ഈസ്. നീറ്റ് 2023 ചോദ്യമാണ്. വൈറ്റൽ കപ്പാസിറ്റി ഓഫ് ദ ലങ് എന്നറിയപ്പെടുന്നത്. സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊക്കെ പെട്ടെന്ന് പറയും VC = TV + IRV + ERV. കാണുന്ന സെക്കൻഡിൽ അല്ലെ, 10 സെക്കൻഡ് പോലും വേണ്ട, സൈലത്തിലെ പിള്ളേരത് ആൻസർ ചെയ്തിരിക്കും. കണ്ടോ, അടുത്ത നോക്കിക്കേ. സെലക്ട്. വീണ്ടും 2023 ചോദ്യമാണ്. സെലക്ട് ദ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻ റെസ്പിറേഷൻ. റെസ്പിറേഷന്റെ സ്റ്റെപ്സ് കറക്റ്റ് സീക്വൻസിൽ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ എപ്പോഴും അറിയാം, റെസ്പിറേഷൻ മെക്കാനിസത്തിന്റെ സ്റ്റെപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം എന്തുവാ? ബ്രീത്തിങ് യോർ പൾമണറി വെന്റിലേഷൻ അല്ലെ. അതിനുശേഷമുള്ള ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ നോക്കണം. നോക്കിക്കേ, ഫസ്റ്റ് സ്റ്റെപ്പ് പൾമണറി വെന്റിലേഷൻ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. 2, diffusion of gases across the alveolar membrane. 3, transport of gases by the blood. 3, diffusion of oxygen and carbon dioxide between blood and tissues. 4, utilization of oxygen by the cells for catabolic reactions and resultant release of carbon dioxide. അങ്ങനെ നോക്കിയാൽ 1D 2A 3C 4B 5E അല്ലെ. അപ്പൊ 2023 നീറ്റ് പരീക്ഷയുടെ ചോദ്യം വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. സോ നോക്കിക്കേ, നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യുവാനും സാധിക്കും. അതിലൊരു സംശയവും വേണ്ട. നാളെ നിങ്ങളൊരു ഡോക്ടർ ആവുന്നതായിട്ട് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെയ്യുവാനായിട്ട് സാധിക്കും. ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. പഠിച്ച കാര്യങ്ങൾ വീണ്ടും ആവർത്തി ശ്രദ്ധിച്ച് ശ്രദ്ധയോടുകൂടി പഠിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഈ ഹാർഡ് വർക്കും പ്ലസ് നിങ്ങളുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും കൂടിയായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ മുമ്പോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് വെയിറ്റിംഗ് ഫോർ ദ 2024 ക്വസ്റ്റ്യൻ. ഷുവർ ആയിട്ടും നമ്മൾ ഇനി മുമ്പോട്ടല്ല, നിങ്ങളുടെ 2-3 GIB ഒക്കെ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും പറഞ്ഞിരിക്കും അല്ലെ. 2024 വരാൻ പോകുന്ന ചോദ്യം പോലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോ വിത്ത് this നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം ടീം Xylem. താങ്ക് യു.